بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد، فقد قال النبي صلى الله عليه وسلم: من أحب سنتي فقد أحبني ومن أحبني كان معي في الجنة. ഏറെ ആദരവുകളുള്ള പ്രിയപ്പെട്ട സാദാത്തുക്കൾ, ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഉസ്താദുമാർ, വിശിഷ്ട വ്യക്തിത്വങ്ങൾ, ICF-ൻ്റെയും RSC-യുടെയും KCF-ൻ്റെയും നേതാക്കൾ, പ്രിയപ്പെട്ട മോമിനാത്തുകളെ, നമ്മുടെ ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ബറക്കത്തുകൊണ്ട് നമുക്ക് അല്ലാഹു ഈമാൻ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആഖിറത്തിലെത്തുമ്പോൾ നമ്മുടെ നന്മയുടെ തട്ടിന് വലിയ ഭാരമുള്ള ഒരു അമലായി ഈ മജ്ലിസ് അല്ലാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത് വാക്കുകളിൽ ഒതുങ്ങാതെ ഹൃദയത്തിൽ നിന്ന് മഹബത്ത് വെക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. നേരത്തെ ഇവിടെ പ്രദർശിപ്പിച്ച ICF-ൻ്റെ ഡോക്യുമെൻ്ററി കണ്ടപ്പോൾ ഞാനിന്നിവിടെ പറയണം എന്ന് വിചാരിച്ച ആശയം ഇത്തിഫാക്കായി യോജിച്ചതായി കണ്ടു. പ്രിഫേഴ്സ് ടു ഇസ്ലാം നമ്മൾ കാത്തിരിക്കുകയും വായിക്കാനിരിക്കുന്നവരുമാണ്. അതിൻ്റെ ഉത്സാരവും ആശയവും നമുക്ക് ഇതിൻ്റെ വിശദമായ വായനക്ക് നമുക്ക് അവിടെ വെച്ച് വായിക്കാം. അതിലേക്കുള്ള ഒരു ചെറിയ സൂചന ഞാൻ എൻ്റെ സംസാരത്തിൽ കൊണ്ടുവന്ന് അവസാനിപ്പിക്കാം. വിഷയം എന്തുകൊണ്ടാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്നത് എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് പറയുന്നതും പാടുന്നതും എഴുതുന്നതുമെല്ലാം വലിയ ഇബാദത്താണ്. ഹുബ്ബുൻ നബി വ മദ്ഹുഹു ഖൈറുൽ അമൽ എന്ന് ഉമറുൽ ഖാദി തങ്ങൾ അവിടുത്തെ സ്വല്ലല്ലാഹു ബൈത്തിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. പ്രധാനമായും മദ്ഹ് പറയുന്നതിന് 5 നേട്ടങ്ങളുണ്ട്. ഒന്ന്, ആ മജ്ലിസിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ദോഷങ്ങൾ പുറത്തു കിട്ടും. ദിക്റു സ്വാലിഹീന കഫാറ, സ്വാലിഹീങ്ങളുടെ ചരിത്രങ്ങൾ പറഞ്ഞാൽ, അവരുടെ മദ്ഹുകൾ പറഞ്ഞാൽ ദോഷം പൊറുക്കുമെന്ന് ഹദീസിലുണ്ട്. സ്വാലിഹീങ്ങളുടെ നേതാവാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ പിന്നെ ആ നേട്ടം ലഭിക്കുമെന്നുള്ളത് തീർച്ചയാണ്. രണ്ടാമത്തേത്, മലക്കുകളുടെ ദുആ ലഭിക്കും. കാരണം മദ്ഹ് ചെയ്യുന്ന ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹുവിന് അല്ലാഹുമ്മ അയ്യിദുഹു ബിറൂഹിൽ ഖുദുസ്, ജിബ്രീൽ അലൈഹിസ്സലാമിൻ്റെ ശക്തി കൊണ്ട് നീ ശക്തി പകരണേ എന്ന ദുആ തങ്ങൾ നടത്തുന്നുണ്ട്. ജിബ്രീൽ ദുആ ചെയ്തും കൂടെ നിന്നും സഹായിക്കും. ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് മാത്രം ഉള്ള പ്രത്യേകത അല്ല അത്. കാരണം നബിതങ്ങൾ ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾക്ക് അത് ദുആ ചെയ്തു കൊടുക്കാനുള്ള കാരണം ഹസ്സാൻ ഇബ്നു സാബിത്ത് തങ്ങൾ തങ്ങളെ പുകഴ്ത്തുന്നത് കൊണ്ടാണ്. അപ്പോൾ ആ വിശേഷണമുള്ള എല്ലാവർക്കും തങ്ങളുടെ ദുആവും മലക്കളുടെ സാന്നിധ്യവും കൊണ്ട് അനുഗ്രഹീതരാവാൻ കാരണമാകുമെന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ അദ്ദലാലാത്തുൽ വാളിഹാത്ത് ശറഹി ദലാഇലുൽ ഖൈറാത്തിൽ കാണാം. 3,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മദ്ഹ് ചെയ്യുന്നതിൽ ഒരു ഹർഫെങ്കിലും അള്ളാഹു സ്വീകരിച്ചാൽ, ഒറ്റൊരു ഹർഫ് സ്വീകരിച്ചാൽ അത് മതി ആഖിറത്തിൽ അവിടുത്തെ ശഫാഅത്തും അള്ളാഹുവിൻ്റെ തൃപ്തിയും ലഭിക്കാൻ എന്ന് വിശ്വപ്രസിദ്ധ പണ്ഡിതൻ ഇബ്നു അല്ലാൻ റളിയല്ലാഹു അൻഹു എഴുതി വെക്കുന്നുണ്ട്. അള്ളാഹു നമ്മളിൽ നിന്ന് ഖബൂൽ ചെയ്യുമാറാവട്ടെ. നാലാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്താൽ അത് പാടിയായാലും പറഞ്ഞുകൊണ്ടാണെങ്കിലും എഴുതിയിട്ടാണെങ്കിലും എങ്ങനെയാണെങ്കിലും തങ്ങൾ അതിന് സമ്മാനം നൽകും. പൊതുവിൽ രാജാക്കന്മാരുടെ കൊട്ടാരത്തിൽ അവരെ മദ്ഹ് ചെയ്യുന്നവർക്ക് സമ്മാനം കിട്ടാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെയ്താൽ സമ്മാനം ഷുവറാണ്. കാരണം മദ്ഹ് ചെയ്ത ഹസ്സാൻ ബിൻ സാബിത്ത് തങ്ങൾക്ക് ഒരു പ്രത്യേക സ്റ്റേജ് തന്നെ കൊടുത്തത് മദീനത്തെ പള്ളിയിലാണ്. അല്ലെങ്കിലേ മദീനത്തെ പള്ളി ചെറുതാണ്, ഓൾറെഡി മിമ്പർ ഖുത്ബ ഓതാനും ഉണ്ട് താനും. പിന്നെ ഒരു സ്റ്റേജ് അസൈൻ ചെയ്തു കൊടുക്കണമെങ്കിൽ ആ കാര്യം വളരെ വലുതായതുകൊണ്ടാണ്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു മദ്ഹ് ചെയ്തപ്പോൾ ഷാള് തന്നെ അണിയിച്ചു കൊടുത്തിട്ടുണ്ട്. 10,000 ദിർഹം കൊടുത്തിട്ടും ആ ഷാള് കൊടുക്കാൻ തയ്യാറായില്ല സ്വഹാബി, ചരിത്രത്തിൽ കാണാം. അബ്ബാസ് ബിൻ മിർദാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹ് ചെയ്തപ്പോൾ നബി തങ്ങൾ കൊടുത്തത് 100 ഒട്ടകമാണ്. 100 ഒട്ടകം. അല്ലെങ്കിൽ നബി തങ്ങൾ ഈ ചില്ലറ കൊടുത്ത് ശീലമില്ലാത്ത ആളാണ്. 100 ദിർഹം ചുരുട്ടി കൊടുക്കുക, അതൊന്നും തങ്ങൾക്ക് അറിയില്ല തന്നെ, അതൊരു ശീലമേ ഇല്ല. നബി തങ്ങൾ 100 ഒട്ടകം കൊടുത്ത ആളുടെ ലിസ്റ്റ് എടുത്താൽ 40 സ്വഹാബിമാരുണ്ടാവും. 100 ബെൻസ് കാർ കൊടുത്ത ഏതെങ്കിലും ഒരു ആജിയാർ ഇവിടെ ഉണ്ടോ? ഉണ്ടാവില്ലല്ലോ, പോസിബിൾ അല്ലല്ലോ. ഇത് 100 ഒട്ടകത്തിന്റെ കണക്കാട്ടോ. 50-ൻ്റെത് വേറെ, 150-ൻ്റെത് വേറെ. 300 ഒട്ടകം കിട്ടിയ ആളാണ് ഹക്കീം ബിൻ ഹിസാം റളിയല്ലാഹു അൻഹു. അതുകൊണ്ടാണ് സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പറഞ്ഞത് കാന അജ്വദന്നാസ്, ലോകത്തെ ഏറ്റവും വലിയ ധർമ്മിഷ്ഠനാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ തങ്ങളെ മദ്ഹ് ചെയ്തവർക്ക് അവിടുന്ന് സമ്മാനങ്ങൾ നൽകും. അഞ്ചാമത്തത്, നബി തങ്ങളുടെ മദ്ഹ് ചെയ്യുക എന്ന് പറയുന്നത് അവിടുത്തെ ഖിദ്മത്ത് എടുക്കുന്നതിന് പകരമാണ്. ഏതായാലും അവിടുത്തെ ഹയാത്ത് കാലത്ത് അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഡയറക്റ്റ് 13 ഖാദിമീങ്ങളിൽ പെടാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഇൻഡയറക്റ്റ് ഖിദ്മത്ത് എടുക്കാനുള്ള ഒരു അവസരമാണ് മദ്ഹ് പറയുക എന്ന് പറയുന്നത്. അത് ബൂസരി ഇമാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഖദംതുഹു ബിമദീഹിൻ അസ്തഖീലു ബിഹി ദുനൂബ ഉംരി മളാ ഫി ശഅരി വൽ ഖിദമി. ഞാൻ തങ്ങളുടെ മദ്ഹ് പാടിയിട്ട് ഇതാ ഖിദ്മത്ത് എടുക്കുന്നു. ഈ വരിയുടെ വ്യാഖ്യാനം എഴുതുമ്പോൾ ഇബ്നു അജീബ് തങ്ങളുടെ അൽ ഉംദ ഫി ശർഹിൽ ബുർദ എന്ന കിതാബിൽ ഞാൻ ഈ പറയുന്ന ആശയം ഉണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല, ഏത് ഉസ്താദുമാര് വലിയ സാദാത്തുക്കളും ഭക്ഷണം കഴിക്കാൻ പരിപാടി കഴിഞ്ഞിട്ടോ മുമ്പോ ക്ഷണിക്കപ്പെട്ടാൽ ഡ്രൈവർമാരെ ഖാദിമീങ്ങളെ പ്രത്യേകം വിളിക്കും. അപ്പൊ ഖാദിമീങ്ങളെ തങ്ങൾ പരിഗണിക്കും. അവിടുത്തെ മദ്ഹ് ചെയ്തുകൊണ്ടിരിക്കണം, അവിടുത്തെ മദ്ഹ് നമ്മൾ പാടിക്കൊണ്ടിരിക്കണം. അതിന് റബീഉൽ അവ്വൽ നിമിത്തമാവണം. തങ്ങളെക്കുറിച്ച് എഴുതണം, പറഞ്ഞു കൊടുക്കണം. ഓഫീസിലുള്ളവർക്ക്, ക്ലാസ്മേറ്റ്സിന്, റൂംമേറ്റ്സിന് പറഞ്ഞുകൊണ്ടേയിരിക്കണം. ഇതായിരിക്കണം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ഊർജമാണ് തിരുവസന്തം 1500 എന്ന ICF-ൻ്റെ ഈ പരിപാടിയിലൂടെ നമ്മൾ ഇവിടുന്ന് നേടിയെടുക്കേണ്ടത്. പ്രഭാഷണത്തിന് ഒരു നല്ല ഫീഡ്ബാക്ക് കൊടുത്തിട്ട് നല്ല പ്രസംഗം കേട്ടോ. മുമ്പ് ഞാൻ യൂട്യൂബിൽ പലപ്പോഴും കേട്ടിട്ടുണ്ട്, ഇതാദ്യമായിട്ടാണ് നേരിട്ട്. എന്നെ കൊണ്ടൊന്നും ഒരു കാര്യമില്ല. എന്തെങ്കിലും നമ്മുടെ ഉഖറവിയായ നേട്ടം കിട്ടണമെങ്കിൽ ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു തുടക്കമാവണം. നാളെ അങ്ങോട്ട് അല്ലെങ്കിൽ ഇന്നു മുതൽ നമ്മുടെ ജീവിതത്തിൽ പേർഷ്യൻ കവിയെ നേരത്തെ ഉദ്ധരിച്ചതുപോലെ നമ്മുടെ നാവിൽ തങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ ബുഖാരി നോളജ് ഫെസ്റ്റ്, അത് BKF-ൽ ഫാറൂഖ് നൈമുസ്താനോട് ഒരാൾ ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നുണ്ട്, മഹബ ടീറ്റ് ഒരു കോൺട്രവേഴ്സി സ്റ്റാറ്റസ് എന്നാണ്, സിറ്റുവേഷൻ എന്നാണ് തുടങ്ങിയേക്കുന്നത്. 1000+ ആയി ഉസ്താദിൻ്റെ മഹബ ടീറ്റ്.
5 ഭാഷകളിൽ ഡെയിലി അത് വരുന്നുണ്ട്. ഉസ്താദ് ശിഷ്യന്മാരെ കൊണ്ടാണോ അത് എഴുതിപ്പിക്കാറുള്ളത്? ഫാറൂഖ് ഉസ്താദിൻ്റെ ഒരു മറുപടി ഉണ്ട് അതിൽ. ഒരു ഹർഫ് പോലും ഞാൻ ആരെ കൊണ്ടും ഇതുവരെ അത് എഴുതിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ 1000 ദിവസം കഴിഞ്ഞു നഈം ഉസ്താദിൻ്റെ തലച്ചോറിലൂടെ ഇങ്ങനെ റസൂലുള്ളാഹ് കടന്നു പോകുന്നു. നമ്മളെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നോക്കി, അവരൊക്കെ ചെറുപ്പക്കാരനല്ലേ. നമ്മളെന്ത് നമ്മളോട് തന്നെ ചോദിക്കുക, നമ്മളെന്ത് ഈ ദീനിനെ അവിടുത്തെ ജാനിബിൽ വെച്ച് നോക്കുമ്പോൾ എന്ത് ഖിദ്മത്താണ് നമ്മളൊക്കെ എടുക്കണത്? ICFിൻ്റെയും RC-യുടെ ഒക്കെ KCF-ൻ്റെ ഒക്കെ സംഘാടകർ ആലോചിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ നടത്തുന്നൊക്കെ അവിടത്തേക്കുള്ളൊരു ഖിദ്മത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മഹബത്ത് അത് റൂഹുൽ ഈമാനാണ്, ഈമാന്റെ കാതലായ കാര്യമാണ്. ആ ഈമാൻ ഒരാൾക്കുണ്ട് എന്നുള്ളതിന് 11 അടയാളങ്ങൾ അയിമത്ത് എഴുതി വെക്കുന്നുണ്ട്. അതിൽ ഒരടയാളം എന്താണെന്ന് അറിയാം? നസ്റു ദീനിഹി ബിൽ ഖൗലി വൽ ഫിഅൽ. അവിടുത്തെ ദീനിന് നമ്മുടെ വാക്കുകൊണ്ടും ചിന്ത കൊണ്ടും കർമ്മം കൊണ്ടും സഹായിക്കുക. അതിനാണ് സംഘടനാ പ്രവർത്തകരാവുക എന്ന് മലയാളം. ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ, മദീനയിലെ അൻസ്വാറുകളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ് എന്ന് മാത്രമാണോ ആ ഹദീസിന്റെ അർത്ഥം? അല്ല. പിന്നെ അൻസ്വാറുകൾ എന്തുകൊണ്ടാണോ അൻസ്വാർ ആയത്, ആ കാരണം ആർക്കെല്ലാം ഉണ്ടോ അവരെല്ലാം സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ടല്ലേ സംഘാടകർക്ക് ഇത്രയും വലിയ മഹത്വം കിട്ടിയത്. നമ്മളൊക്കെ ആരാവണം എന്നാ പറയുന്നത്? ഈമാനുള്ളവരാവണം എന്നല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. പിന്നെ നമ്മളെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമായി മാറുന്ന അർത്ഥത്തിൽ നമ്മൾ ഉയരണം. ദീനിന്റെ സഹായികൾ ആരൊക്കെ ഉണ്ടോ അവരെയൊക്കെ സ്നേഹിക്കൽ ഈമാന്റെ ഭാഗമാണ്. അതുകൊണ്ടല്ലേ നമ്മുടെ വലിയ ഉസ്താദുമാരെ എക്സലൻസി മീറ്റൊക്കെ സംഘടിപ്പിക്കുന്നത്. അല്ലാതെ ഈ പ്രമാണിമാരോട് വ്യക്തിപരമായി വലിയ ഇഷ്ടമുള്ളതുകൊണ്ടാണോ? അല്ല. അവർ സ്ഥാപനത്തിന് തക്കാഫുല് നൽകുന്നവരാണ്, അവർ ICF-നെ സഹായിക്കുന്നവരാണ്, സംഘടനയെ സ്നേഹിക്കുന്നവരാണ്. അതുകൊണ്ട് ഹുബ്ബുൽ അൻസ്വാരി മിനൽ ഈമാൻ, നമ്മൾ അൻസ്വാറായി മാറണം. അതുകൊണ്ട് സംഘാടകരാവുന്നിടത്ത് നമ്മളൊക്കെ വിജയിക്കണം എന്ന ആമുഖത്തിൽ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ എൻ്റെ ആമുഖം അവസാനിപ്പിച്ചു. എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത്രമേൽ സ്നേഹിക്കപ്പെടുന്നത്? 6 കാരണങ്ങളാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അതിൻ്റെ അർത്ഥം അതിൽ പരിമിതമാണ് എന്നല്ല. അള്ളാഹുവിൻ്റെ 99 പേരുകൾ അസ്മാഉൽ ഹുസ്നയിൽ കാണുന്നു എന്നതുകൊണ്ട് 99 പേരേ ഉള്ളൂ എന്നല്ല, ആയിരക്കണക്കിന് പേരുകളുണ്ട്. സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 പേർ എന്ന് പറഞ്ഞാൽ ബാക്കി സ്വഹാബത്തൊക്കെ സ്വർഗത്തിൽ അല്ല എന്നല്ല, ആ 10 പേരെ എണ്ണി പറയുന്നു എന്ന് മാത്രം. സയ്യിദത്തു നിസാഇ അഹ്ലിൽ ജന്ന, സ്വർഗത്തിലെ പെണ്ണുങ്ങളുടെ ലീഡറാണ് ഫാത്തിമ ബീവി. അൻത മിൻ അഹ്ലിൽ ജന്ന എന്ന് വേറെയും കുറെ ആളോട് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ 6 കാരണങ്ങൾ പറയുന്നത് ഒരു പ്രസംഗത്തിന്റെ സമയപരിധിക്കുള്ളിൽ പറഞ്ഞു തീർക്കേണ്ട ചില പ്രധാനപ്പെട്ട 6 കാരണങ്ങൾ പറയുന്നു എന്ന് മാത്രം. 1, നമ്മൾ ഹിദായത്തിലെത്തണം, നമ്മൾ നന്നാവണം എന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ച ആളാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നന്നാവണം 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 എന്ന് എത്ര പേര് ആഗ്രഹിച്ചു എന്നറിയോ? തങ്ങളോട് അള്ളാഹ് എന്നെ പറഞ്ഞു, ഇത്ര റിസ്ക് എടുക്കാനൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല നബിയെ എന്ന അർത്ഥത്തിൽ അള്ളാഹ്ക്ക് എന്ത് പറയേണ്ടി വന്നു എന്നറിയോ? ലഅല്ലക ബാഖിഉൻ നഫ്സക, എന്തിനാ നബി ഇങ്ങനെ തടി നോക്കാണ്ട് പണിയെടുക്കുന്നത്? അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ റിസ്ക് എടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടോ നബിയെ? അങ്ങനെ പറയത്തക്ക വിധത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിച്ച ആളാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുണ്ടായ സന്ദർഭം ഭൂലോകത്ത് ജീവിക്കുമ്പോൾ ഏതാണെന്ന് വെച്ചാൽ അള്ളാനെ കണ്ട സന്ദർഭമാണ്. കാരണം ഒരാൾക്ക് ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവല് സ്വർഗത്തിലെത്തുമ്പോഴാണ്. സ്വർഗം തന്നെ മറന്നു പോകുന്ന ലോകത്ത് ഒരു നിമിഷം അള്ളാനെ കാണുമ്പോഴാണ്. അള്ളാനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു പോകുക അത്ര. അതിനാണ് വിസ്വാൽ എന്ന് പറയുക, അള്ളാഹുവിലേക്ക് എത്തിച്ചേരുക. അതാണ് ഔലിയാക്കൾ പരലോകത്തെത്തിയാലും മലക്കൾ സ്വർഗം വേണോ വേറെന്തെങ്കിലും വേണോ എന്ന് വെച്ചാൽ അവർ പറയും 2 റക്അത്ത് നിസ്കരിക്കാനുള്ള ചാൻസ് വേണം. സ്വർഗം എന്ത് സ്വർഗം? അതെ, സ്വർഗം എൻ്റെ ടേസ്റ്റ് അല്ലേ, 2 റക്അത്ത് അള്ളാഹുവിൻ്റെ ടേസ്റ്റ് അല്ലേ, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ പറയാം അവര്. സ്വർഗത്തിൽ എത്തിയാൽ അവരോട് മലക്കൾ, ഇവിടെയാണ് റുമ്മാൻ തോട്ടം. എന്ത് റുമ്മാൻ വേണ്ടേ? എന്നാ പിന്നെ വനഹലി, ഈന്തപ്പനത്തോട്ടം. എന്ത് ഈത്തപ്പനത്തോട്ടം? ഫ്രൂട്ട്സ് ഇഷ്ടമല്ലേ? എന്ത് ഫ്രൂട്ട്സ്? എന്ത് വെജ്?
എന്ത് ഹൂറുലീൻ? മലക്കൾ എന്നെ ചോദിച്ചു പോത്ര, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? വലൽ ഹൂർ വലൽ ഹിസാൻ, ഷാദുലി ബൈത്തിൽ നമ്മൾ ചൊല്ലാറില്ലേ, വലൽ ഹൂർ വലൽ ഹിസാൻ, എന്ത് ഹൂറുലീന്? അവരോട് ചോദിക്കും, പിന്നെ നിങ്ങൾക്ക് എന്താ വേണ്ടത്? അയിനല്ലാ, എൻ്റെ അല്ല എടുത്തോ, എനിക്ക് എൻ്റെ അള്ളാനെ കാണണം. അതാണ് അവരുടെ ഒരു മോഹം എന്ന് പറയുന്നത്. അയിനല്ലാ, അള്ളാഹുവിനെ ഒരാൾ കണ്ടാൽ സ്വർഗം തന്നെ മറന്നു. ശരിക്കും സ്വർഗം എന്ന് പറഞ്ഞാൽ ദുനിയാവ് മുഴുവൻ മറന്നു പോകും അത്രേ സ്വർഗം എന്ന് പറഞ്ഞാൽ. അതിനൊരു ഉദാഹരണം പറയാം. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസിന്റെ ഒരു മലയാളം പറയാം. ഒരാള് ഈ ഭൂമിയിൽ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചു. ഉദാഹരണം പറഞ്ഞാൽ അയാൾക്ക് 10 മക്കളുണ്ടായിരുന്നു, ഒന്നിച്ചല്ല. പിന്നെ ഒരു കുട്ടി ജനിക്കും, 2 മാസത്തിനുള്ളിൽ മരിക്കും. അങ്ങനെ 10 മക്കൾ മരിച്ചിട്ടുണ്ട്. അയാളും ഭാര്യയും. അങ്ങനെ അയാളെ ഭാര്യ ഒരു ആക്സിഡന്റിൽ മരിച്ചു. ഇയാൾ ക്യാൻസർ പിടിപെട്ടിട്ട് 8 കൊല്ലം വേദനന്റെ അങ്ങേയറ്റം എത്തിയിട്ട് മരിച്ചു. ജീവിതത്തിൽ ഒരു സുഖം എന്ന് പറയുന്ന ഒരു സാധനം അയാൾക്ക് ഉണ്ടായിട്ടില്ല. അയാളെ സ്വർഗത്തിൽ എത്തിച്ചാൽ സ്വർഗത്തിൽ ഫുള്ളല്ല, അയാളുടെ നാസിയത്ത് ഇവിടെ പിടിച്ചിട്ട് ജസ്റ്റ് സ്വർഗത്തിൽ ഒന്ന് മുക്കിയിട്ട് പുറത്തെടുത്ത്, അയാളെ മൂക്കിന് സ്വർഗം തട്ടിയിട്ടേ ഉള്ളൂ, സ്വർഗത്തിന്റെ ഒരു ആംബിയൻസ്. അയാളോട് ചോദിക്കും, അത്ര ആ സുഖം കിട്ടിയതിന് ശേഷം നിങ്ങൾ ദുനിയാവുന്ന വല്ല കഷ്ടപ്പാടും അനുഭവിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. സത്യം പറയും, ഇല്ല, ഒരു കഷ്ടപ്പാടും ഉണ്ടായിട്ടില്ല. ഇല്ല. മക്കളെ കൊണ്ട് ഭാര്യ, ശരീരം, അസുഖം, ഇല്ല, ഒന്നും ഇല്ല. അതെന്താ? സ്വർഗത്തിലെ 1 സെക്കൻഡിന്റെ മൈക്രോ സെക്കൻഡ് സുഖം ഇവിടെ തട്ടിയപ്പോൾ അയാൾക്ക് ഇതുവരെ അനുഭവിച്ച് മുഴുവൻ മറന്നു പോകും. സ്വർഗത്തിൽ ഒരു 1/2 സെക്കൻഡിന്റെ കഥയായി പറയണത്. അള്ളാഹു നമുക്ക് സ്വർഗം നൽകട്ടെ. ആ സ്വർഗം മറന്നു പോകുന്ന ഒരു നിമിഷം ലോകത്തുണ്ടെങ്കിൽ അള്ളാനെ കാണുമ്പോഴാണ്. അതാണ് തങ്ങളുടെ ഹയാത്ത് കാലത്ത് ഏറ്റവും കൂടുതൽ തങ്ങൾക്ക് സന്തോഷം ഉണ്ടായത്. ആ ഹയാത്ത് കാലത്ത് അള്ളാഹുവിനെ ഡയറക്റ്റ് കണ്ട സന്ദർഭത്തിൽ അത്തഹിയാത്തുൽ മുബാറക്കാത്തു സ്വലവാത്തു ത്വയ്യിബാത്തു ലില്ലാഹ്, എൻ്റെ പ്രിയപ്പെട്ട റബ്ബിനാണ് സർവ്വ അഭിവാദ്യങ്ങളും എന്ന് പറഞ്ഞപ്പോൾ ഡയറക്റ്റ് തങ്ങളോട് അസ്സലാമു അലൈക അയ്യുഹൻ നബിയു വറഹ്മത്തുള്ളാഹി വബറകാത്തു, എൻ്റെ പ്രിയപ്പെട്ട നബിക്ക് എൻ്റെ സലാം. അങ്ങനെ സ്വന്തത്തെ സ്വർഗത്തെ മറന്നുപോകുന്ന ആ ഘട്ടത്തിൽ ആ സലാം ഡയറക്റ്റ് കിട്ടിയപ്പോഴും തങ്ങൾ പറഞ്ഞ എന്താ പറയാ, വഅലാ ഇബാദില്ലാഹി സ്വാലിഹീൻ, എൻ്റെ പാവങ്ങളായ ഉമ്മത്തിനും നിന്റെ സലാം വേണം റബ്ബേ. കണ്ടോ, ഒരാളെ സ്വന്തത്തെ മറന്നു പോകുന്ന ഘട്ടത്തിൽ വരെ അനുയായികൾ ഓർത്തിട്ടുണ്ടെങ്കിൽ അത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ഇനി തങ്ങളുടെ ജീവിതകാലത്ത് ഏറ്റവും വിഷമുണ്ടായ സന്ദർഭം ഏതാണെന്നറിയാം? വഹിയൊക്കെ എത്തിത്തുടങ്ങി, ജിബ്രീലിനെ കണ്ടപാടുള്ള വേജാറുകളൊക്കെ പോയി. ആദ്യം സ്വപ്നത്തിലൊക്കെ വഹി വന്ന്, പിന്നെ ഉണർവിലും വന്ന് ആ ഭാഗമൊക്കെ തങ്ങൾക്ക് ക്ലിയറായി കൊടുത്ത്, പിന്നെ ജിബ്രീൽ അലൈഹി സ്വലാം കുറച്ച് ദിവസത്തേക്ക്, 16 ദിവസത്തേക്ക് എന്നൊരു റിപ്പോർട്ടുണ്ട്, മറ്റു ചില റിപ്പോർട്ടുകളും കാണാം. അങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാം വരാതിരുന്നപ്പോൾ മക്ക കാഫിരീങ്ങളും മറ്റും നബി തങ്ങളെ ട്രോളാൻ തുടങ്ങി, കളിയാക്കാൻ തുടങ്ങി. എന്താ കളിയാക്കിയത്? എന്താ പരിഹസിച്ചത്? മുഹമ്മദ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അവരുടെ ഭാഷയാണത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിഹസിച്ചിട്ട് അവർ പറഞ്ഞു, മുഹമ്മദ് നബിയെ അള്ളാഹു വിട്ടിട്ടുണ്ട്, അള്ളാഹു വിട്ടിട്ടുണ്ട്, അള്ളാഹു ഒഴിവാക്കിയിട്ടുണ്ട്, അള്ളാഹു പിണങ്ങിയിട്ടുള്ളത്. അങ്ങനെ നബി തങ്ങളെ കളിയാക്കിയപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമായി. വിഷമായി എന്ന് മാത്രമല്ല, ശരിക്കും തങ്ങൾക്ക് ജിബ്രീലിനെ കാണാൻ വേണ്ടി എപ്പോഴും ഇങ്ങനെ ആകാശ ലോകത്തേക്ക് നോക്കിയിട്ടുള്ളൊരു തേഴ്സ്റ്റി ആഗ്രഹമുണ്ട്. ഇവർ കളിയാക്കുകൂടി ചെയ്തപ്പോൾ തങ്ങൾക്ക് നല്ല വിഷമം വന്നു. ആ വിഷമത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് ജിബ്രീൽ അലൈഹി സ്വലാമിനെ കാണണം, വഹി എനിക്ക് കിട്ടണം എന്ന് വിചാരിച്ച് വളരെ വിഷമത്തിൽ ഇരിക്കുന്ന ഘട്ടത്തിലാണ് അള്ളാഹു തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ആയത്തും സൂറത്തും ഇറക്കിയത്. വദ്ദുഹാ, തങ്ങളെ ആ പ്രകാശിക്കുന്ന മുഖം തന്നെ സത്യം നബിയേ. വല്ലൈലി ഇദാ സജ, തങ്ങളുടെ വളരെ അഴകുള്ള ശഅറ മുബാറക്ക് തന്നെ സത്യം. മാ വദ്ദഅക റബ്ബുക്, തങ്ങളെ റബ്ബ് അള്ളാഹു തങ്ങളെ വിട്ടിട്ടില്ല. വമാ ഖല, അവര് പറയുന്ന പോലെ തങ്ങളോട് അള്ളാഹു പിണങ്ങിയിട്ടില്ല നബിയെ, തങ്ങൾ എന്തിനു ബേജാറാണോ? തങ്ങളോട് പിണങ്ങിയിട്ടൊന്നുമില്ല. മാ വദ്ദഅക റബ്ബുക്
വമഖല, തങ്ങളോട് പിണക്കുമില്ല, അള്ളാഹു തങ്ങളെ വിട്ടിട്ടുമില്ല. അങ്ങനെ തങ്ങൾ സമാധാനമായി എന്ന് എങ്ങനെയെങ്കിലും അള്ളാഹ് തങ്ങളെ സമാധാനിപ്പിക്കണം. ആ ടെൻഷനൊക്കെ മനസ്സിന്ന് പോക്കണം. അതിന് അള്ളാഹു കൊടുക്കുന്ന ഒരു ഓഫർ ഉണ്ട്. നിങ്ങൾ വലസൗഫ യുഅ്തീക റബ്ബുക്, തങ്ങളെ റബ്ബ് അള്ളാഹു തങ്ങൾക്ക് തന്ന് 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 ലാസ്റ്റ് തങ്ങൾ തന്നെ പറയും ഫതർല, മതി അല്ലാ, ഇത് എത്ര ഞങ്ങൾക്ക് തരുന്നതെന്ന്. അങ്ങനെ തങ്ങൾ പറയുന്നൊരു ഘട്ടം വരെ ഞാൻ തരും നബിയേ. ആ ചാൻസിൽ അള്ളാഹു തങ്ങളോട് ആ ഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അങ്ങനെ ഒരു ഓഫർ കൊടുത്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോട് എന്താ പറഞ്ഞതെന്നറിയോ? എനിക്ക് തന്ന് എന്നെ തൃപ്തിപ്പെടുത്താനാണ് നിന്റെ മോഹമെങ്കിൽ, എനിക്ക് തൃപ്തി ഉണ്ടാവണമെങ്കിൽ എൻ്റെ ഉമ്മത്ത് ആരും നരകത്തിലില്ലാണ്ടിക്കണം. അന്നേരം നമ്മളെ തന്നെ ഓർമ്മിച്ചത് കണ്ടോ? അന്നേരം നമ്മളെ തന്നെ ഓർമ്മിച്ചത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരവ് എപ്പോഴൊക്കെ ഉണ്ടാവുന്നോ അന്നൊക്കെ തങ്ങൾക്ക് ഉമ്മത്തിൻ്റെ കാര്യം പറയണ്ടാവുക. ആയിഷുമ്മ പറയുണ്ടല്ലോ, ഒരു രാത്രി എൻ്റെ കൂടെ കടന്നതായിരുന്നു തങ്ങൾ, കാണുന്നില്ല, പെട്ടെന്ന് പാതിരാത്രി എവിടെ പോയതായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ ജന്നത്തുൽ ബഖീലെത്തിയപ്പോൾ അവിടുന്ന് നിസ്കരിക്കുന്നുണ്ട്. എന്താണ് ഈ സ്പെഷ്യൽ നിസ്കാരം, എന്തെങ്കിലും സ്പെഷ്യലായി ചൊല്ലാനുണ്ടോ എന്ന് ഞാനിങ്ങനെ കാതോർത്തു. നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് നിസ്കാരത്തിലെ റുക്കൂയിലും സുജൂദിലും അത്തഹിയാത്തിലൊക്കെ തങ്ങൾ ഉമ്മത്തി ഉമ്മത്തി എന്ന് ദ്വാരക്കാണ്. ഞാൻ തന്നെ തങ്ങളോട് നിസ്കാരം കഴിഞ്ഞിട്ട് ചോദിച്ചു പോയി, ഉമ്മത്തിനെ കിട്ടുമ്പോൾ ഖുർആനും ദിക്റൊക്കെ മറന്നുപോയോ? അതിന് തങ്ങൾ തന്ന മറുപടി, ആയിഷു, ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കണതും ഖബറിൽ പോയാൽ ദ്വാരക്കണതും മഹ്ശറിലെത്തിയാൽ ആഗ്രഹിക്കണതും എൻ്റെ ഉമ്മത്തിൻ്റെ രക്ഷയാണ്. നമ്മൾ ജനിക്കുന്നതിന് മുമ്പ് നമുക്ക് ദ്വാരം തന്ന ആളാണല്ലോ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമുക്കാണല്ലോ ലോകത്ത് നമ്മളെ ഉപ്പാനേക്കാളും ഉമ്മാനേക്കാളൊക്കെ ആഗ്രഹം ഉണ്ടാവില്ലേ? എന്നാൽ നമ്മൾ സ്വർഗത്തിൽ പോകണമെന്ന് നമ്മുടെ ആഗ്രഹത്തേക്കാൾ നമ്മൾ സ്വർഗത്തിലെത്തണമെന്ന് ആഗ്രഹമുള്ള ആൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. അതാണ് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ നന്നാവണം എന്ന് ഇത്രമേൽ ആഗ്രഹിക്കുമ്പോൾ ഒരുപാട് കഷ്ടപ്പാടുകൾ തങ്ങൾ സഹിക്കേണ്ടി വന്നു. ഭ്രാന്തെന്നൊക്കെയല്ലേ ചീത്ത വിളി കിട്ടിയത്. ഒരാളെ കള്ളുകൂടിയൻ വ്യഭിചാരി എന്നൊക്കെ പറഞ്ഞാൽ ഒരു സ്പെസിഫൈ തെറ്റിൻ്റെ മേലുള്ള ട്രോളാണ്, ആക്ഷേപമാണ്, അല്ലെങ്കിൽ ഒരു റീപ്രൂഫാണ്. ഭ്രാന്തെന്ന് വിളിക്കുന്നതിൻ്റെ മേലെ ഒരു ചീത്ത ലോകത്തില്ലല്ലോ. കാരണം ഇനി തിരിച്ചെന്ത് പറഞ്ഞാൽ എനിക്ക് പിരാന്താന്നാണല്ല അതിൻ്റെ അർത്ഥം. അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. നമ്മൾ നന്നായി കിട്ടുന്ന സമയത്ത്, ഹിദായത്തിലാക്കാൻ ശ്രമിക്കുന്ന സമയത്ത് അതുവരെ തങ്ങൾ കേൾക്കേണ്ടി വന്നു. ആര്? അള്ളാഹു 100 പാർട്ടാക്കി ബുദ്ധിയെ, അതിൽ 99 തങ്ങളെ ബ്രെയിനിൽ അള്ളാഹു ഫിറ്റ് ചെയ്ത് കൊടുത്തത്. ഒന്നാണ് ലോകത്തെ മുഴുവൻ സയൻറ്റിസ്റ്റിനും ആർട്ടിസ്റ്റിനും മനുഷ്യന്മാർക്ക് കൊടുത്തത്. അത് മുഴുവൻ കിട്ടിയ തങ്ങൾ അതും കേൾക്കേണ്ടി വന്നു. സ്വർഗത്തിലേക്ക് ആദ്യം എടുത്തു വെക്കേണ്ട കാലിനാണ് ത്വായിഫുകാർ കല്ലെറിഞ്ഞത്. കണ്ടോ നിങ്ങൾ എന്തൊക്കെയാണ് വിട്ടത്? സ്വന്തം ഭാര്യയെക്കുറിച്ച് വ്യഭിചാരോപണം വരെ കേൾക്കേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ തങ്ങൾ സഹിച്ചിട്ടും തങ്ങൾക്കൊറ്റൊരാഗ്രഹമുള്ളൂ, എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം, എൻ്റെ ഉമ്മത്തൊന്ന് സ്വർഗത്തിലെത്തണം. കേട്ടോ, മഹ്ശറിൽ എല്ലാ നബിമാർക്കും സിംഹാസനങ്ങൾ വെച്ചു കൊടുക്കും. ഇവിടുന്ന് കഷ്ടപ്പാടിന് സഹിച്ചതിൻ്റെ ഒരു സന്തോഷം അവിടെ കിട്ടാൻ വേണ്ടിയിട്ട് എല്ലാ നബിമാരും അവരുടെ സിംഹാസനത്തിൽ ഇരുന്നാലും വബഖീതു മിമ്പരി, എൻ്റെ മിമ്പർ മാത്രം അവിടെ ബാക്കിയാവും. കാരണം ഞാൻ അവിടെ ഇരുന്നാൽ എൻ്റെ ഉമ്മത്തിന് ആരാ നോക്കാന്ന് എൻ്റെ പേടി. അതുകൊണ്ടാണ് സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ട് അതേ സിറാത്ത് വാലത്തിലൂടെ തങ്ങൾ തിരിച്ചു വരും. അത്രേ. എന്തിനാ? സിദ്ദീഖ്, നീ അവിടെ നോക്കിയിട്ട് വരുന്നവരൊക്കെ കേട്ട്. അങ്ങനെ ഉണ്ടല്ലോ ഈ കല്യാണ തിരക്കിനിടയിൽ ഉപ്പ നിസ്കരിക്കാൻ പോകുന്നൊരു പോക്കുണ്ട് മോളെ കല്യാണത്തിന്. മൂത്ത മോനെ അവിടെ അസൈൻ ചെയ്തിട്ട് ഞാൻ ഒന്ന് നിസ്കരിച്ചിട്ട് വരട്ടെ. എന്തിനാ തങ്ങൾ പോണത്? എന്നെ കാണാതെ എങ്ങാനും മലക്കൾ എൻ്റെ ഉമ്മത്തുനിന്ന് ആരെങ്കിലും പിടിച്ച് നരകത്തിലിട്ടാലോ? പ്രതീക്ഷയോടെ അവർ വരുന്നതല്ലേ. സ്വർഗം ഉദ്ഘാടനം ചെയ്തിട്ടും തങ്ങൾ സ്വർഗത്തിലിരിക്കൂലത്രേ. തദ്കിറത്തുൽ മുഹിബ്ബീനിൽ കാണാം. ഈ നബിനെ സ്നേഹിക്കാൻ ഇനി വേറെ ആയത്തും ഹദീസൊക്കെ വേണം, ഇനി വേറെ വല്ല തെളിവും വേണം. നിങ്ങൾ ആലോചിച്ച് നോക്കി. അതാണ് ഖസീദത്തുൽ ബുർദയിൽ നിങ്ങൾ കേട്ടില്ലേ, അഹല്ല ഉമ്മത്തുഹു ഫീ ഹിർസി മില്ലത്തിഹി കലൈസ ഹല്ല മഅൽ അശ്ബാലി ഫീ അജമി. സിംഹക്കുഞ്ഞിനെ, സിംഹത്തിൻ്റെ തള്ള, ആ കുഞ്ഞുങ്ങളുടെ തള്ള എങ്ങനെ സംരക്ഷിക്കുന്നു അത്രയും വലിയ സംരക്ഷണമാണ്. ബുർദ അതിന് വലിയ ആഖ്യാന ശക്തിയോടുകൂടിയാണ് ആ ഉദാഹരണം കൊണ്ടുവന്നത്.
സിംഹത്തിന് കൂടുതൽ ശക്തിയും ഭയങ്കരമായിട്ട് സ്വത്വബോധം ഉണ്ടാവില്ല എപ്പോഴാന്ന് വെച്ചാൽ കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ്. അത് കാട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞുങ്ങളുടെ കൂടെയാണെങ്കിൽ പിന്നെ പറയാനുമില്ല. ആ സംരക്ഷണമാണ് തങ്ങൾ ഉമ്മത്തിനോട് സംരക്ഷണം ഉണ്ടായിരുന്നത്. അതാണ് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. രണ്ടാമത്തെ കാരണം, ബാക്ക്വേർഡായ കുട്ടികളെ ടീച്ചേഴ്സ് ഒരു സ്പെഷ്യൽ ക്ലാസ് എടുത്തും സ്പെഷ്യൽ എക്സാം നടത്തിയും സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്തിട്ടൊക്കെ അവരെ ഒന്ന് ഫോർവേഡ് ആക്കാൻ വേണ്ടി, മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. ഉറപ്പാണത്, തീർച്ചയായിട്ടും ശ്രമിക്കും. അവർക്ക് സ്പെഷ്യലായിട്ട് 6 മണി വരെ മദ്രസ പൊതുപരീക്ഷ കുട്ടികൾ. ആ മൂന്നാൾക്ക് എന്തിനാ പ്രത്യേകിച്ച് എടുക്കുന്നത്? അവരോട് ഫീസൊന്നും വാങ്ങുന്നില്ലല്ലോ. സ്പെഷ്യലി വേണ്ട, അവർക്ക് ഒരു ലേണിംഗ് ഡിസബിലിറ്റി, ഒരു അക്ഷരം ശരിക്കും ക്ലിയർ അല്ല, അല്ലെങ്കിൽ പഠനത്തിൽ ചെറിയ വൈകല്യമുണ്ട്. അതുകൊണ്ടാണ് അവരെ ശരിപ്പെടുത്താൻ ഈ ഉസ്താദ്, ഈ ടീച്ചർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടീച്ചർ അധ്വാനിക്കുന്നു. പലരും ആക്ഷേപിക്കുന്നത് ഇങ്ങനെയൊന്നും റിസ്ക് എടുക്കണ്ടല്ലോ, എന്തിനാ ടീച്ചറെ, എന്തിനാ സദർ ഉസ്താദ് ഇങ്ങനെയൊക്കെ റിസ്ക് എടുക്കുന്നത് എന്ന് അവർ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും ഈ ടീച്ചർ, ഈ ഉസ്താദ് ഈ കുട്ടികൾക്ക് വേണ്ടി മരിച്ചു പണിയെടുക്കുകയാണ്. എന്നിട്ട് കുട്ടികൾ മദ്രസൻ്റെ പുറത്തിറങ്ങിയിട്ട് ഉസ്താദിൻ്റെ ചെരുപ്പ് ഒളിപ്പിച്ചു, ഉസ്താദിൻ്റെ ബൈക്കിൻ്റെ കാറ്റഴിച്ചു, അല്ലെങ്കിൽ ടീച്ചറുടെ സാരിക്ക് മഷിക്കുപ്പി തന്നെ ഇറങ്ങും. അപ്പോൾ ബാക്കി സഹാധ്യാപകരും കൂടുള്ളവരൊക്കെ പറഞ്ഞു, കിട്ടിയില്ലേ, പോരെ, ഇത്ര നാളും കഷ്ടപ്പെട്ടതിന് കിട്ടിയില്ലേ, ഈ പിള്ളേരല്ലേ ശരിയാക്കാൻ നോക്കിയത് എന്ന് വീണ്ടും വീണ്ടും ചോദിച്ചു. അപ്പോൾ എന്തായിരിക്കും പൊതുവിൽ ഉത്തരം ഉണ്ടാവുക? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ശരിപ്പെടുത്താൻ വേണ്ടി പല സമയത്ത് ശ്രദ്ധിക്കുന്ന സമയത്തും, അവർ കല്ലെറിഞ്ഞും കൂക്കി വിളിക്കുന്ന സമയത്ത് ത്വായിഫുകാർ കല്ലെറിഞ്ഞപ്പോൾ മലക്കൾ സെറ്റായിട്ട് വന്നിട്ട് ചോദിച്ചില്ല, ഈ പർവ്വതം അവരുടെ തലയിലിടട്ടെ, മഷിക്കുപ്പി എറിഞ്ഞ കുട്ടികൾ ടീച്ചർക്കെതിരെ. അന്നേരം എന്താ പറയണത്? വേണ്ട, പാവങ്ങളല്ലേ, അല്ലാഹുമ്മ ഹ്ദി ഖൗമി, കുട്ടികളാണ് അവർ, ഫഇന്നഹും ലാ യഅലമൂൻ, അവർ അറിവില്ലാത്തതുകൊണ്ടാണ്. ഇങ്ങനെയുള്ള ഒരു നബിനെ എങ്ങനെ ഇപ്പോൾ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുക? ഉദാഹരണം പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് ഒരുപാട് നേരം കരഞ്ഞു പോയിട്ടുണ്ട്. തങ്ങൾ കരഞ്ഞതിനെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട്, മവാഖിഫുൻ ബഖാ ഫീഹൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നാണ് ആ കിതാബിന്റെ പ്രമേയം. അതിൽ പറയുന്നുണ്ട്, ഏറ്റവും ദീർഘനേരം തങ്ങൾ കരഞ്ഞ ഒരവസരം ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ്. കാരണം ഹംസ റളിയല്ലാഹു അൻഹു നബി തങ്ങളുടെ അത്താണിയാണ്. കൂടെ നിൽക്കുന്നിടത്തും ചിലരുണ്ടാവില്ല, എല്ലാ പദ്ധതിക്കും കൂടെ ഉണ്ടാവും. അങ്ങനത്തെ ഒരാളാണ് സയ്യിദുനാ ഹംസ ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു അൻഹു. ആ ഹംസ റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന ഒരു ഘട്ടം എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ, വഹ്ശി എന്നവർ ചാട്ടൂളി എറിയാണ്. ചാട്ടൂളി കറങ്ങി കറങ്ങി മഹാനവറുകളുടെ ശരീരത്തിലേക്ക് തട്ടി മഹാനവറുകൾ പെടഞ്ഞു വീണു. ശത്രുക്കൾ നേരത്തെ തന്ത്രം മന്നത് പ്രകാരം ഓടി വന്നിട്ട് വിറച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പിടച്ചുകൊണ്ടിരിക്കുന്ന ഹംസ തങ്ങളുടെ കയ്യും കാലും ചവിട്ടി. അതെന്തിനാ സംഭവിക്കുന്ന വെച്ചാൽ, ഈ വേദന കുറച്ചെങ്കിലും ഒരു ആശ്വാസത്തിലേക്ക് എത്തുക. വേദന പോക്കല്ല, ഒന്ന് വിറക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടിയാൽ ഉണ്ടാകുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു ആശ്വാസം, അതുപോലും അനുവദിച്ചു കൊടുക്കേണ്ടതെന്ന് അവരുടെ തിട്ടൂരം. അതിങ്ങനെ ചവിട്ടി പിടിച്ചിട്ട് വലിയ കത്തി എടുത്തിട്ട് ഹംസ റളിയല്ലാഹു ജീവനോടെ കഴുത്തിറക്കുകയാണ്. അതേ സമയത്ത് തന്നെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഹംസ തങ്ങളുടെ കഴുത്ത് മുതൽ പൊക്കിൾ വരെ വലിച്ചു കീറുകയാണ്. എന്നിട്ടാണ് ഇത് വലിച്ചു കീറിയിട്ട് ഹിന്ദ് കരൾ ചവച്ച് തുപ്പണത്. നബിതങ്ങൾ ഇത് കാണല്ലേ എന്ന് സ്വഹാബത്ത് പലരും ആഗ്രഹിച്ചിരുന്നു. തങ്ങളത് കാണുകയും ഒരുപാട് നേരം കരയുകയും ചെയ്തിട്ടുണ്ട്. ആ കരച്ചിൽ എത്ര നേരം എന്ന് പറഞ്ഞാൽ, അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത്, എത്ര നേരം അവിടുന്ന് കരയണത്. കരച്ചിലിന്റെ ഇടയിൽ തങ്ങൾ പറയുന്നുണ്ട്, യാ ഹംസ യാ അമ്മൽ മുസ്തഫ യാ കാശിഫൽ കുർബാത്ത്, എൻ്റെ പ്രശ്നം തന്നെ പരിഹരിച്ചായിരുന്ന ആളല്ലേ നിങ്ങൾ പോയാൽ എനിക്ക് ആരാ ഉള്ളതെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിതുമ്പാണ് തങ്ങൾ. എത്ര നേരം കരഞ്ഞത്. ഈ വേദന എത്രത്തോളം ഉണ്ടെന്ന് പറഞ്ഞാൽ, കുറേ കാലത്തിന് ശേഷം വഹ്ശി എന്നവർ ഇസ്ലാമിലേക്ക് വന്നപ്പോൾ തങ്ങൾ പറയുന്നുണ്ട്, വഹ്ശിൻ്റെ ഇസ്ലാമല്ലോ ഒക്കെ, പക്ഷെ എൻ്റെ ഡയറക്റ്റ് മുന്നിൽ നിൽക്കരുത്, എൻ്റെ ഹംസ തങ്ങൾ എനിക്ക് ഓർമ്മ വരുന്നു, മോനാ എൻ്റെ മുമ്പിലേക്കല്ലേ കേട്ടോ. അത് അത്രയും തങ്ങളെ മനസ്സ് പിടിച്ച് കുലുക്കിയ വേദനയായിരുന്നു. അതാണ് അതിൻ്റെ കാരണം. ശരിക്കും ഈ വഹ്ശിക്ക് എല്ലാവിധ ഓഫറും കൊടുത്തിട്ട് കൊല്ലാൻ ഏൽപ്പിക്കുന്നത് ഹിന്ദ് എന്ന പെണ്ണാണല്ലോ. മക്കം ഫതഹിന്റെ അന്ന് യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജ, എല്ലാവരും ഗ്രൂപ്പുകളായിട്ട് ഇസ്ലാമിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ
സ്ത്രീകൾ കുറേ ആളുണ്ട് ഇസ്ലാമിലേക്ക് വരുന്നത് എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ പറഞ്ഞു അവരോടൊക്കെ ഒന്ന് ബൈഅത്ത് ചെയ്യണമല്ലോ, അവരോട് കരാറ് പറയണമല്ലോ, ഇസ്ലാമിന്റെ കണ്ടീഷൻസ് ഒക്കെ പറയണമല്ലോ. യെസ്, അതുകൊണ്ട് മറന്റെ അപ്പുറത്ത് അവർ നിൽക്കട്ടെ. ആ ഇനി ഉബായിക്കുന്ന ഓ ഉമ്മമാരെ, നിങ്ങളോട് ചില കരാർ ഞാൻ പറയാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു പെണ്ണ് അവിടുന്ന് ട്രോളി കൊണ്ട് ചോദിച്ച്, അതെന്താ ആണുങ്ങൾക്ക് ഇല്ലാത്തത് പെണ്ണുങ്ങൾക്ക് മാത്രം? അതങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ, ഒരു വേർതിരിവ്, അതങ്ങനെ? തങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അല്ല യുശ്രിക്കിനബില്ല, നിങ്ങൾ ആരും ഷിർക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ് പിന്നെയും ഷിർക്ക് ചെയ്യുമെങ്കിൽ പിന്നെ ഇസ്ലാമിലേക്ക് വരണോ? ഇതിന്റെ പിന്നെ കാര്യമായിട്ട് അങ്ങനെ കണ്ടീഷൻ വെക്കണത്? തങ്ങളൊന്നും വേണ്ടിയില്ല. ഔലാദഹുന്ന, ജാഹിലിയ കാലത്തിലെ കൾച്ചർ ഉണ്ടാവരുത്, കുട്ടികളെ കൊല്ലരുത്. അപ്പൊ ആ പെണ്ണ് വീണ്ടും കാര്യമായിട്ട് നമ്മൾ കുട്ടികളെ പ്രസവിച്ച് പോറ്റി പാലൂട്ടിയിട്ട് പിന്നെ കുട്ടികളെ നമ്മൾ കൊല്ലോ? എന്തൊരു മണ്ടത്തരങ്ങൾ പറയണത്? തങ്ങളോടായി പറയണത്. സർവ്വസൈന്യാധിപനായിട്ട് ഇപ്പോ മക്കം ഫതഹ് എന്ന് പറഞ്ഞ ജയിച്ചടക്കിയ നിമിഷമാണ്, മൊമെന്റാണ്. തങ്ങളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. യസ്രിഖ്ന, മോഷണം നടത്തരുത് എന്ന് പറഞ്ഞപ്പോൾ ആ പെണ്ണിന്റെ ട്രോളിന്റെ ഒരു സ്ലാങ് ട്വിസ്റ്റായി. ഭർത്താവ് ചെലവിനിരുന്നില്ലെങ്കിൽ കീശേന്ന് പണം പൊക്കാൻ പറ്റുമെന്ന് വെച്ചു. അതിന്റെ മസാല തങ്ങൾ പറഞ്ഞിട്ട് പിന്നെ അടുത്തയിലേക്ക് പോയി. യസ്നീന, വ്യഭിചരിക്കരുത് എന്ന് പറഞ്ഞു. അപ്പൊ ആ പെണ്ണ്, നമ്മളെന്താ അടിമ പെണ്ണുങ്ങളോ? ആരുടെങ്കിലും പോയി കൂടെ കിടക്കാൻ? നമ്മൾ സ്വതന്ത്ര അഭിമാന ബോധമുള്ളവരല്ലേ, നമ്മളിങ്ങനെ വ്യഭിചരിക്കുക? ഇങ്ങനെ ചോദിക്കുന്നതിനും പറയുന്നതിനും ഒക്കെ ഇങ്ങനെ ട്രോൾ വർത്താനം പറഞ്ഞപ്പോൾ തങ്ങൾ ലാസ്റ്റ് ചോദിച്ചു, ഈ ചോദിക്കുന്നത് ഹിന്ദ് എന്ന പെണ്ണാണോ? അതെ, ഹിന്ദ് തന്നെയാണ്. എന്താ പ്രശ്നമുണ്ടോ? എൻ്റെ ഇസ്ലാം സ്വീകരിക്കൂലേന്ന് ചോദിച്ചു. ആരാ? ഇളയപ്പാനെ കൊന്നളേ. തങ്ങൾ പറഞ്ഞു, പാവമുത്തുനബി പറഞ്ഞു സ്വീകരിക്കുമല്ലോ, എന്ത് പ്രശ്നം, സ്വീകരിക്കും. ഈ നബിനെ എങ്ങനെയാ ഹിന്ദിന് സ്നേഹിക്കാതിരിക്കുക? എങ്ങനെ സ്നേഹിക്കാതിരിക്കുക? ഈ തങ്ങളെ എങ്ങനെ ഒരാൾ ഇഷ്ടപ്പെടാതിരിക്കുക? പറയും. അതിന് വേറെ തെളിവൊക്കെ വേണം. എന്തൊരു വിശാല മനസ്സാണ് അവിടുത്തെ. ഖുർആൻ തന്നെ ചോദിച്ചല്ലോ, അലം നശ്റഹ് ലക സദ്റക, ഭൂമിയേക്കാൾ വിശാലമാക്കി തന്നില്ല നബിയെ തങ്ങളുടെ ഖൽബ് എന്ന്. എന്താ ചോദ്യം നോക്കി നിങ്ങൾ. ഭൂമിയേക്കാൾ വിശാലമാക്കി തന്നില്ല നബിയെ തങ്ങളുടെ ഖൽബ് എന്ന്. ഖൽബുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കൊല്ലാൻ വേണ്ടി വന്നവർക്ക് സ്വർഗം കൊടുക്കുന്ന ആളാ തങ്ങൾ. എത്ര പേരാ തങ്ങളെ കൊല്ലാൻ വേണ്ടി വന്ന്? തങ്ങളുടെ ജീവിതകാലത്ത് 29-ലധികം തവണ വധശ്രമം നടന്നിട്ടുണ്ട്. അവർക്കൊക്കെ തങ്ങൾ കൊടുത്തത് സ്വഹാബി എന്ന പോസ്റ്റാണ്. എത്ര ചരിത്രങ്ങളുണ്ട്. അപ്പൊ അബദ്ധങ്ങൾ എന്ന് പറഞ്ഞാല് ഹിദായത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന സമയത്ത് ആരെങ്കിലെല്ലാം മുടക്കം നിൽക്കുമ്പോഴും അവരെ നന്നാക്കാൻ പിള്ളേരാണ് റബ്ബേ. ഫഇന്നഹും ലാ യഅലമൂൻ, അവരറിവില്ലാത്തവരല്ലേ. ത്വായിഫുകാരോടൊക്കെ വേണമെങ്കിൽ എന്തൊക്കെ എതിരെ ദ്വാരക്ക. അടുത്തൊരു തലമുറ നന്നായാലോ എന്നാണ് തങ്ങൾ പറയണത്. കാരണം 3, പൊതുവില് നമ്മുടെ മുന്നിൽ നിന്ന് എന്തെങ്കിലും കുറവുകൾ സംഭവിച്ച ആളെ നമ്മൾ മാറ്റി നിർത്തും. അത് കമ്പനിയിൽ നിന്നായാലും സംഘടനയിൽ നിന്നാണെങ്കിലും അകറ്റി നിർത്തും. പൊതുവിൽ മിസ്റ്റേക്ക് സംഭവിച്ച ആളെ, അല്ലേ? പൊതുവിൽ അങ്ങനെയാണ് സാധാരണ ഉണ്ടാവുക. തങ്ങളെ മുമ്പിൽ നിന്ന് ആർക്കെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചാലുള്ള ഒരു കെമിസ്ട്രി ഒന്ന് പഠിച്ചു നോക്കിയാൽ ശരിക്കും നമ്മൾ തോറ്റുപോകും. ശരിക്കും മുആവിയത്ത് ബിനുൽ ഹക്കം റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഞാൻ ഇസ്ലാമക്ക് വന്നപാട് സ്വഹാബത്തിന്റെ കൂടെ തങ്ങളുടെ കൂടെ നിസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിസ്കാരത്തിൽ തുമ്മി. അപ്പൊ അയാൾ അൽഹംദുലില്ലാ പറഞ്ഞു. നിസ്കാരത്തിൽ തുമ്മി അൽഹംദുലില്ലാ പറയൽ സുന്നത്തുണ്ട്. ഫാത്തിഹന്റെയോ തുടർച്ച നിബന്ധനയുള്ള കൗലിയായ ഫീലിന്റെ ഇടയിലാണെങ്കിൽ റീസ്റ്റാർട്ട് ചെയ്യണം, ആദ്യം മുതലേ ഫാത്തിഹ ഓതണം, സുന്നത്തുണ്ടല്ലോ. അപ്പൊ അൽഹംദുലില്ലാ പറഞ്ഞാൽ ഇർഹമുക്കല്ലാഹ് സുന്നത്താന്ന് എനിക്ക് അറിയുന്നോണ്ട് തന്നെ നിസ്കാരത്തിൽ അത് പറയരുത് എന്ന് ഈ സ്വഹാബിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ പറഞ്ഞ നിസ്കാരം ബാത്തിലോ. ഈ സ്വഹാബി ഇർഹമുക്കല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ സ്വഹാബത്തൊക്കെ മുആവിയത്ത് ബിനുൽ ഹക്കം പറയാം, എന്നെ ബാക്കിയുള്ളവരൊക്കെ ഒന്ന് തുറച്ചു നോക്കുന്ന പോലെ എനിക്ക് ഫീലായി. ഇതെന്താടാ നിസ്കാരത്തിൽ ഇങ്ങനെ എന്നുള്ള അർത്ഥത്തിലായപ്പോ ഞാൻ അറിയാണ്ട് പിന്നെയും പറഞ്ഞുപോയി, എന്താ നിങ്ങൾ എന്നെ നോക്കുന്നു, അങ്ങനെ പറഞ്ഞുപോയി. അപ്പൊ സ്വഹാബത്ത് തൊടന്റെ മേലെ പിന്നെ കൈയടിച്ചിട്ട് പറഞ്ഞു, കൈയടിച്ചിട്ട് എന്നെ പിന്നെ സൈലന്റ് മൂഡിലേക്ക് എത്തിച്ചു. നിസ്കാരം കഴിഞ്ഞപ്പോൾ ഒരു അടി എനിക്ക് പ്രതീക്ഷയുണ്ട്. നിസ്കാരം കഴിഞ്ഞ് എല്ലാവരും ഇങ്ങനെ എന്നെ തുറച്ചു നോക്കുമ്പോൾ ഫദാനി എന്നെ വിളിച്ചു. ഫദാനി എന്നെ വിളിച്ചു. ആരെന്ന് പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നെ വിളിച്ചാളൊന്ന് പറയുന്നതാണ് ഈ സ്വഹാബി. ഫബി അബി ഹുവ ഉമ്മി, എൻ്റെ ഉപ്പാനും ഉമ്മാനും വിറ്റാ കിട്ടൂല, അങ്ങനത്തെ ഒരാളെ എന്നെ വിളിച്ചത്. ആര്? മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാ റഅയ്തു മുഅല്ലിമൻ ഖബ്ലഹു വലാ ബഅദഹു,
അഹ്സന തഅലീമ മിൻഹു, ഇങ്ങനെ ഒരു നല്ല അധ്യാപനം നടത്തിയ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്നെ അടുത്തേക്ക് വിളിച്ചിട്ട്, മോൻ മുആവിയ കൊണ്ടുവാ, ഫവല്ലാഹി മാ കഹറനി വല ലറബനി വല ശതമനി, എന്നെ അടിച്ചിട്ടില്ല, ചീത്ത വിളിച്ചിട്ടില്ല, ആക്ഷേപിച്ചിട്ടില്ല. എന്നോട് പറഞ്ഞു, മോനെ നിസ്കാരല്ലേ, നിസ്കാരത്തിൽ ദിക്ർ, തസ്ബീഹ്, ഖുർആന് അക്കെല്ലാം ഉണ്ട്, സംസാരം പറ്റില്ല. കണ്ടോ? ഈ ചരിത്രം ഈ ഉമ്മത്തിനോട് ആരാ പറഞ്ഞു കൊടുക്കുന്നറിയാം? ഈ സ്വഹാബി തന്നെ വലുതായിട്ട് പറഞ്ഞു കൊടുക്ക, എനിക്കിങ്ങനെ പണ്ട് സംഭവം ഉണ്ടായിരുന്നു, എനിക്കിങ്ങനെ തിരുത്തി തന്നത് വിശ്വഗുരു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പള്ളിയിൽ മൂത്രമൊഴിച്ച ഒരു അറാബി, ബാല അറാബിയുൻ ഫി മസ്ജിദിൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പള്ളിയിൽ മൂത്രമൊഴിച്ചു. അപ്പൊ സഹാബത്തൊക്കെ ഓടിക്കാൻ ശ്രമിച്ചപ്പോ തങ്ങള് ചെയ്യരുത്, അങ്ങനെ തന്നെ എടുത്ത് പുറത്തേക്ക് ഇടുന്നല്ലേ വേണമെങ്കിൽ പറയേണ്ടത് അല്ലേ? അങ്ങനെ തന്നെ എടുത്ത് പുറത്തേക്ക് ഇട്ടേ അല്ലേ? തങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. നോക്കണം, ആ ഇടപെടൽ നോക്കണം. നിങ്ങള് മൂത്രൊഴിച്ച് തീരട്ടെ എന്നാ തങ്ങൾ പറയുന്നത്. എവിടെ നമ്മളെ നാട്ടിലെ പള്ളിയിലല്ല, മദീനത്തെ പള്ളിയിലാണ് പറയണത് മൂത്രൊഴിച്ച് തീരട്ടെ. മൂത്രൊഴിക്കുന്ന ഭാഗത്തേക്ക് തങ്ങൾ കരീമായ തങ്ങൾ നോക്കൂലല്ലോ, ഉറപ്പല്ലേ? അതെ, ഇങ്ങോട്ടേക്ക് ഒരു 1.5 മിനിറ്റ് നമുക്ക് കണക്കൂട്ടാം, 1 മിനിറ്റ് കൂട്ടാം, തീർന്നു. എന്നിട്ടാണ് പിന്നെ അടുത്ത്. ഈ 1 മിനിറ്റ് നമുക്ക് ഇല്ലാതെ പോയതാണ് പലരും നമ്മളിൽ നിന്ന് അകന്നു പോകാനുള്ള ഒരു കാരണം. നമുക്ക് പിറ്റേത്തെ ജുമാക്ക് തന്നെ പ്രസംഗിക്കണം, അല്ലെങ്കിൽ ജനറൽ ബോഡിക്ക് ആ ചോദ്യം ചോദിച്ചിരിക്കണം. അതാണ് നമ്മുടെ ഒരു 110 എന്ന് പറഞ്ഞത്. അതൊക്കെ ഒന്ന് നിർത്തിയിട്ട് 1500 വസന്തം നമ്മുടെ കൽവിലേക്ക് കൂടി കൊണ്ടുവരണം. എന്താണ് അതിന് കാരണം എന്ന് പറയുക? ഷറഹ് മുസ്ലിമിന്റെ അതിഗംഭീരായ ഇന്റർപ്രിട്ടേഷൻ ഉണ്ട് അവിടെ. 2 വ്യാഖ്യാനങ്ങൾ ഷറഹ് മുസ്ലിം പറയുന്നുണ്ട്. ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നെന്താ പറയുക, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ പെട്ടെന്ന് ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും എന്ന് പറഞ്ഞാല്, മൂപ്പരുടെ മോളെ കല്യാണത്തിന്റെ തലേന്ന് കള്ള് വിതരണം ഉണ്ടായിന്ന് ജുമാക്ക് ശേഷം പ്രസംഗിച്ചാൽ മഹല്ല് മൊത്തം അറിയുമെന്ന്. ഇപ്പം പള്ളീൻ്റെ ഒരു സൈഡിൽ മാത്രമല്ലേ മൂത്രമുള്ളൂ, മഹല്ല് മൊത്തം അറിയണ്ടല്ലോ. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് റീസൺ. സെക്കൻഡ് വൺ, അതാണ് ടോപ്പട്ട. രണ്ടാമത്തത്, മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ അയാൾ മൂത്രം ഇങ്ങനെ വലിക്കും, പിന്നെ അയാളെ മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യത ഉണ്ട് എന്ന് പറഞ്ഞാൽ ഇനി മേലാൽ നമ്മളെ പള്ളിയിൽ അയാൾ വരാതിരിക്കാൻ സാധ്യത ഉണ്ട്. തൽക്കാലം 110 നിർത്തിയിട്ട് ഒരു 70, 60 പോകേണ്ട കാലമാണിപ്പോൾ. കാലത്തിനനുസരിച്ച് ദഅവത്ത് നടത്തണം നമ്മൾ. പണ്ട് നമ്മൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും തീരെ സ്പിരിറ്റ് ഇല്ല എന്നുള്ള വർത്തമാനമൊക്കെ ഒന്ന് നിർത്തിയിട്ട് ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ കാലം മാറിയിട്ടുണ്ട്. നമ്മുടെ ദഅവത്തിന് കുറെ കൂടി റിസൾട്ട് കൊണ്ടുവരണം. അതാണ് അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു പറയണ്ടല്ലോ. എന്ത്, ഞാൻ വിഷയത്തിൽ നിന്ന് മാറല്ലോ, ഒറ്റൊരു പോയിന്റിലേക്ക് പോയിട്ട് തിരിച്ചു വരാം. അലിയുൽ ഖവാസ് റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞാൽ ഇമാം ഷഹറാനി റളിയല്ലാഹുവിന്റെ ഉസ്താദാണ്. തെറ്റുകാരായ ആൾക്കാരെ നമ്മൾ വേഗം കൂട്ടുകാരാക്കണം. കൂട്ടുകാരാക്കി കഴിഞ്ഞുള്ള ഒരു മെച്ചം എന്ന് വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് അവർ സ്വീകരിക്കും. അതാണ് അതിൻ്റെ മെച്ചം. ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പലപ്പോഴും ഉണ്ടാകുമ്പോൾ, കോഴിക്കോട് തിരൂരൊക്കെ ഉണ്ടാകുമ്പോൾ ചില ചെക്കന്മാരൊക്കെ വലിയ മുടി അല്ലെങ്കിൽ കുറേ മോതിരമൊക്കെ ഇട്ടിട്ടുള്ള ചില ചെക്കന്മാരൊക്കെ വന്നിട്ട് അവർ, ഉസ്താദ് മറ്റേ ആ യൂട്യൂബെല്ലാം നടത്തുന്ന ഉസ്താദ്. ഞാൻ നടത്തുന്നില്ല. നടത്തുന്നില്ല, എന്ത് സംഭവം ഉസ്താദ്? ഇൻസ്റ്റയിൽ. അതെ, എനിക്കറിയാം ശേഷം ഇവരെന്താ പറയാൻ പോണത്. നമ്മളെ ട്രെയിനാണെങ്കിൽ ലേറ്റ് വന്നു. ഒരു സെൽഫി എടുത്തോട്ടെ, എടുത്തോളൂ. സെൽഫി എടുത്ത് കഴിഞ്ഞ് ദെൻ അവരോട് പറയാം, മോൻ്റെ ഈ റിങ് 3 ഉണ്ടല്ലോ, ചെറുവിരലിനേലും മോതിരം സുന്നത്തുള്ളൂ, ബാക്കിയുള്ളിടത്ത് പ്രബല അഭിപ്രായം അനുസരിച്ച് കറാത്ത്, ഹറാമൊന്നും അഭിപ്രായമുണ്ട്. വേണ്ട അല്ലേ? ഊരിയാൽ പ്രശ്നമോ ഇല്ല. ഈ ഊരാൻ എങ്ങനെയാ നമുക്ക് അവരിൽ എൻട്രൻസ് കിട്ടിയെന്ന് വെച്ചാൽ ഒരു സെൽഫിക്ക് ചാൻസ് കൊടുത്തോണ്ടാവും. ആദ്യം അവരിലേക്ക് നമ്മൾ പ്രവേശിക്കുക. എനിക്കിപ്പോൾ അടുത്തൊരു അനുഭവം ഉണ്ടായി, ഞാൻ പറയാം. ഇവിടെ സബ്ജക്റ്റിന് വലിയ പ്രാധാന്യമൊന്നുമില്ല കേട്ടോ, ഞാൻ എന്നുള്ളതിന് ഒരു പ്രാധാന്യമില്ല, മറിച്ച് നമ്മുടെ ഒരു ദഅവത്ത് എന്ന ഏരിയ വെച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ അടുത്ത് നമ്മുടെ മലബാർ ജില്ലകളിലുള്ള ഒരു ജില്ലയിൽ ഒരു ക്ലാസ്സിന് പോയി, സംഘടനാ ക്ലാസ് കഴിഞ്ഞ് ഒരു കുട്ടി, ഒരു വലിയ മുടിയുണ്ടാകും കുട്ടിക്ക്, ഒരു ഭയങ്കര അസ്വസ്ഥത കണ്ടപ്പോൾ തന്നെ. പക്ഷെ അത് ക്ലാസ് എന്ന് പറഞ്ഞാൽ ദഅവത്തല്ല, വഷളാക്കൽ പരിപാടിയാണ്, അത് ചെയ്യാൻ പാടില്ല. അതിന് ഭക്ഷണം കഴിക്കാൻ ഒരു വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ച് വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുമ്പോൾ ആ കുട്ടി അവിടുന്ന് ഉണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, മോനിവിടെ? ഇതെൻ്റെ മൂത്തമ്മൻ്റെ വീടാണ്. മൂത്തമ്മ മീൻസ് ഉമ്മാൻ്റെ ഏട്ടത്തിയാണ്. ആരുമില്ല.
ഈ കുട്ടി മാത്രം ഞാൻ അടുത്ത് വിളിച്ചിട്ട് ഞാൻ അവനോട് ചോദിച്ചു, ഈ മുടി ഫുള്ളും നിൻ്റേതാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ കുട്ടി ചിരിക്കുന്ന ചിരി നമുക്കറിയാം, ചരൽ കല്ലിൽ ആക്റ്റീവ വീണാൽ ചിരിക്കുന്ന ഒരു ചിരി ഉണ്ടാവല്ലോ. അപ്പോൾ ആ കുട്ടി ചിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, അവനൊന്ന് കൈ പിടിച്ച് കുറച്ചൊന്ന് പവറിൽ ഞാൻ പറഞ്ഞു, നാളെ ഈ മുടി കുറച്ചൊന്ന് ചെറുതാക്കിയിട്ട് എനിക്ക് ഫോട്ടോ അയച്ചു തരണം എന്ന്. എനിക്കത് അയച്ചു തരുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് ഉറപ്പൊന്നുമില്ല. ഞാൻ പോയി. ഞാൻ 3 ദിവസം പിന്നെ നാട്ടിലുണ്ടായില്ല. കുറച്ച് ദൂരെ ഒരു പരിപാടിക്ക് പോയിട്ട് തിരിച്ച് കൊച്ചിയിൽ ഫ്ലൈറ്റ് ഇറങ്ങി ദെൻ നേത്രാവതി ട്രെയിനിന് കയറി വരുമ്പോൾ എനിക്ക് ഇഗ്നറൻ്റായ പരിചയമില്ലാത്തൊരു നമ്പറിന് എന്നുള്ള ബാർബർ ഷോപ്പിൽ നിന്ന് മുടി മുറിക്കുന്ന വീഡിയോ ആഫ്റ്റർ കഷണ്ടിക്ക് ശേഷം മരുന്ന് ഉപയോഗിച്ച ശേഷം എന്നിട്ടൊരു ചിത്രം ഉണ്ടായില്ലേ, മുടി മുറിച്ചതിന് ശേഷമുള്ളൊരു ഫോട്ടോ, ദെൻ ഒരു വോയിസ്. ആ വോയിസാണ് പ്രധാനം. അതിനാണ് ഞാൻ ഇത്ര റിസ്ക് എടുത്തിട്ട് ആ ഉദാഹരണം പറഞ്ഞത്. എന്താ വോയിസ് എന്ന് പറയാം, ഉസ്താദ് എന്നോട് പൊരുത്തപ്പെടണം, ഉസ്താദ് മുടി നാളെ മുറിക്കണം എന്നാണ് പറഞ്ഞത്, പക്ഷേ എനിക്ക് പനി വന്ന് 2 ദിവസം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു, ഇന്നാ ഡിസ്ചാർജ് ആയത്, ഇന്ന് മുറിച്ചിട്ടുണ്ട്, ഉസ്താദ് പൊരുത്തപ്പെടണം, അതവ് കേട് എന്നൊന്നും വിചാരിക്കല്ലേ. ഈ തലമുറനെയാണ് നമ്മൾ വേഗം നരകത്തിലേക്ക് ഇടൽ. അത് നമ്മൾ നിർത്തുക, കുറേ കൂടി ഫ്രണ്ട്ലി ദഅവത്ത് നടത്തുക. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു സിസ്റ്റം എന്ന് പറയുന്നത്. മദീനയിൽ ഒരു കുട്ടി ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ട് എന്നുള്ള ന്യൂസ് പരന്നു. അൻസ്വാറുകൾ പരിധി പിടിച്ച ആ കുട്ടിനെ, അൻസ്വാറുകളുടെ ഈന്തപ്പന മരത്തിനാണ് കല്ലേറ് സംഭവിക്കുന്നത്. ആ കുട്ടിനെ പിടിച്ച് നബി തങ്ങളിലേക്ക് കൊണ്ടുവന്നപ്പോൾ തങ്ങൾ ആ കുട്ടിനെ വിളിച്ചിട്ട് വെച്ച്, മോൻ ഈന്തപ്പന മരത്തിന് കല്ലെറിയാറുണ്ടോ? കുട്ടികളല്ലേ, നിഷ്കളങ്കരല്ലേ, അവർ ഓപ്പണായി പറയുമല്ലോ, ആ കല്ലെറിയാറുണ്ട്, ഓപ്പണായിട്ട് പറയാ. അപ്പൊ കുട്ടീനോട് തങ്ങൾ വെച്ച്, അല്ല എന്തിനാ കല്ലെറിയുന്നത്? അപ്പൊ ആ കുട്ടി ഓപ്പണായിട്ട് തന്നെ പറഞ്ഞു, ഈത്തപ്പഴം കിട്ടാൻ. അപ്പൊ തങ്ങള് ലാത്തർമിന്നഹല, ഈന്തപ്പന മരത്തിന് കല്ലെറിയരുത്, വീണ് ഈത്തപ്പഴമൊക്കെ ഈ മോനെ എടുത്തോട്ടല്ലേ, സമ്മതല്ലേ, വീണ് ഈത്തപ്പഴമൊക്കെ മോനെ എടുത്തോളി, കല്ലെറിയരുത്. ആ കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് പറയണത്. ആ കുട്ടീനെ കുറച്ച് അടുത്തേക്ക് വിളിച്ച് അടുത്തിരുത്തിയിട്ട് തല തടവിയിട്ട് ദ്വാരന്ന് കൊടുത്തു. ഈ കുട്ടിക്ക് നല്ല വിശപ്പ് കൊടുക്കാണ്ട് ചെറിയ വിശപ്പിൽ ഒതുക്കണേന്ന് അള്ളഹാനോട് ദ്വാരന്ന് കൊടുത്തു. വേഗം തിന്ന് വേറൊരു അത്യാഗ്രഹം വേണ്ട, ആഗ്രഹത്തിൽ ഒതുക്കണേന്ന് ദ്വാരന്ന് കൊടുത്തു. എന്നിട്ട് തല തടവിയിട്ട് സന്തോഷിപ്പിച്ചിട്ട് വിട്ടു. ഈ സ്വഹാബിയാണ് ഈ ഹദീസ് എന്നെ വലുതായിട്ട് പറയുന്നത്. എനിക്കിങ്ങനെ ചെറുപ്പത്തിൽ ഒരു അനുഭവം ഉണ്ടായതിന് തങ്ങളാണ് പറഞ്ഞത്. കണ്ടോ, അതാണ് അവിടുത്തെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. ഒരാൾക്ക് മിസ്റ്റേക്ക് സംഭവിച്ചാൽ നബി തങ്ങൾ എപ്പോഴും സ്വഹാബത്തിനോട് പറയലെന്നെ എന്താ പറയാ, ഒരാളുടെ കുറവും എൻ്റെ അടുത്ത് നിങ്ങൾ പറയല്ലേ. കാരണം ആ സ്വഹാബി വരുമ്പോൾ ആ കുറവ് എനിക്ക് പിന്നെ നിങ്ങൾ പറഞ്ഞത് എനിക്ക് ഓർമ്മ വരും. അള്ളഹാനോട് ദ്വാർന്ന് വാങ്ങിയ ഒരു സംഗതി ഉണ്ട് തങ്ങൾ, എന്താ അറിയോ, എൻ്റെ ഒരു സ്വഹാബിയുടെയും കുറവ് നീ എനിക്ക് കാണിച്ചു തരില്ല അല്ലാ. മൂപ്പരെന്താ മദ്രസയിൽ നിന്ന് പുറത്താക്കിയത്, മൂപ്പരെന്താ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയത്, മൂപ്പര് ഉള്ളിലേ ഉള്ള പോലും അല്ലേ. എന്തിനാ മനുഷ്യൻ, നമ്മൾ എന്തിനാ ഈ സ്വലാത്തൊക്കെ ചൊല്ലണത്? ബുഖാരി ഇമാം പറഞ്ഞ വർത്താനം കേട്ട് നിങ്ങൾ ആഖിറത്തിലെത്തിയിട്ട് ഒരു മനുഷ്യനെ ഗീബത്ത് പറഞ്ഞതിന്റെ പേരിൽ ഞാൻ ഹിസാബ് നേരിടേണ്ടി വരില്ല. കാരണം മഗ്തബത്തു അഹദൻ മുൻദു അലിംതു അന്നൽ ഗീബത്ത് ഹറാം, ഗീബത്ത് ഹറാമാണെന്ന് അറിഞ്ഞ ശേഷം ഞാൻ ഒരു മനുഷ്യനെ പറഞ്ഞിട്ടില്ല. കണ്ടോ, ഒരു മഹബത്തിന്റെ ലോകം എന്ന് പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മൾ കൊണ്ടുവരാറുണ്ടോ എന്നുള്ളത് തങ്ങളുടെ ഒരു ആഗ്രഹം തന്നെ. അതന്നെയല്ലേ അബൂ ഹനീഫ റളിയല്ലാഹു അൻഹുവിന് അള്ളാഹു ഒരു കറാമത്ത് കൊടുത്തിന്. ആര് വളു കൊടുത്താലും ആ വളുവിലൂടെ ഹറാമ് ഉറ്റുന്നത് ഇങ്ങനെ കാണും. ഉദാഹരണത്തിന് കൈ കഴുകിയാൽ ഇതുകൊണ്ട് ചെയ്ത തെറ്റൊക്കെ ആ അവസാന തുള്ളിയിലൂടെ പോകുന്നല്ലേ. മുഖം കഴുകിയ മുഖം കൊണ്ടുള്ളത്, ചെവി തടവിയ ചെവി കൊണ്ട് കേട്ടത്, തല തടവിയാൽ എന്താ ഹറാമ് പോക്ക്? തലനെ കൊണ്ടായിട്ട് തെറ്റുണ്ടാവോ? തലനെ കൊണ്ടായിട്ട് തെറ്റുണ്ടാവോ? അപൂർവത്തിലല്ല അത് സംഭവിക്കും. പണ്ട് വേൾഡ് കപ്പ് ഫുട്ബോൾ ഫൈനലിൽ സീനദ്ദീൻ സിദ്ധാൻ ഒരു കുത്തു കൊടുത്തിന് തലനെ കൊണ്ട്. അങ്ങനെയൊക്കെ ഇപ്പം എല്ലാവരും ചെയ്യും. അങ്ങനെ സംഭവിക്കും? തലനെ കൊണ്ടായിട്ട് ഒരു തെറ്റ്, അത് അഹങ്കാരത്തോടെ മുടിവാരിയാൽ വലിയ സംഭവമാണെന്ന് തോന്നിപ്പിക്കുന്ന തലീക്കെട്ട ആൾക്കാരെ കാണാൻ വേണ്ടി കെട്ടിയാൽ അതൊക്കെ തലനെ കൊണ്ടുള്ള തെറ്റാന്ന് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ കാണാം. അങ്ങനെ ഓരോ തെറ്റും വുളൂയിലെ അവയവങ്ങളിലൂടെ അങ്ങനെ പൊറുക്കും. ഈ വെള്ളം ഉറ്റുമ്പോൾ ഈ തെറ്റ് പൊറുക്കുന്നത്, തെറ്റുറ്റുന്നത് അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു കാണും അത്രേ. അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു അള്ളാഹിനോട് കരഞ്ഞു വരുന്നതാണ്, ആ കറാമത്ത് എൻ്റെ അടുത്ത് നിന്ന് ഡിലീറ്റ് ആക്കണം റബ്ബേ. അപ്പോൾ വേണ്ട,
കാരണം മോമിനീങ്ങളെ കാണുമ്പോൾ നെഗറ്റീവ് നമുക്ക് കാണാൻ കഴിയില്ല. നമ്മളെന്താ പറയുന്നത് വെച്ചാൽ, എനിക്ക് ഒരാൾ ഒറ്റ കാണൽ കൊണ്ടുപോത്തുന്നു കണ്ടോ കണ്ടങ്ങള്. മഹാന്മാര് നേരെ തിരിച്ചാ പറയണത്, ആരുടെ ഒരു കുറവ് എനിക്ക് കാണിച്ചു തരില്ല അല്ലാഹ്. ഇതാ അവരുടെ ദുആ, അവരുടെ ആഗ്രഹം തന്നെ. പക്ഷെ പിന്നെ എനിക്ക് എന്ന് പറഞ്ഞാൽ ഒന്ന് കുറേ കാലത്തെ സംഘടനാ പരിചയം തന്നെയാണ് മെയിൻ. ഒരാളെ കണ്ടാൽ തന്നെ മനസ്സിലാവും എന്താ വർത്താനം അല്ലേ അല്ലേ. ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാലാണ് ആ ചിന്ത വരിക എന്ന് ഇമാം ഷഹറാനി തങ്ങളുടെ അൽ മൻഹജുൽ മുത്തഹറിലുണ്ട്. ഹലാലല്ലാത്ത ഫുഡ് വയറ്റിലെത്തിയാൽ ആരെ കണ്ടാലും മോശം ചിന്ത വരുമെന്ന് മഹാനവറുകൾ പറയുന്നുണ്ട്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. കുടിക്കാൻ കൊടുത്ത വെള്ളത്തിൽ ഒരു മുടി കണ്ടു. അപ്പൊ ആ സ്വഹാബിക്ക് പേടിയായി. സുബ്ഹാനല്ലാഹ്, എൻ്റെ മുടി അറിയാണ്ട് വീണുപോയല്ലോ എന്ന്. ആ മുടി എടുത്തിട്ട് തങ്ങൾ ദ്വാരുന്നു, അല്ലാഹുമ്മ ജമ്മിൽഹു, ഈ മുടീൻ്റെ ഉടമസ്ഥൻ്റെ മുടിക്ക് നീ ഭംഗി കൊടുക്കണേന്ന്. 93 വയസ്സ് വരെ അംർ ഇബ്നു അഖ്തബ് ജീവിച്ചു, ഒരു മുടിയും നരച്ചിട്ടില്ല. മുടി വീണതിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. ഇങ്ങനെയൊന്നും ഒരാളെയും ലോകത്ത് കാണാൻ കഴിയില്ല. നിങ്ങൾ വെറുതെ ഇങ്ങനെ നിഷ്പക്ഷമായിട്ട് ഇങ്ങനെ വെറുതെ ചിന്തിച്ചു നോക്കിയേ. ഇപ്പൊ LKGയിലും തിബിയാന സഹറത്തിലും പ്രീ സ്കൂളിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ വളരെ റെപ്യൂട്ടേഷൻ മൈൻഡോട് കൂടിയായിരിക്കും ടീച്ചേഴ്സിനെ കാണുമ്പോൾ എണീറ്റിരിക്കുന്നത്. ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഫോർത്ത് സ്റ്റാൻഡേർഡ് വരെ അങ്ങനെ തന്നെയായിരിക്കും ഈസ് ഗോയിങ് ഓൺ തുടരുക. ശരി, കുറച്ചും കൂടി കഴിഞ്ഞാൽ പുതിയ ഇൻസ്റ്റാ കുട്ടികൾക്ക് ടീച്ചറെ കണ്ട് എണീച്ചേക്ക് എന്നിട്ട് അങ്ങനെ ഒരു അത്ര വലിയ സംഭവമായിട്ടൊന്നുമല്ല എണീറ്റിരിക്കണത്. 10th എത്തിക്കഴിഞ്ഞാൽ ഓരോന്ന് പേരും ജീവിതത്തിൽ എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല എന്നുള്ള ആൾക്കാന്ന് എണീച്ചേക്കുക. +2 അല്ലെങ്കിൽ കഴിഞ്ഞാൽ അയ്യോ ഒരു മൈൻഡും ഉണ്ടാവില്ല. ഡിഗ്രിയൊക്കെ ക്ലാസ് വന്നാലെന്ത് വന്നിട്ടില്ലെങ്കിൽ ഇത് കട്ടാക്കിയാലെന്ത്. അതാണ് നമ്മുടെ ഒരു മൊത്തത്തിലുള്ള ആംബിയൻസ് അല്ലേ. ലോകത്ത് ആരെങ്കിലും നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഭാര്യനെ കണ്ടാൽ എണീറ്റിക്കുന്ന അങ്ങനെ ആരെയും കണ്ടിനോ? അതും 40 വയസ്സ് തന്നേക്കാൾ കുറവുള്ള ഒരു ഭാര്യ, ആയിഷ എന്ന് ഓറെ പേര് റളിയല്ലാഹു അൻഹ. ഓറെ കാണുമ്പോൾ എണീച്ചെന്നിട്ട് ഓറെ മുസാഫ ചെയ്തിട്ട് മുത്തം കൊടുക്കാൻ ഒരാൾക്കേ കഴിയും. അതാണ് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അവിടുത്തെ ലൈഫ്, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക. അതുകൊണ്ടല്ലേ ബിലാൽ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി വഫാത്താരം പറഞ്ഞ, എനക്കാവില്ല ഈ മദീനയിൽ നിൽക്കാനാണ്, എനക്കാവില്ല ഒറ്റപ്പോക്ക്. അതങ്ങനെ പോയതാ, ഇതാവില്ല എന്നാ പറയണത്. തങ്ങൾ വഫാത്തായിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹുവിനോട് ന്യൂസ് പറഞ്ഞാൽ അബ്ദുല്ലാഹിബ്നു ഉനൈസ് റളിയല്ലാഹു ഈന്തപ്പനത്തോട്ടത്തിൽ വെള്ളം നനക്കാണ്. സ്വഹാബി പറഞ്ഞു, അല്ലാഹുമ്മ അഅമി ബസരി, എനിക്ക് കണ്ണു വേണ്ട, എൻ്റെ തങ്ങളെ കാണാത്ത കണ്ണ് എനിക്ക് വേണ്ട. ഇങ്ങനെ തപ്പിപ്പിടിച്ചിട്ടാണ് തങ്ങളുടെ ജനാസക്കരിയിലേക്ക് വരുന്നത്. എനിക്ക് വേണ്ട എൻ്റെ കണ്ണു, എങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കുക. ഇനി 4മത്തത്, പൊതുവെ വലിയ വലിയ ആൾക്കാരൊക്കെ കാണണമെങ്കിൽ കുറേ കടമ്പകൾ കിടക്കണം. MLA MP-മാരെ അല്ലെങ്കിൽ മുതിർന്ന ആരാവട്ടെ റെപ്യൂട്ടഡ് പേഴ്സണാലിറ്റീസ് എനിവൺ ആരെ കാണണമെങ്കിലും കുറേ കടമ്പകൾ കിടക്കണം. പ്രൈവറ്റ് സെക്രട്ടറി, ഖാദിം, അങ്ങനെ കുറേ. മഖ്ദൂമിനേക്കാൾ ഇപ്പോഴത്തെ കാലത്ത് ഖാദിമിനാ വില കൂടുതൽ. പൊതുവെ ഖാദിമിങ്ങളാണ് എല്ലാ വേലയും ഒപ്പിക്കാറ്. അങ്ങനെയാണ് സംഭവം. കുറച്ചും കൂടി ജാഗ്രത ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഇപ്പോൾ അതിലേക്കൊന്നും അങ്ങനെ ഇതൊരു സംഘടനാ ക്ലാസ് ഒന്നും അല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ കുറേ കടമ്പകളുണ്ട്. ഇനി അഥവാ ഒരു അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയാൽ തന്നെ ഇന്ന് കാണാമെങ്കിൽ ഡൽഹിയിലേക്ക് പോകണം, 2 ആഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ. അങ്ങനെ തള്ളി മറിച്ച് ഇങ്ങനെ ഒരുപാട് കടമ്പകളുണ്ടാവും. ഇന്ന് നടക്കൂല, അടുത്ത ആഴ്ച പറഞ്ഞു. പക്ഷെ തങ്ങളെ കാണൽ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ലൊന്നുമില്ലല്ലോ. കവാഹിദി മിൻഹും, അനുയായികളിൽ പെട്ട ഒരാളായി തങ്ങളുണ്ടാവും. കവാഹിദി മിൻഹും എന്ന ഹദീസ്, ഒരാളായി നിൽക്കും തങ്ങൾ. തങ്ങൾ ഒരു മജ്ലിസിലേക്ക് വന്നാൽ എങ്ങനെയാണെന്നറിയാം, ഹൈസു യന്തഹിൽ മജ്ലിസ്, മജ്ലിസ് എവിടെയാ തീരുന്നത് ആടെ ഇരിക്കൽ, ഏറ്റവും ബേക്കിലിരിക്കും. അങ്ങനെ ഇരിക്കുക തങ്ങൾ. ഇഗ്നറന്റ് ആയ ആള്, അപരിചിതനായ ആള് ആരെങ്കിലും പിന്നെ മദീനത്തേക്ക് വന്നാൽ ഇതുവരെ മദീനയും തങ്ങളെ ഒന്ന് കാണാത്ത ആളാണെങ്കിൽ അവര് ചോദിക്കും, അല്ല നിങ്ങളെ കൂട്ടത്തിൽ ഒരു നബി ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല, മമ്മിൻകും മുഹമ്മദ്, ആരാണ് ആ നബി? തിരിയൂല. അപരിചിതരാക്കൊന്നും മനസ്സിലാവുന്നില്ല തങ്ങൾ ആടാണ്ടിരിക്കുന്നുണ്ടോ. മൻമിൻകും, നിങ്ങളിൽ നിന്ന് ആരാണ് ഈ നബി? ആ ചോദ്യത്തിലുണ്ടെല്ലാം ആരാണെന്നുള്ളത്. ആ ചോദ്യത്തിൽ മുഴുവനുണ്ട്. ആരാണെന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിലുള്ള തന്നെ ഒരു ജാടിയില്ലാത്ത ആളന്നെ. അതാണ് തങ്ങളെ എങ്ങനെയാ പരിചയപ്പെടുത്താറെന്നറിയോ? അജ്ലിസു കമാ യജ്ലിസുൽ അബ്ദൂൻ,
തങ്ങളെന്താ നിലത്തിരിക്കുന്നതെന്ന് ചോദിച്ചാൽ തങ്ങൾ പറയും ഞാനൊരു അടിമ ഇരിക്കുന്നോളം ഇരുന്നോളാം. ആ മതി, ഇങ്ങനെ ഇരിക്കും. തങ്ങളെന്തേ അങ്ങനെ മുട്ടുകുത്തിയിട്ട് തിന്നുന്നത്? ആക്കുലുകമാക്കുലുല്ലബുദു, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. വേണ്ട 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 വേണ്ട, ഒരടിമ തിന്നുന്ന പോലെ തിന്നോളാം. ഒരു മലക്ക് വന്നിട്ട് തങ്ങളോട് ചോദിച്ച് നബിയാകുന്നോടൊപ്പം രാജാവാകുന്നോ അല്ല അടിമയാകുന്ന നബിയാവുന്നോ? തങ്ങൾ പറഞ്ഞു രണ്ടാമത്തെ എനിക്കിഷ്ടം, അടിമയാകുന്ന നബി ആയിക്കോളും. ഇത് തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളതുകൊണ്ടാണ് തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സമ്മാനം കൊടുക്കുമ്പോൾ എല്ലാം തങ്ങൾക്ക് വേണ്ടി പറയുന്ന വർത്തമാനങ്ങളിൽ ആയത്തിൽ അടിമ എന്നുള്ളൊരു പ്രയോഗം ഉണ്ടാവും. സുബ്ഹാനല്ലദി അസ്റാ ബി അബ്ദിഹി, എൻ്റെ അടിമനെ രാത്രി ഞാൻ കൊണ്ടുപോയി ഇസ്റാ. എന്നിട്ട് വൗഹ ഇലാ അബ്ദിഹി മാ ഔഹ, എൻ്റെ അടിമക്ക് ഞാൻ പലതും കൊടുത്തു മിഅ്റാജ്. അൽഹംദുലില്ലാഹില്ലദി അൻസല അലാ അബ്ദിഹി, എൻ്റെ അടിമക്ക് ഞാൻ ഖുർആൻ കൊടുത്തു സമ്മാനം. കേട്ടോ, എൻ്റെ അടിമ. ഒരാൾ ഇസ്ലാമിലേക്ക് ഒരു അഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലു അല്ല, അബ്ദുഹു കഴിഞ്ഞിട്ട് റസൂലു. തങ്ങളെന്ത് ഈ കാല് നീര് കിട്ടുന്നവരെ നിസ്കരിക്കണത്? വലിയ എവറസ്റ്റ് ഒന്നും വേണ്ട ഐഷു, അഫലാക്കൂന അബ്ദൻ ശക്കൂറ, ഒരു നന്ദിയുള്ള ഒരു അടിമയായി കിട്ടിയാൽ മതി. ഒരു അടിമ. തങ്ങളെ പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് മക്കം ഫത്തഹിന്റെ അന്ന് തങ്ങളെ മുമ്പിൽ ഇങ്ങനെ വറക്കുമ്പോൾ തങ്ങൾ പറയാണ്, നിങ്ങളെന്താ എന്നെ കാണുമ്പോൾ പേടിക്കണത്? ലസ്തുബി മലിക്കിൻ, ഞാനൊരു വലിയ രാജാവൊന്നല്ല. ഇന്നമാ, ഇനി പറയും നോക്കണേ, ഇന്നമാ ഞാനേ ഉണക്ക റൊട്ടിയൊക്കെ തിന്നുന്ന ആമിന ബീവിയുടെ മോനാന്ന്, ഉമ്മാരെ മോനാന്ന്. ഉമ്മാരെ മോനെന്ന് പറയുന്നതിൽ തന്നെ എല്ലാ പശമയും പച്ചപ്പും ഉണ്ട്. ഞാൻ ഉണക്ക റൊട്ടിയൊക്കെ തിന്നുന്ന ആമിനാരെ മോനാണ് എന്ന് കാണുമ്പോൾ പേടിക്കുന്നു. സ്വന്തം പരിചയപ്പെടുത്തുന്ന നോക്കി നിങ്ങൾ. വെസ്റ്റേൺ സൈക്കോളജി കാലത്തെ തള്ളിമറിക്കലിൻ്റെ കാലത്ത് ഈ പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ട്. ഞാനെങ്ങാനും ഈ കോൾലെസ് മേക്ക് ഊരിയിട്ട് നിങ്ങൾക്ക് തന്നിട്ട് ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറഞ്ഞാൽ എന്തൊക്കെ തള്ളിമറിക്കും നമ്മൾ. ഞാൻ BEd കഴിഞ്ഞിട്ടുണ്ട്, സെറ്റ് ചെയ്യണമെന്നുണ്ട്, നെറ്റ് പൂർത്തിയാക്കണമെന്നുണ്ട്, ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്, എന്തെല്ലാം നമ്മൾ പറയും. നമ്മൾ വേറെ ആളെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് തന്നെ എന്താ പറയൽ, ഇത്തിഹാദിനെ എടുത്തോളി, അതാണ് കുറച്ചും കൂടി കംഫർട്ട് എന്ന് പറയാം. ഇത് ആത്മീയ മേഖലയിലുണ്ടാവും. ചിലപ്പോൾ മർക്കസിലേക്കൊക്കെ എത്തിയിട്ട് ചില ആൾ വോയിസ് അയക്കും, വിളിക്കാൻ ചെയ്യും. ഞാൻ ഉസ്താദിൻ്റെ അടുത്തുള്ളത്, കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം. എന്തിനാ ഇപ്പം വിളിക്കുന്നത്? അത് പറയാനായിട്ടാണ് വിളിക്കണത്. എന്തിനാണ് ഈ ജാടകളൊക്കെ ആരെ മുമ്പിൽ? എന്തിന് എന്തിന് എന്തിന്? ചിലപ്പോൾ നമുക്കൊക്കെ ഈ റിട്ടയർഡ് ആയാലും ഈ അസുഖം ഉണ്ടാവാറുണ്ട്. ഞാനാണ് പേരോട് അധികം കൂട്ടി പോകാറ്. ചിത്താരി അധികം എൻ്റെ കാറിലല്ലേ വരാറ്. ഒക്കെ നിർത്തണേ, ഒരു ചുക്കും ആഹാരത്തിലെത്തുമ്പോൾ കിട്ടൂല കേട്ടോ. കേട്ടോ, ഒരു വസ്തു തങ്ങളെ കാണാൻ നമുക്ക് എങ്ങനെ കഴിയാം? ഇന്നമാനബുദു, ഞാനൊരു അടിമയാണ്. എന്തിനാ എന്നെ കാണുമ്പോൾ എണീറ്റ് നിൽക്കണ്ടെന്നൊരു നേതാവ് പറയുന്നിടത്തേക്ക് തങ്ങൾ എത്തിയെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ലാ തുസയ്യിദൂനി, എന്നെന്തിന് നിങ്ങൾ വല്ല നേതാവായിട്ടൊക്കെ കാണുന്നതെന്ന് അവിടെ പറയാം. എന്തൊരു താഴ്മയാണ്! എങ്ങനെ ഈ തങ്ങളെ സ്നേഹിക്കാതിരിക്കും നിങ്ങൾ ആലോചിച്ച് നോക്കി. ഞാൻ ഉണക്ക റൊട്ടി തിന്നുന്ന ഒരു ഖുറൈശി പെണ്ണായ ആമിനയുടെ മോനാണ്. ഉമ്മാര മോനാണെന്നാ പറയുന്നത്. ഉമ്മാര മോൻ ഒരു പാവാണെന്ന് അതിൻ്റെ അർത്ഥം. അല്ലെങ്കിൽ ഉമ്മാര മോനെന്ന് പറയേണ്ട ആവശ്യമില്ല. മൂസാ നബി യഹ്യാ നബി അലൈഹി ഇസ്ലാമിനെതിരെ ഒരു ആക്ഷൻ എടുക്കുമെന്ന് പേടിച്ചപ്പോൾ ഉമ്മാരെ എന്ന് പറഞ്ഞിട്ടൊരു ടച്ചിൽ പറയുന്നുണ്ട് ഖുർആനിൽ. അതെന്താ വെച്ചാൽ ഉമ്മാര മോനെന്ന് പറഞ്ഞൊരു പാവത്തിൻ്റെ ഒരു അടയാളാണ്. ശരിക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരത്തിനാണോ സൗന്ദര്യം കൂടുതൽ, അല്ല സ്വഭാവത്തിനാണോ സൗരഭ്യം കൂടുതൽ എന്ന് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ നമ്മൾ തോറ്റു. ഇനി ശരിക്കും നിങ്ങൾ ശ്രദ്ധിക്കണം പറയണത്. പ്രസംഗത്തിന്റെ പ്രധാന കണ്ടന്റിലേക്ക് വരികയാണ്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പഠിച്ചാൽ അവിടുത്തെ ശരീരത്തിനാണോ സൗന്ദര്യം കൂടുതൽ, അല്ല സ്വഭാവത്തിനാണോ സൗന്ദര്യം കൂടുതൽ എന്ന് നമ്മളിങ്ങനെ ശങ്കിച്ചു പോകും. ഇത് ഏതാണ് സൗന്ദര്യം എന്ന് നമുക്ക് തിരിയൂല ശരിക്കും പറഞ്ഞാൽ. ഒരു ഉദാഹരണം പറയാം. അവിടുത്തെ ശരീരത്തിനെ കുറിച്ചിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ കൊട്ടാരത്തിലെ പട്ടുമെത്തകൾ ഓരോന്നോരോന്ന് പുതിയതായി എനിക്ക് ഓരോ ദിവസം കണ്ട് എൻ്റെ കൺകുളിർമയായി എന്ന് വിചാരിക്കുക. എന്നിട്ട് ഒറ്റൊരു സെക്കൻഡ് തങ്ങളെ മുഖത്തേക്ക് നോക്കിയാൽ ഇതുവരെ കണ്ടത് നിഷ്പ്രഭമായി പോകും. എന്ത് ഒന്നുമല്ല എന്ന് മനസ്സിലാവും. അതാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സാക്ഷ്യപ്പെടുത്തിയത്. യൂസുഫ് നബിയുടെ സൗന്ദര്യം കണ്ടപ്പോൾ പെണ്ണുങ്ങൾ ആപ്പിൾ മുറിക്കുന്നതിന് പകരം കത്തയന ഐദിയഹുന്ന, അവരുടെ വിരൽ മുറിച്ചു പോയി. അതിന് അറബിയിൽ ഫനാ എന്നാ പറയല്. ഫനാ, സ്വന്തത്തിനെ മറന്നു പോവുക. ഈ വിരൽ മുറിഞ്ഞിട്ട് ബ്ലഡ് പോണത് അവർക്ക് മനസ്സിലാകുന്നില്ല. പലരും ആ പെണ്ണുങ്ങന്മാരും മരിച്ചു പോയിന്, ബ്ലഡ് കൂടുതൽ പോയിട്ട്. ചരിത്രത്തിൽ തഫാസീറുകളിൽ കാണാം. ആയിഷ ബീവി പറയുന്നുണ്ട്, തങ്ങളെയാറ്റ് അവർ കണ്ടില്ലെങ്കിൽ ഹൃദയം തന്നെ മുറിച്ചു പോകുന്നു.
കണ്ടവരല്ലേ പറയണത്, വെറുതെ തള്ളൊന്നുമല്ലല്ലോ, കണ്ടാളല്ലേ പറയണത്. എന്തൊരു വെളിച്ചാണ് അവിടുത്തെ. ആയിഷ ബീവി, നിങ്ങൾ വെറുതെ ആലോചിച്ച് നോക്കിയേ. ഒരു സഹാബി പറയുന്നുണ്ട്, പൂർണ്ണ നിലാവുള്ള അഥവാ ചന്ദ്രൻ പൂർണ്ണമായിരിക്കുന്ന ഒരു രാത്രി, ആ ചന്ദ്രനെ ഞാൻ നോക്കി, തങ്ങളെ മുഖവും നോക്കി, പിന്നെ ചന്ദ്രൻ നോക്കി, തങ്ങളെ മുഖം നോക്കി. അങ്ങനെ വാശിയേറിയ മത്സരമൊന്നുമല്ല, തങ്ങൾ തന്നെയാണ് ടോപ്പ് ഒന്നുമല്ല. അങ്ങനെ വാശിയേറിയ മത്സരം കഴിഞ്ഞിട്ട് 3 ജഡ്ജിമാർ ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നിട്ടില്ല. ഒന്നുമല്ല ചന്ദ്രൻ. ശരിക്കും തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് സൗന്ദര്യ മത്സരമൊക്കെ ഇവിടെ അരങ്ങേറിയിരുന്നു. അന്ന് ഫസ്റ്റ് സെക്കൻഡ് വാങ്ങിയിരുന്നത് സാഹിത്യോത്സവനൊക്കെ വാങ്ങുന്ന പോലെ മലപ്പുറം വെസ്റ്റും ഈസ്റ്റും ആയിരുന്നു. ആര്? ചന്ദ്രൻ എന്ന് പറയുന്ന ഖമറും ഫർക്കത്ത് എന്ന് പറയുന്ന നക്ഷത്രമായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് വാങ്ങിയിരുന്നത്. ആര്? തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് കേട്ടോ. ജനിച്ചതിന് ശേഷമുള്ള കഥയാണ് മങ്കൂസ് മൗലിദ് പറയണത്. സുബ്ഹാനല്ലദി അത്തുല ഫീ ഷഹരി റബീഉൽ അവ്വൽ തങ്ങൾ ജനിച്ചപ്പോൾ അഹജല ഖമറം വ ഫർഖദ. എന്താ പ്രയോഗം മഖ്ദൂമങ്ങളുടെ, എന്താ പ്രയോഗം? അഹജല ഖമറം വ ഫർഖദ എന്ന് പറഞ്ഞാൽ ചന്ദ്രനും ഫർഖദ് എന്ന് പറയുന്ന സൗന്ദര്യത്തിന്റെ പ്രതീകമായ നക്ഷത്രവും തോറ്റു എന്നല്ല അതിന്റെ അർത്ഥം, നാണം കെട്ടു എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിൽ നിന്ന് പിന്മാറി. അതാണ് അഹജലന്റെ അർത്ഥം, നാണം കെട്ടു. അതിനൊരു നാടൻ ഉദാഹരണം പറയാം. നമ്മളെ നാട്ടിലെ ഒരു കുട്ടി നാട്ടിൽ SLC ഇംഗ്ലീഷ് മീഡിയം, നമ്മളെ നാട്ടിൽ ഇംഗ്ലീഷ് മീഡിയമാണ്, പഠിച്ചു. ഓന് കുറച്ച് ഇംഗ്ലീഷൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ ഒരു ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിൽ നടക്കുകയാണ്. അപ്പോൾ ഓനെ നമുക്ക് ജോയിൻ ചെയ്യിപ്പിച്ചാലോ എന്ന് ആരൊക്കെയോ സ്ക്രൂ കയറ്റിട്ട് ഈ ഉപ്പാക്കും തോന്നി. അങ്ങനെ ഓനിക്ക് കോഡ് ലെറ്റർ കിട്ടിയത് D. കോഡ് ലെറ്റർ ചെസ് നമ്പർ D. A മത്സരിക്കുന്നത് അമേരിക്കയിൽ നിന്ന്, B ബ്രിട്ടന്, C സ്വീഡന്. അവരെല്ലാം ഇംഗ്ലീഷ് ഇവന് എന്താന്ന് മനസ്സിലാകുന്നില്ല. കാരണം ഓന് നാട്ടിൽ ഇംഗ്ലീഷ് വി ക്യാൻ പിന്നെ സ്റ്റഡി എന്നിട്ട് ഒരു ഇംഗ്ലീഷിൽ വാക്കൊന്നുമില്ല. അത് നമ്മളെ ഇംഗ്ലീഷ് കിട്ടാത്തതുകൊണ്ട് ബാക്കി വേന്നാക്കുന്നതാണ്. ഓന് ഈ C എത്തിക്കഴിഞ്ഞാൽ D മത്സരിക്കോ ഇല്ലയോ? ഇല്ല. ഇതാണ് അഹജല ഖമറം വ ഫർഖദാൻ. തങ്ങൾ ജനിച്ചപ്പോൾ മത്സരത്തിന് മുതിർന്നവർ തോറ്റു തൊപ്പിയിട്ടിട്ട് പോയി. അഹജലക്, എന്താ പ്രയോഗം! അല്ലാഹു മഖ്ദൂം അങ്ങക്ക് റഹ്മത്ത് ചെയ്യട്ടെ. മങ്കൂസ് മൗലിദ് എടുത്തിട്ട് ഒരു സ്വർഗത്ത് പോകുമ്പോൾ നമ്മളാവുന്ന മലയാളികൾക്കും അവരുടെ കൂടെ സ്വർഗത്തിൽ പോകാൻ പറ്റണം. തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. അഹ്ജല ഖമറം വ ഫർഖദ. മങ്കൂസ് മൗലിദിലെ ഏറ്റവും സ്പാർക്ക് എന്നൊരു പ്രയോഗമാണ്. അവിടുത്തെ മുഖം കണ്ടാൽ അബൂ ഹുറൈറ പറയുന്നുണ്ട്, കന്ന ശംസ തജ്രി ഫീ വജ്ഹിഹി, സൂര്യൻ ഇങ്ങനെ കറങ്ങുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് സ്വഹാബത്ത് പറയുന്നത്, തങ്ങൾ ചിരിക്കുമ്പോൾ പല്ലിൻ്റെ അടുക്കുന്ന വരുന്ന വെളിച്ചം കൊണ്ട് നമ്മൾ കണ്ണ് പൂട്ടിപ്പോകുന്നു, ഇങ്ങനെ പൂട്ടിപ്പോകുന്നു. ഇതൊന്നും ഒരു ആലങ്കാരിക മെറ്റഫർ, ഇസ്തിആറത്ത്, മജാസ് പ്രയോഗമല്ല. കാരണം സൂചി കൊണ്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുമ്പോൾ സൂചി വീണുപോയി, വിളക്ക് കെട്ട് എന്നതാണ് തങ്ങൾ കയറി വരുന്ന ആ വെളിച്ചത്തിൽ സൂചി കണ്ടെത്തി. ഈ വെളിച്ചുള്ള സമയത്ത് തന്നെ സൂചി കിട്ടണം കുറച്ച് പണിയാണ്. ഇരുട്ടുള്ള സമയത്ത് തങ്ങൾ വന്നപ്പോൾ ആ സൂചി കിട്ടി എന്ന് പറയണമെങ്കിൽ അതൊരു ആലങ്കാരിക പ്രയോഗമല്ലല്ലോ. തങ്ങൾ ഒരു വഴിയിലൂടെ നടന്നു പോയാൽ ആ വഴിയിലൂടെ പിന്നീട് പോകുന്നവർക്കൊക്കെ സുഗന്ധം ഉണ്ടാവും, കസ്തൂരിയേക്കാൾ സുഗന്ധം ഉണ്ടാവും. തങ്ങളെ വിയർപ്പ് തുടച്ചെടുക്കുന്ന ഭാര്യമാര് പറയുന്നുണ്ട്, അങ്ങനെ വിയർപ്പ് തുടച്ചെടുത്തിട്ട് നമ്മളെ വിരൽ അത്തർ കുപ്പിയിൽ മുക്കിയിട്ട് എടുക്കുന്ന പോലെ ഉണ്ടാവും. എന്തൊരു സുഗന്ധാണത്, എന്തൊരു സുഗന്ധാണത്. തങ്ങൾ ഒരു കുട്ടീൻ്റെ കൈ പിടിച്ച് മുസാഫഹത്ത് ചെയ്താൽ ആ കുട്ടീൻ്റെ കൈ ഒരുപാട് കാലം ആ സുഗന്ധം ഉണ്ടാവും. തങ്ങൾ ഒരു സ്വഹാബിയുടെ ഒരു കുട്ടിയുടെ തല തടവിയാൽ ആ കുട്ടിക്കും ഉണ്ടാവും ആ സുഗന്ധം. അല്ലാഹുവേ, ആ കൈ പിടിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാൻ. എന്താണ് അവിടുത്തെ സുഗന്ധം? ശാരീരിക സുഗന്ധം അല്ലെങ്കിൽ അവിടുത്തെ ശരീരത്തിൻ്റെ സൗന്ദര്യം. ഇനി സ്വഭാവ സൗന്ദര്യത്തിലേക്ക് വരികയാണെങ്കിൽ, ഏഴാനാകാശത്തിൻ്റെ അപ്പുറത്ത് പോയിട്ട് അള്ളാനെ കണ്ട്, സ്വർഗം കണ്ട്, നരകം കണ്ട്, അർശ് കണ്ട്, കുർസി കണ്ട്, ലൗഹുൽ മഹ്ഫൂദ് കണ്ട്, സിദ്റത്തുൽ മുന്തഹ കണ്ട്, എല്ലാം കണ്ട് തിരിച്ചു വന്നിട്ട് വീട്ടിൽ എന്തെന്നാ ചെയ്യലെന്ന് വെച്ചാൽ കുത്തിയിരുന്നിട്ട് ആയിഷ ബി ഉമ്മാക്ക് ആടിനെ കറന്നു കൊടുക്കും. സർവ്വസൈനാധിപനായിട്ട് മേറാജിന്റെ രാത്രി വഖദ്ദമത്ക ജമീഉൽ അംബിയ ബിഹ, 70 അമ്പിയാക്കൾക്ക്, മൂസ നബി, ഈസാ നബി, ഇബ്രാഹിം നബിനെ പോലത്തെ വലിയ ലീഡേഴ്സിന് ഇമാം വെക്കുന്ന തങ്ങൾ സഫിയ ബീവി എന്ന തൻ്റെ ഭാര്യ നീളം കുറഞ്ഞ മഹദിയ, ഒട്ടകത്തിൽ കയറാൻ കഴിയാത്തതുകൊണ്ട് തങ്ങൾ കാല് നീട്ടിയിട്ട് കാല് മടക്കിയിട്ട് പറയും, സഫി ഉണ്ടോ കയറാൻ കഴിയുന്നില്ലല്ലോ, എന്തൊരു ടെൻഷനാണ്, എൻ്റെ കാൽമ ചവിട്ടിയിട്ട് എൻ്റെ കാല് കോണിപ്പടി ചവിട്ടിപ്പടിയായി ചവിട്ടുപടിയായിട്ട് കയറിക്കോളും. എങ്ങനെ ഈ ഉമ്മമാരെല്ലാം തങ്ങളെ സ്നേഹിക്കാതിരിക്കും? നിങ്ങൾ ആലോചിച്ച് നോക്കി. സുബ്ഹാനല്ലാഹ്, എന്തൊരു സ്വഭാവം, ഒരു ജാട, ഒരു വസ്തു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു ലാഞ്ചൻ അവിടെ നിന്നില്ലല്ലോ.
മദീനത്തെ പള്ളിയിൽ സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് നല്ല തണുപ്പുള്ള പ്രഭാതമായിരിക്കും. സ്വഹാബിമാരുടെ മക്കൾ വെള്ളത്തിന്റെ പാത്രമായിട്ട് 2 സൈഡിലുണ്ടാവും. സ്വഹീൽ ബുഖാരിയിലുണ്ട്. ഓരോ പാത്രത്തിൽ കൈ വെച്ചു കൊടുക്കും, ഇവിടെ വെച്ചു കൊടുക്കും. ഈ തണുപ്പുള്ളത് ആ കുട്ടികളൊക്കെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് തങ്ങൾ ചെയ്യുന്നത്. ഇനി ഭാര്യമാരുള്ള റൂമിലേക്ക് തങ്ങൾ രാത്രി പോകുകയാണെങ്കിൽ സലാം പറയൽ തന്നെ എങ്ങനെയാണെന്നറിയോ? മീറ്റിംഗ് കഴിഞ്ഞിട്ട് റൂമുകളിലേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കൂടി ഒരു കാര്യം പറയാം. എങ്ങനെ സലാം പറയുന്നത്? ആരെങ്കിലും ഉറക്കിലുണ്ടെങ്കിൽ അവർ കേൾക്കൂല തങ്ങൾ പറയുന്ന സലാം. ആരെങ്കിലും ഉണർവിലുണ്ടെങ്കിൽ അവർ കേൾക്കുകയും ചെയ്യും. എങ്ങനെ പറയാം? അസ്സലാമു അലൈക്കും. അങ്ങനെ പറയാം. അങ്ങനെ പറയാം. അതുകൊണ്ടാണ് ഉർവത്ത് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിനോട് ചോദിക്കേണ്ടത് എങ്ങനെയായിരുന്നു മുത്തുനബി? പണ്ട് തങ്ങൾ വഫാത്തായി. ആയിഷ ബീവി പറയുന്നുണ്ട്, അടുക്കളപ്പണിയിൽ സഹായിക്കും, പാത്രം കഴുകിത്തരും, ആടിനെ കറന്നുതരും. ആടിനെ കറന്നുതരും എന്നല്ല, ആയിഷ ബീവി അവിടെ സാക്ഷ്യപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്ത്? ഞാൻ ഏതെങ്കിലും ഒരു ഗ്ലാസ്സിൽ ആടിൻ്റെ പാലോ മറ്റോ കുടിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്തുനിന്ന് ബാക്കി വാങ്ങിയിട്ട് യദൂറു ഗ്ലാസ് ഇങ്ങനെ കറക്കും. എന്നിട്ട് ആയിഷയുടെ ചുണ്ട് വെച്ചെന്ന് കുറേ നേരം നോക്കിയിട്ട് അവിടെ ചുണ്ട് വെച്ചിട്ട് എന്നെ നോക്കിയിട്ട് കുടിക്കും. ആയിഷ ബീവിയുടെ കണ്ണ് നിറയും. ഞാൻ പല്ല് വെച്ചെടുത്ത് തന്നെ ഇറച്ചി കഷ്ണത്തിൻ്റെ ആടിൻ്റെയോ മറ്റോ മാംസ കഷ്ണത്തിൻ്റെ അവിടെ തങ്ങൾക്ക് പല്ല് വെക്കണം. എൻ്റെ ആയിഷയുടെ പല്ല് വെച്ച് നോക്കൂ. സർവ്വസൈന്യാധിപൻ, ലോകം കണ്ട ഏറ്റവും വലിയ നേതാവ്, ഭാര്യ പല്ല് വെച്ചെടുത്ത് പല്ല് വെക്കും. പിന്നെ ആയിഷ ബീവി പറയാ, ഞാൻ ഏടി ഇരുന്നാലും എന്നെ ചാരിയിട്ട് എന്നെ തങ്ങൾക്ക് ഇരുന്നിട്ട് ഖുർആൻ ഓതണം. അതാണ് പച്ച ജീവിതം. ഖാലി, സൈനാധിപൻ, മുദരിസ്, ആ കോട്ടൊക്കെ വീട്ടിൻ്റെ പുറത്തുനിന്ന് തന്നെ അയച്ചു വെച്ചിട്ടാണ് തങ്ങൾ കയറുക. അങ്ങനെ കയറുക. ഒരു വീട്ടിൽ നമ്മൾ പാലിക്കേണ്ട 39 അദബുകളെ കുറിച്ച് അബ്ദുൽ ഫത്താഹ് അബൂഖുദ്ദക്ക് ഒരു കിതാബുണ്ട്. അതൊന്ന് നമ്മൾ വായിക്കണം, നല്ലതാ കുറച്ചും കൂടി. അതിൽ പറയുന്നുണ്ട്, നമ്മളൊരു വീട്ടിൽ ഒരു റൂമൊക്കെ മുട്ടിയാൽ നബി തങ്ങളുടെ സ്വഭാവം എന്ന വിഷയത്തിൽ മാത്രമാണ് ഞാൻ നാളെ പ്രസംഗിക്കാൻ പോകുന്നത്. നാളെ മഹബ്ബ കോൺഫറൻസ് ഉണ്ടല്ലോ മാട്ടൂൽ മനുഷ്യൻ്റെ, അവിടെ ഞാൻ അത് പറയണമെന്ന് വിചാരിക്കട്ടെ. തങ്ങളുടെ സ്വഭാവം, നമ്മൾ ജീവിതത്തിൽ കൊണ്ടുവരേണ്ട സ്വഭാവങ്ങൾ. ഇന്നത്തെ പ്രമേയം തങ്ങൾ നമ്മളെ എങ്ങനെ സ്നേഹിക്കാതിരിക്കും എന്ന കണ്ടന്റാണ്. ഞാൻ പറഞ്ഞതിൻ്റെ ഒരു കാഭാഗം വരെ ഈ മാറ്ററിൻ്റെ ഭാഗത്തൊന്നും എത്തിയിട്ടില്ല. നമുക്ക് കുറച്ച് വേഗത്തിൽ പോകണം. ഒരു വിഷയം പൂർത്തിയാണ്, അള്ളാഹു സ്വീകരിക്കട്ടെ. തങ്ങൾ വാതിൽ മുട്ടലിന് ഇങ്ങനെ മുട്ടുക, സ്വഹാബത്ത് എങ്ങനെ മുട്ടുക? നമ്മൾ ഒരാളുടെ വാതിൽ മുട്ടുന്ന സമയത്ത് നഖം കൊണ്ട് മുട്ടണം എന്നോ? ഒരു മുട്ടൽ കഴിഞ്ഞിട്ട് 3 മുട്ടലേ ഒരു വീട്ടിൻ്റെ വാതിലിന് കോളിംഗ് ബെല്ലൊക്കെ അടിക്കാൻ പറ്റും മുട്ടലാണെങ്കിലും. ഒരു മുട്ടൽ കഴിഞ്ഞിട്ട് 4 റക്അത്ത് നിസ്കരിക്കാനുള്ള സമയം കഴിഞ്ഞിട്ട് അടുത്ത മുട്ടാൻ പറ്റും. കാരണം നമ്മൾ ഒന്നാമത് മുട്ടുമ്പോൾ അയാൾ നിസ്കാരത്തിന് കൈകെട്ടിയിട്ടായിരിക്കും ജസ്റ്റ് ഉണ്ടാവുക. നിസ്കാരത്തിൽ സാധാരണ 4 റക്അത്താണ് പരമാവധി റക്അത്ത് ഉണ്ടാവുക. അത് തീരുന്നവരെ കാത്തുക്കണം എന്നോ? എന്നിട്ടാണ് രണ്ടാമത് മുട്ടേണ്ടത്. തങ്ങളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ഷെഫി കയ്യിൽ കൗണ്ടർ പോരടോ, ഹൃദയത്തിൽ വേണം അത് വേണം. ഈ തിരുവസന്ത കാലത്ത് അത് ഉണ്ടാക്കിയെടുക്കണം. ഒരു വീട്ടിലേക്കൊക്കെ നമുക്ക് പെർമിഷൻ തന്നാൽ കിച്ചൺ നോക്കരുത് എന്നാ നിയമം. കിച്ചൺ നോക്കരുത്, അവിടുത്തെ വാസന ശ്രദ്ധിക്കുക. മട്ടനാന്ന് തോന്നല്ലോ. നമുക്കൊക്കെ കുറേ മോശം സ്വഭാവമുണ്ട്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഷമായിൽ പഠിക്കുന്ന ആളാണെങ്കിൽ കാറിൻ്റെ ഡോർ വരെ എങ്ങനെ അടക്കേണ്ടതെന്ന് പറയാം. ഇങ്ങനെ അടക്കേണ്ടത് മെല്ല. ഡോർ എങ്ങനെ അടക്കേണ്ടത് വീടിൻ്റെ? മെല്ല. അങ്ങനെയാണ്. കാരണം എന്തേ? കാനർഫഖന്നാസ്, തങ്ങൾ സോഫ്റ്റിൻ്റെ ആളാ. ഇമാമായിട്ട് നിന്നാൽ കുട്ടികളെ ആരെങ്കിലും കരയുന്നുണ്ട വലിയ സൂറത്ത് ഓതാൻ വിചാരിച്ച് തങ്ങൾ ചെറിയ സൂറത്ത് ഓതിയിട്ട് സലാം വിട്ടു. സ്വഹാബത്ത് പറയും, അങ്ങനെ ഈ പള്ളിയിലേക്ക്, മദീനത്തെ പള്ളിയിലേക്ക് നമ്മൾ വന്നത് തങ്ങൾ വലിയ സൂറത്ത് ഓതുമെന്ന് വിചാരിച്ചിട്ടല്ലേ. കാരണം അവിടെ നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ കുബാ പള്ളിനെ കുറിച്ച് മാത്രം ഒരു കിതാബുണ്ട് ഇബ്നല്ല നിങ്ങൾക്ക്. കുബാ പള്ളിയിൽ ഒരു സ്വഹാബി ഏത് സൂറത്ത് ഓതിയാലും എക്സ്ട്രാ കുൽഹുവല്ലാഹു ഓതുമ്പോൾ പരാതി മദീനത്തെ പള്ളിയിലേക്ക് വന്നു. എക്സ്ട്രാ സൂറത്ത് ഓതുന്നു. കുൽഹുവല്ലാഹു എന്ന് പറഞ്ഞാൽ ആകെ 1 മിനിറ്റ് വരെ വേണ്ട. അതുവരെ സ്വഹാബത്ത് സമ്മതിക്കൂല. ഖുർആനോട് പ്രശ്നമായിട്ടില്ല, എന്തിനാ പുതിയ ഓതുന്നു എന്നുള്ള വിഷമം. അതേസമയത്ത് തങ്ങളുടെ അടുത്തേക്ക് മല താണ്ടിയിട്ടൊക്കെ സ്വഹാബത്ത് വരും. എന്തുകൊണ്ടെന്ന് വെച്ചാൽ തങ്ങൾ 10 അൽ ബഖറ ഓതിയാലും മടുക്കൂലായിരിക്കും. അതമ്മ അല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങിയത് തങ്ങൾക്കല്ല, തങ്ങളെ സൂറത്തുൽ റഹ്മാനും സൂറത്ത് ബഖറ എന്തായിരിക്കും ആ ഓത്ത്. പക്ഷെ തങ്ങൾ പറയും, ഞാൻ വലിയ സൂറത്ത് ഓതണം എന്നൊക്കെ വിചാരിച്ചിട്ട് കൈ കെട്ടിയതാണ്. പക്ഷെ ചെറിയ മക്കളുണ്ടാകുമ്പോൾ അവരെ കരച്ചിലിട്ട് ഞാൻ എന്താ പറയുക ചെറുതാക്കിയതാണ്.
അങ്ങനെയാണ് അവിടുത്തെ. നമ്മൾ ഈ ഹദീസ് വായിച്ചു പോകും. നിങ്ങൾ ഇമാം വെക്കുമ്പോൾ നിങ്ങളുടെ പിന്നിൽ ഫഇന്ന ഫീഹിം, നിങ്ങളുടെ മൗമൂമിൽ ഉണ്ടാവും അൽ മുസാഫിർ, യാത്രക്കാരുണ്ടാവും. അപ്പോൾ എയർപോർട്ട് പള്ളിയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഇമാം എന്നാൽ ചെറിയ സൂറത്ത് ഓതണം. അതാ നബി സ്നേഹം എന്ന് പറഞ്ഞാൽ. റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത പള്ളിയിൽ നിന്നാൽ ചെറിയ സൂറത്ത് ഓതണം. ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പള്ളിയിൽ നിന്നാൽ ചെറിയ സൂറത്ത് ഓതണം. അതാ വേണ്ടത്. നമ്മൾ അങ്ങനെയാണ് വേണ്ടത്. നമ്മൾ സോഫ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ വല്ലസുർ, കാലം തന്നെ സത്യം, ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യവരെ നിങ്ങൾ തോറ്റവരാണ് എന്ന് പറയുന്നതിനേക്കാൾ പുതിയ കാലത്ത് അർത്ഥം വെക്കാൻ നല്ലത് എന്താണെന്ന് വെച്ചാൽ ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ എന്ന ആയത്ത് അള്ളാഹ് നമുക്ക് തന്നത് മനുഷ്യന്മാർ തോക്കാനാണോ ജയിക്കാനാണോ? എന്തിന്? ജയിക്കാൻ. അപ്പോൾ നമ്മൾ അർത്ഥം വെക്കുമ്പോൾ പറയാം ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, മനുഷ്യരെ നിങ്ങൾ തോൽക്കരുത്, കാരണം ജയിക്കാൻ 4 മാർക്കുണ്ട്. എന്നിട്ട് അർത്ഥം വെച്ചാൽ മനുഷ്യന്മാർക്ക് തന്നെ തോന്നുന്നു നന്നാവണല്ലേ. പക്ഷെ നമ്മൾ അർത്ഥം വെക്കൽ തന്നെ എങ്ങനെ? ഇന്നൽ ഇൻസാൻ ലഫീ ഖുസ്ർ, തോറ്റിന് ആകെ 4 ആളെ ജയിച്ചിട്ടുള്ളൂ. നമ്മൾ അർത്ഥം വെക്കൽ തന്നെ അങ്ങനെയാണ്. ഖാന അർഫഖന്നാസ്, നമുക്ക് നാളെ അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ടതുണ്ട്. ഇനി 5ാമത്തെ, എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്നേഹിക്കപ്പെടുന്നു എന്നുള്ളതിൻ്റെ 5ാമത്തെ കാരണം, തങ്ങൾ ജനകോടികളുടെ നേതാവാണ്. ലോകത്ത് മഹാഭൂരിപക്ഷം ആൾക്കാർ പാവങ്ങളാണ്. മഹാഭൂരിപക്ഷം ആൾക്കാരും പാവങ്ങളാണ്. പാവങ്ങൾ പൊതുവെ അപരവൽക്കരിക്കപ്പെടും, അല്ലെങ്കിൽ പാർശ്വവൽക്കരിക്കപ്പെടും, അവമതിക്കപ്പെടും. പൊതുവിൽ അങ്ങനെ. പക്ഷെ തങ്ങളുടെ ഒരു നിലപാട് എന്താ വെച്ചാൽ എപ്പോഴും പാവങ്ങളുടെ കൂടെ നിർത്തും എന്നുള്ളതാണ്. പൊതുവെ പാവങ്ങളുടെ കൂടെ ആരും ഉണ്ടാവില്ല. പൊതുവിൽ അങ്ങനെയാണ്. തങ്ങൾ എപ്പോഴും പാവങ്ങളുടെ കൂടെയാണ്. ഞാൻ നിങ്ങളെ അയാം വിത്ത് യു എന്ന് തങ്ങൾ എപ്പോഴും പറയും. അയാം വിത്ത് യു, ഞാൻ നിങ്ങളുടെ കൂടെയാണ്. പാവങ്ങളാണ് ആദ്യം സ്വർഗത്തിൽ. പണക്കാര് സ്വർഗത്തിലെത്തുന്നതിൻ്റെ എത്രയോ മുമ്പ് പാവങ്ങൾ സ്വർഗത്തിലെത്തും. എന്നെ നിങ്ങൾ അന്വേഷിക്കേണ്ടത് പാവങ്ങളുടെ കൂടെയാണ്. പാവങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇടയിലൊരു കാര്യം പറയാം. അതിൻ്റെ അർത്ഥം ഇസ്ലാം ബാലൻസ് ചെയ്യുന്നില്ല എന്നല്ല. പണക്കാരുടേതായ സ്ഥാനം ഇസ്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. പാവങ്ങളുടെ സ്വർഗത്തിലേക്കുള്ള പ്രവേശനം പണക്കാരേക്കാൾ 500 കൊല്ലം മുമ്പ് എന്ന ഹദീസിനെ നമ്മൾ അങ്ങനെ തന്നെ വായിക്കണം. എന്താ അതിൻ്റെ അർത്ഥം? പണക്കാർ കുറേ നല്ല മനുഷ്യന്മാരില്ലേ? ഉണ്ട്. പാവങ്ങൾ പണക്കാരുടെ 500 കൊല്ലം മുമ്പ് സ്വർഗത്തിലെത്തും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാലേ, കേൾക്കണേ, അതിൻ്റെ അർത്ഥം പണക്കാര് മൗലിദിനും തക്കാഫുലിനും ഹൈറാത്തിനും മദർസക്കും സാന്ത്വന പ്രവർത്തനത്തിനൊക്കെ ചെലവാക്കിയതുണ്ടാവുമല്ലോ. അതെ, ആ ചെലവാക്കിയതിൻ്റെ ഹിസാബ് എടുക്കുന്നത് അവർ ആസ്വദിക്കുമായിരിക്കും. എടുക്കുക ചോദിച്ചോ. അങ്ങനെ അവർ 500 കൊല്ലാവും എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ അർത്ഥം. ഏതുപോലെ? അതിനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മൾ ഇഹിയാഉ സുന്നയിലൊക്കെ അഹ്സനി ബിരുദത്തിന് ഇൻ്റർവ്യൂവിന് ഏതെല്ലോ ദർസെന്ന് പോകുന്ന മക്കള് അധിക കുട്ടികളും പറയും ഫളിൽ ഉസ്താദിൻ്റെ അടുത്ത് തന്നെ കിട്ടണോ? പഠിച്ച കുട്ടികൾ. എന്തുകൊണ്ട്? നല്ല ടഫ് ചോദ്യം വരും. ടഫ് ചോദ്യം വന്നിട്ട് ഉത്തരം പറയാനൊരു രസം വേറെ തന്നെയാണ്. അങ്ങനെയാണ്. നല്ല പഠിച്ച കുട്ടികൾക്ക് ടഫ് ഒരു ചോദ്യം വന്നിട്ടില്ലെങ്കിൽ എന്ത് കാര്യമായിട്ട് പഠിച്ചിട്ട് വന്നിട്ട്. അതാണ് ഈ പണക്കാർ അള്ളാഹുവിൻ്റെ വിചാരണ. നിനക്ക് അന്ന് ആ 10,000 ലാഭം കിട്ടി, എന്തായി? 10,000 പാവങ്ങളെ കല്യാണത്തിന് കൊടുത്ത്. മറ്റേത് ഇങ്ങനെ ചോദിക്കുന്നവർക്ക് ഇഷ്ടമായിട്ടാണ് 500 കൊല്ലം അവിടെ വെയിറ്റ് ചെയ്ത്. മനസ്സിലായിനാ പറഞ്ഞത്? എല്ലാം കിന്നത് പാവങ്ങൾ പണക്കാരും തമ്മിൽ വ്യത്യാസം വരുന്നത്. പണക്കാരായത് അവരെന്തോ ചെയ്തിട്ടൊന്നും അല്ലല്ലോ. അത് ആ രീതിയിൽ മനസ്സിലാക്കണം എന്ന് ഇബ്നു ഹജർ റഹിമഹുള്ളയുടെ മിഷ്കാത്തിന് വ്യാഖ്യാനമായ ഫത്തുഹുൽ ഇലാഹിൽ കാണാം. അപ്പം നിങ്ങളാണ് ഫസ്റ്റ് സ്വർഗ്ഗം. പാവങ്ങളെ എപ്പോഴും തങ്ങൾ സമാധാനിപ്പിക്കും. ഓരോരുത്തരുടെയും കൂടെയും തങ്ങളുണ്ടാവും. അത് നമുക്ക് വലിയൊരു കൺസെപ്റ്റായിട്ട് പഠിക്കേണ്ടതാണ്. പള്ളി അടിച്ചു വരുന്ന ഒരു പെണ്ണുങ്ങൾ, പൊതുവെ പള്ളി അടിച്ചു വരുമോ മക്കാം അടിച്ചു വരുമോ മൂത്രച്ചോളി കഴുകുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ നമ്മുടെ നാട്ടിൽ ആരെയാണ് അതിന് അസൈൻ ചെയ്യൽ. അങ്ങനെ ഒരു അടിച്ചു വരുന്ന പെണ്ണുങ്ങൾ തങ്ങൾ പറഞ്ഞു അവരെ കാണുന്നില്ലല്ലോ. അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു അത് മാത്രം തോറും മരിച്ച്. ഓ മരിച്ച എന്ന പോട്ട്. അങ്ങനെയല്ല തങ്ങൾ പറഞ്ഞേ. എന്താ സ്വഹാബത്ത് നിങ്ങൾ ചെയ്ത പണി? അതെന്താ മരിച്ച വിവരം എന്നോട് പറയാതിരുന്നത് എന്ന് പറഞ്ഞാൽ ഒരു പാവം പെണ്ണുങ്ങൾ, ആ പെണ്ണുങ്ങളും തങ്ങൾക്ക് പ്രധാനമാണ്. ആ നിങ്ങൾ എന്നോട് പറയാതിരുന്നത്? അയ്യേ. എന്നാൽ ദല്ലൂനി അല ഖബരിഹ, ഒരു ഖബർ എനിക്ക് കാണിച്ചു തരാം, എവിടെ മറമാടി. അവിടെ പോയിട്ട് മയ്യത്ത് സ്കരിച്ചിട്ട് തിരിച്ചു വന്നു. കണ്ടങ്ങള് ജുലൈബീബ് എന്ന് പറഞ്ഞിട്ടൊരു സ്വഹാബി ഉണ്ട്, കറുത്ത സ്വഹാബിയ.
സൗന്ദര്യം തീരില്ല. അതിൻ്റെ പുറമെ ആ സ്വഹാബിയുടെ ഇവിടെ വലിയൊരു മുഴയുണ്ട്. സൗന്ദര്യം ഉണ്ടെങ്കിൽ തന്നെ പോക്കുന്ന ഒരു മുഴയാണ്, കണ്ണൊക്കെ മറക്കുന്നത്. അങ്ങനെ സ്വഹാബി ഇങ്ങനെ നടക്കും. ആ സ്വഹാബിനെ ഒരിക്കൽ തങ്ങൾ വിളിച്ചിട്ട് വെച്ച് അലാ തസവ്വജി യാ ജുലൈബീബ്, ജുലൈബി മംഗലം കേൾക്കണില്ലേ, കല്യാണം കേൾക്കുന്നില്ലേ എന്ന് വെച്ച്. അപ്പോൾ ആ സ്വഹാബി കരഞ്ഞു. വമയുസവ്വിജ്നി യാ റസൂലല്ലാഹ്, എന്നെല്ലാം ആരെ കെട്ടിച്ചേര് നബി, എനിക്കെല്ലാം ആരാ ഉള്ളത് എന്ന് വെച്ചു. അപ്പോൾ തങ്ങളെ കണ്ടെന്ന് പറഞ്ഞു. എന്താ ജുലൈബീബെ ചോദിക്കും. പിന്നെ ഞാനെന്തിനാ മോനുവാ, മോനിക്ക് ഞാൻ പെണ്ണാക്കി തരാം എന്നിട്ട് അൻസ്വാരികളുടെ പണക്കാരനായ ഒരു സ്വഹാബിയുടെ സൗന്ദര്യമുള്ള മോളെ കെട്ടിച്ചു കൊടുത്തു. അടുത്തൊരു സമരത്തിൽ ആ സ്വഹാബി ഷഹീദ് എന്നുണ്ട്. ആ സ്വഹാബിൻ്റെ മയ്യത്ത് തങ്ങളെന്നെ എടുത്തിട്ട് ഖബറിലേക്ക് വെച്ചു. എന്നിട്ട് പറയുന്നത് എന്താ പറയാ, ഹാദാ മിന്നി വാന മിൻഹു, ഞാനും ജുലൈബീബും ഒന്നാണ്, ഞാൻ നിങ്ങളെ അയാം വിധി, ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയാണ് തങ്ങൾ. മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പേർഷ്യക്കാരനാണ്. പഴയ ഇറാൻ ഇറാഖിന്റെ കുറെ ഭാഗം കൂടിയ സ്ഥലത്തിനാണ് പേർഷ്യ എന്ന് പറയുന്നത്. ആ സ്വഹാബി ശരിക്ക് ഒരു പൂജാരിയുടെ മകനാണ്. പൂജാരി, തീ ആരാധകനാണ് സൽമാനുൽ ഫാരിസി തങ്ങളുടെ ഉപ്പ. തീ ആരാധകൻ, തീ ആരാധകൻ എന്ന് മാത്രമല്ല അവരുടെ ലീഡറായിരുന്നു. സൽമാനുൽ ഫാരിസി തങ്ങളുടെ ഉപ്പാന്റെ വീട്ടിൽ, അഥവാ ആ വീട്ടിൽ ഏകദേശം 200 പണിക്കാരുണ്ടായിരുന്നു വിറക് കത്തിക്കാൻ വേണ്ടി മാത്രം. തീയാണല്ലോ അവരുടെ ആരാധന വസ്തു. തീ കത്തിക്കാൻ വേണ്ടി മാത്രം 200 പണിക്കാർ. അതൊക്കെ മടുത്തിട്ടാണ് സൽമാൻ തങ്ങൾ അവിടുന്ന് പോരുന്നത്. അങ്ങനെ വന്ന് കുറേ നാട്ടിൽ കുടുങ്ങി രക്ഷപ്പെട്ട് ലാസ്റ്റ് മദീനയിലെത്തി. അങ്ങനെ അഹ്ലുസുഫത്തിൽ മെമ്പർഷിപ്പ് എടുത്ത്. അഹ്ലുസുഫ എന്ന് പറഞ്ഞാൽ ഒന്നും തിന്നാനൊന്നും അവർക്ക് കിട്ടൂല. അഹ്ലുസുഫ അവരെ കുറിച്ച് നമ്മൾ ശരിക്കും പഠിക്കേണ്ടതാണ്. ഒന്നിനും കിട്ടൂല. അബൂ ഹുറൈറ പറയണ്ടല്ലോ, ഞാൻ ചിലപ്പോൾ നിസ്കരിക്കുമ്പോൾ ഒന്നും ഉടുക്കാനില്ലായിട്ട് തുണി മാത്രം എടുത്തിട്ട്, ഇസാർ മാത്രം എടുത്തിട്ടേ നിസ്കരിക്കുമ്പോൾ റുക്കൂ കഴിഞ്ഞിട്ട് സുജൂദിലേക്ക് പോകുമ്പോൾ ഞാൻ ഉടുത്ത തുണി പിളർന്നു പോകുമോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇടത്തേക്ക് കൊണ്ട് എൻ്റെ തുണി രണ്ടും അടിയിൽ ടൈറ്റിൽ പിടിച്ചിട്ട് സുജൂദ് എത്തിയാലേ എൻ്റെ കൈവെക്കാറുള്ളൂ. അബൂ ഹുറൈറ അങ്ങക്ക് തിന്നാനില്ലാത്തോണ്ട് നിലത്ത് കിടക്കും. അപ്പൊ ഈ കടന്നത് മനുഷ്യനാന്ന് തിരിയാണ്ട് പലരും ചവിട്ടിയിട്ട് പോകുന്ന ഒരു കാലമൊക്കെ ഉണ്ടായിരുന്നു. ആ മെമ്പർഷിപ്പ് എടുത്തതാണ് സൽമാൻ തങ്ങൾ. അങ്ങനെയാണ് കുറച്ച് പ്രമുഖരായ ആൾക്കാർ തങ്ങളടുത്തേക്ക് വന്നിട്ട് നമുക്ക് ഇസ്ലാം പഠിക്കണമെന്നുണ്ട്. പഠിക്കാമല്ലോ, നമുക്ക് നിങ്ങളോട് ഇരിക്കുന്നതിന് നമുക്കൊരു പ്രസ്റ്റേജ് ഉണ്ടല്ലോ. ഈ വിയർപ്പ് നാർന്ന, അങ്ങനെയാ പറയണത്, വിയർപ്പ് നാർന്ന ഹബ്ബാബ്, ബിലാല്, സൽമാന് നമുക്കാവില്ല. വി കാൻറ്റ്. അപ്പൊ തങ്ങളുടെ ഒരു കൺസേണ് ഇവരും ഇസ്ലാമിലേക്ക് വരണം. എൻ്റെ ഈ പാവങ്ങളായ സ്വഹാബിമാർക്ക് ഞാൻ എന്ത് പറഞ്ഞാലും മനസ്സിലാവും, അവർ ഈ സ്ഥാനത്തേക്ക് ഇവരെ എത്തിക്കണം. ഇവർ വന്ന കുറേ ആൾ ഇസ്ലാം സ്വീകരിക്കുമല്ലോ. അങ്ങനെ തങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് സൽമാൻ തങ്ങൾക്ക് ഒരു ചെറിയ തോന്നൽ. നല്ല സൽമാൻ തങ്ങൾ അവിടുന്ന് എസ്കേപ്പായി. ആ സ്പോട്ടിൽ സൂറത്തുൽ കഹ്ഫിൽ ആയത്തിറങ്ങി, വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബക. ആ ടീമിൻ്റെ കൂടെ തങ്ങൾ ഇരിക്കരുത്, അവർ ഇസ്ലാം സ്വീകരിക്കൂല, അവരുടെ ധാഷ്ട്യാണത്. വസ്ബിർ നഫ്സക മഅല്ലദീൻ, തങ്ങൾ ഈ പാവങ്ങളുടെ കൂടെ ഇരുന്നാൽ മതി. തങ്ങളുടെ ഒരു പൊതുവിലുള്ള ഒരു സ്വഭാവം, ഒരു ആയത്ത് ഒരാളുടെ വിഷയത്തിൽ ഇറങ്ങിയാൽ അയാൾ ആദ്യം ആയത്ത് കേൾപ്പിക്കും. സൽമാൻ എടുത്തോ, പരിധി കാണുന്നില്ല, സൽമാൻ കാണുന്നില്ല. സ്വഹാബത്ത് മൊത്തം പരിധിയിട്ടും കാണുന്നില്ല. നോക്കുമ്പോൾ പള്ളീൻ്റെ മൂലക്ക് കിടക്കുന്നുണ്ട്. സൽമാൻ തങ്ങൾ വിളിച്ചു കൊണ്ടുവരുമ്പോൾ പനി പിടിച്ച് വറക്കുന്നുണ്ട്, ഒരു നനന്ന പൂച്ചയുടെ ഫീലിങ്. സൽമാനോട് ചെന്തു വെച്ച്. അപ്പൊ സൽമാൻ തങ്ങൾ പറഞ്ഞു, തങ്ങൾക്ക് നമ്മളൊന്നും വേണ്ടല്ലോ, ഞാൻ എൻ്റെ നാടും വിട്ട് എൻ്റെ ഉപ്പാനെയും ഉമ്മാനെയും എല്ലാം വിട്ടിട്ട് തങ്ങളുടെ അടുത്തേക്ക് വന്നത് തങ്ങളുടെ അടുത്ത് അഭയം കിട്ടാനല്ലേ. പാവങ്ങളായ നമ്മളൊന്നും ആയിരിക്കും വേണ്ട നബി എന്ന് പറഞ്ഞപ്പോൾ തങ്ങൾ കരഞ്ഞു. അപ്പോഴാണ് തങ്ങൾ പറഞ്ഞത്, അന്ത മിന്നീ വാന മിൻകാൻ, ഇനി ഞാനും സൽമാനും ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ സ്വലാത്ത് ഇല്ലാൽ, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, സ്വലാത്ത് ഇല്ലാൽ വഅല ആലിഹി, തങ്ങളുടെ കുടുംബത്തിനും എന്ന് പറയുമ്പോൾ എല്ലാ തങ്ങന്മാർക്കും എത്തും ആ സ്വലാത്ത് അല്ലേ. എന്നാൽ തങ്ങളല്ലാത്ത ഒരാൾക്ക് സ്വലാത്ത് എത്തുന്നുണ്ടെങ്കിൽ സൽമാൻ തങ്ങൾക്ക് എത്തും. കാരണം ഒരു തങ്ങളല്ലെങ്കിലും തങ്ങൾ ആ ലിങ്ക് അയച്ചു കൊടുത്തിട്ട് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിച്ച്, അന്തമിന്നീൻ, ഞാനും സൽമാനും ഇനി മുതൽ ഒന്ന്. ഇന്നെ വേണ്ടെന്നോ
ഇന്നെ വേണ്ടെന്നോ? ഇരിക്കോ, അതിന് നീ വേറെ ആവണ്ട, നമ്മളൊന്നല്ല മോനെ. കണ്ടോ, ഐ ആം വിത്ത് യു, ഞാൻ എൻ്റെ മോൻ്റെ ഒപ്പരാണ്. പാവങ്ങളെ ചേർത്ത് പിടിച്ചത്. അന വഖാഫിലുല്ലത്തീമി, ഇത് ഇൻഡിവിജ്വൽ കാര്യമാണ്. അതിന് അടുത്ത് പറയാം, അന വഖാഫിലുല്ലത്തീമി ഫിൽ ജന്നത്തി ഹാക്കദാ. ഒരനാഥയെ സംരക്ഷിച്ചാൽ ഞാനും അവനും സ്വർഗത്തിൽ ഇപ്രകാരം 2 വിരൽ ഉയർത്തിയോണ്ടാ GCC ഇത്രമേൽ തക്കാഫുല് കേരളത്തിലേക്ക് പോണത്. ഈ 2 വിരലിൻ്റെ ശക്തി എത്ര എത്തീമക്കളെ അനുഭവിച്ച് നോക്കിയേ. എത്ര എത്തീമക്കൾക്ക് വേണ്ടിയാ അവിടുത്തെ 2 വിരൽ ഉയർത്തിയത്. ഫിൽ ജന്നത്തി ഹാക്കദാ അസ്സായി അലൽ അർമിലത്തി വൽ മസാക്കീൻ. പാവങ്ങളെ സഹായിക്കുന്നവർക്ക് രാത്രി മുഴുവൻ നിസ്കരിച്ച, പകല് മുഴുവൻ നോമ്പെടുത്ത കൂലിയുണ്ട്. കണ്ടോ, അങ്ങനത്തെ തങ്ങളുടെ ജീവിതം. തങ്ങള് ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് വീട്ടിൽ പള്ളിയിൽ നിന്ന് ലാസ്റ്റാണ് പള്ളിയിൽ നിന്ന് തങ്ങൾ പോവുക, ഏറ്റവും ലാസ്റ്റ്. ഈ അഖില സുഫക്കാരിങ്ങനെ ചമ്പ്രം പടിഞ്ഞിരിക്കുന്ന അവിടെ പാവങ്ങൾ ഇന്ന് രാവിലെ ദർസെടുത്ത് കൊടുത്ത ഹദീസ് ഇങ്ങനെ പഠിക്കണ്ടാവും. പാവങ്ങൾ ഒന്നും തിന്നാനൊന്നും ഉണ്ടാവില്ല. ഈ നിങ്ങൾ അബൂഹുറൈറകളെ ചിത്രമൊക്കെ ആലോചിച്ച് നോക്കി. അബൂഹുറൈറകളുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിയുന്ന ആയത്തിൻ്റെ അർത്ഥം തന്നെ വെറുതെ ചോദിക്കൂ. എന്തിനെന്ന് വെച്ചാൽ ഒരിക്കൽ ബുഖാരിയിലുണ്ടല്ലോ, സിദ്ദീഖ് റളിയല്ലാഹുവിനോട് ചോദിച്ചു, ഈ ആയത്തിൻ്റെ അർത്ഥം പറഞ്ഞുതരുമോ? എന്തിനാ പറഞ്ഞു? ഈ അറിയുന്ന ആയത്തിൻ്റെ അർത്ഥമൊക്കെ അറിയാം, പക്ഷേ സിദ്ദീഖ് റളിയല്ലാഹു അർത്ഥം പറഞ്ഞ് പൊരൻ്റെ ഗേറ്റിൻ്റെ അവിടെ എത്തിയിട്ട് ഒന്ന് ഭക്ഷണം കഴിച്ച് പോയിക്കോളിന്ന് പറയുമോയെന്ന് വിചാരിച്ചിട്ടാണ് ചോദിക്കുന്നത്. ആ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ അർത്ഥം എന്താ വലിയ അവ്യക്തതയൊന്നും ഇല്ലല്ലോ, ഇതിൻ്റെ അർത്ഥം ഇങ്ങനെ എന്നിട്ട് ഒരൊറ്റ പോക്ക്. ആ ട്രിക്ക് നടന്നിട്ടില്ല. അടുത്തത് ഉമർ റളിയല്ലാഹു വരുന്നു. ഉമർ തങ്ങൾ, ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരുമോ? ഇതിൻ്റെ അർത്ഥം എന്താ പ്രശ്നം? അർത്ഥം പറഞ്ഞു. അടുത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ട്. തങ്ങൾ ഈ ആയത്തിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരുമോ? അപ്പോൾ അബൂഹുറൈറ തങ്ങളെ വിളിച്ചിട്ട്, മോനിക്ക് അർത്ഥമൊന്നും വേണ്ട, മോന് വാ, എന്നിട്ട് പൊരക്കൊന്ന് പാല് കൊടുക്കുന്നുണ്ട്. അതാണ് തങ്ങളുടെ ഒരു ലൈഫ്. അങ്ങനെ തങ്ങൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ അഹ്ലു സുഫക്കാർ ഇങ്ങനെ ഒരു ടീമായിട്ട് അവിടെ ഇരിക്കണ്ടാവും. ആരും തിന്നിട്ടേ രാത്രിയായിട്ട് ഇല്ല. ചോദ്യം കേട്ടാൽ വിചാരിക്കും തങ്ങൾ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ചിട്ടായിട്ട് വരുന്നത്. ആ വീട്ടിൽ എന്താ ഉണ്ടായാലും ഈത്തപ്പഴവും വെള്ളവും കുറേ കാലം, പിന്നെ കുറേ കാലം ഒന്നും ഉണ്ടാവില്ല, പിന്നെ കുറേ കാലം ഈത്തപ്പഴവും വെള്ളവും. ഞാനിങ്ങനെ പലപ്പോഴും ആലോചിക്കാറുണ്ട്, ഈ തൊട്ടപ്പുറത്ത് തന്നെ ഈ കോടീശ്വരനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫങ്ങളുടെ വീട്, ഉസ്മാൻ റളിയല്ലാഹുവിൻ്റെ വീട്, സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വീട്. എന്നിട്ട് എങ്ങനെയാ തങ്ങൾ ഇത്ര? അതിന് ആരും മുമ്പിലും ഞാൻ തിന്നിട്ടില്ല എന്ന് തോന്നിപ്പിക്കൂലല്ലോ തങ്ങൾ. അതല്ലേ അവിടുത്തെ ഒരു പ്രത്യേകത. ആരും തിന്നിട്ടില്ലേ രാത്രിയായിട്ട്? എങ്ങനെ സുബി വരെ വാല മയാസിരി സ്വഹാബ, പണക്കാരായ സ്വഹാബിമാരെ നോക്കിയിട്ട് ചോദിക്കൂ, ഈ പാവങ്ങൾക്ക് എത്ര ആളെ കൊണ്ടുപോകാൻ പറ്റൂ? 2 ആളാ വരി, 2 ആളുവാ. നിങ്ങൾക്കോ 4 ആളാ വരി, 4 ആളുവാ. എന്നാലും ഉണ്ടല്ലോ എൻ്റെ മക്കളെ കുറേ. ഇത് കേട്ടിട്ട് സഅദ് ഇബ്നു ഉബാദ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനൊരു 80 ആളെ കൊണ്ടുപോയിക്കോളാം. ഒരു രാത്രി ഒരു മുന്നറിയിപ്പും ഇല്ലാണ്ട് പുരക്കേക്ക് 80 ആളെ ഫുഡിന് കൊണ്ടുപോകാൻ മാത്രം അവരങ്ങോട്ട് പാകപ്പെടുത്തിന് തങ്ങൾ. അങ്ങനെ എല്ലാവരും കാലിയായി വീട്ടിലേക്ക് പോയി എന്ന് കണ്ടാൽ മെല്ലെ ഇറങ്ങും. അല്ലാഹു മിന്നി അസ്അലുക മിൻ ഫളിക് എന്നിട്ട് ലോകരാജാവിൻ്റെ അടുത്തേക്കാലും വെച്ചിട്ട് ഇറങ്ങും. അടുത്തേക്ക് പുരക്കേക്ക് പോരാ, കിലോമീറ്റർ അപ്പുറം ഒന്നല്ല, ഒരു ചുമരപ്പുറം. ആ പുരക്ക് എന്താ ഉണ്ടായാലും, ആ പുരക്ക് എന്ത് ഉണ്ടായാലും നമുക്ക് പറയാം, ആ പുര ടോട്ടൽ കണക്കൂട്ടിയാൽ 9 മുഴാണ്. പിന്നെ ആയിഷ ബീവിൻ്റെ ഒരു പ്രക്രിയ അവിടെ നടക്കുക. എന്താ ചെയ്യുക? നേരത്തെ തങ്ങൾക്ക് കല്ല് വയറിന് കെട്ടിക്കൊടുത്തിട്ടുണ്ടാവും. കല്ല് ആകെ കെട്ടാൻ പറ്റില്ല നടക്കുമ്പോഴും നിൽക്കുമ്പോഴുമാണ്. ഇരിക്കുമ്പോൾ കല്ല് കെട്ടിയാലും കിടക്കുമ്പോൾ കല്ല് കെട്ടിയാലും വയറിന് കൂടുതൽ അസ്വസ്ഥത ഉണ്ടാവും. കല്ല് കെട്ടുന്നതിന് 2 കാരണങ്ങളുള്ള വശദ്ദ മിൻ സഖബിൻ എന്ന വരിയുടെ വ്യാഖ്യാനത്തിൽ കാണാം. ഒന്ന്, വയറ് താണു പോയോണ്ട് ഒരു ശക്തി കിട്ടാൻ, നിവർന്ന് നിൽക്കാൻ ഒരു ശക്തി. രണ്ടാമത്തത്, വലിച്ചു കെട്ടിയാൽ ഒരു ചെറിയ തണുപ്പ് കിട്ടുമല്ലോ, അതിന് വേണ്ടിയിട്ടായി കെട്ടണത്. അപ്പോൾ ആയിഷ ബീവി നേരത്തെ പള്ളിയിൽ പോകുന്നതിന് മുമ്പേ കെട്ടിക്കൊടുത്തതാണ്. ഇനിയിപ്പോൾ അത് അഴിക്കണം, രാത്രി ഉറങ്ങാൻ പോയല്ലേ. ഇംഗ്ലീഷ് മീഡിയത്തിലേക്ക് പോകുന്ന കുട്ടീൻ്റെ കാലിന് ഷോക്സ് ഇട്ടിട്ട് ഉമ്മ വൈകുന്നേരം അഴിക്കണ പോലെ ആയിഷ ബീവി വെക്കുന്ന അഴിക്കും. അയ്യോ, എന്നിട്ട് തങ്ങൾ കിടക്കും. ആയിഷ ബീവി പറയുന്നുണ്ട്, കിതാബിൽ കാണാം, ചിലപ്പോൾ രാത്രി ഞാൻ കരയും, അവിടുത്തെ വയറുവേദന കൊണ്ട് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്ന കണ്ടാൽ ഞാൻ അടുത്തിരുന്നിട്ട് വയറിങ്ങനെ തടവി കൊടുക്കും. ഞാൻ ഒരു ദിവസം ചോദിച്ച് കരഞ്ഞുകൊണ്ട്, അല്ല നബി, ഒന്ന് അള്ളാഹിനോട് ചോദിച്ചൂടെ, എന്തിനാ ഈ ത്യാഗം സഹിക്കണത്? എന്തിനാ നബി ഇങ്ങനെ ത്യാഗം സഹിക്കണത്? അപ്പോൾ എന്താടാ ആയിഷ ഈ പറയണത്? മാലി വലി ദുനിയ, എന്തിനാ നമുക്ക് ആയിഷ ഈ ദുനിയാവല്ലോ? വേണ്ട മോളെ ഒന്നും. പിറ്റേന്ന് സുബീസ്കാരം കഴിഞ്ഞാൽ പിന്നെ തങ്ങൾക്ക് പള്ളിയിൽ നിന്ന് എന്താ ചോദിക്കാനുള്ളത് അറിയാം. സഹാബത്തുകളോട് ഞങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. മൻ അസ്ബഹ മിൻകുമുൽ യൗമ അത്വഅമ ജാഇയൻ, ഇന്നാരെങ്കിലും
പാവങ്ങൾക്ക് ഫുഡ് കൊടുത്തിട്ട് അവരെ വിഷമം മാറ്റിയവരുണ്ടോ? ആരും നമ്മളെ നാട്ടിൽ വിശപ്പ് അനുഭവിക്കരുത്. കേട്ടാ വിചാരിക്കും ഇന്നലെ ഉണ്ട് ഫുഡ് കഴിച്ചിട്ടാ വരുന്നത്. പിന്നെ അബ്ദുറഹ്മാൻ ഔഫങ്ങൾക്ക് എങ്ങനെയാണ് സഹായിക്കാൻ തോന്നല്? ഉണ്ട് എന്നല്ലേ വിചാരിക്കണത്. ഇന്നലെ രാത്രിയും സാന്ത്വനം തന്നെ, ഇന്ന് രാവിലെയും സാന്ത്വനം തന്നെ. നമ്മൾ വിചാരിക്കും സുബീക്കല്ല ആരാ ഉണ്ടാവില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കൈ പൊക്കി, ഞാനുണ്ട് നബിയെ. അടുത്ത ചോദ്യം, ഇന്ന് ആർക്കെങ്കിലും നോമ്പുണ്ടാകും? ഇന്ന് ആരെങ്കിലും ജനാസന്റെ കൂടെ, ഇന്നാരെങ്കിലും രോഗിനെ സന്ദർശിച്ച ഒരാളുണ്ടാ? ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ച്, അല്ല സിദ്ദീഖ് ഞങ്ങൾ ഇതെല്ലാം എപ്പായി ചെയ്തത്? അതെ, ഇന്ന് ഞാൻ കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങിനെ. വൈഫ് പറഞ്ഞ അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു രോഗിയാണെന്ന് കണ്ടിട്ട് പോയിക്കോളി. കണ്ടു. പിന്നെ എനിക്ക് ഓൾറെഡി നോമ്പുണ്ട് 2. പിന്നെ അവരെനിക്ക് 2 പത്തിരി തന്നിരുന്നു, ബ്രെഡ്. അത് വാങ്ങി. പാവപ്പെട്ട ഒരാൾ വഴിവക്കിൽ കണ്ടു, ഒരു മരിച്ച വീട്ടിൽ, അയാൾക്ക് കൊടുത്തു 3. പിന്നെ ഒരു കുട്ടീൻ്റെ ജനാസ ബഖയിലേക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് തിരിച്ച് സുബീക്കേക്ക് പള്ളിയിൽ എത്തിയിരുന്നു. സർക്കുലർ 31-ാം തീയതി കാലാവധി ഉണ്ടാവും. നമ്മളതുവരെ ഉണ്ടായിക്കോളണമെന്നൊന്നുമില്ല. നേരത്തെ പദ്ധതി പൂർത്തിയാക്കിയിട്ട് സഫീർ മോന്താലൊക്കെ പോയ പോലെ പോകണം. അതാണ് സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതാണ് സിദ്ദീഖ് റളിയല്ലാഹുവിനെ കുറിച്ചിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, വദിത്തു അന്നി ശഅറത്തും ഫീ സദ്രി അബൂബക്കർ. സിദ്ദീഖ് ഞങ്ങളെ നെഞ്ചിലൊരു രോമാറ്റായാൽ മതി ഉമർ. കാരണം ഓർ എന്തായാലും സ്വർഗത്തിൽ പോകുമല്ലോ. ഈ നാനും കഴിച്ചിലാവാലാണെന്ന് ഓർ പറയണത്. അങ്ങനെ പാവങ്ങളെ അത്രയും. അതാണ് ഈ ജനകോടികളുടെ നേതാവായത് എന്ന് ചുരുക്കം. നബി തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ പെട്ടെന്ന് എത്തിയപ്പോൾ മുസ്നദ് അഹമ്മദിലുണ്ട്, ഒരു സ്വഹാബി നിന്ന് പ്രസംഗിക്കുന്നുണ്ട്, നല്ല പ്രസംഗം. തങ്ങളെ കണ്ടപാട് ആ സ്വഹാബി പ്രസംഗം നിർത്തി. അപ്പോൾ തങ്ങൾ പറയാ, നിർത്തല്ലേ, പറയൂ, പ്രസംഗിക്കേ, പറഞ്ഞോളി, പറയൂ. എന്നിട്ട് പിന്നെ പറയുന്നത് എന്താ പറയാ, രാവിലെ മുതൽ സൂര്യൻ അസ്തമിക്കുന്നവരെ മഗ്രിബ് വരെ മോൻ്റെ പ്രസംഗം കേൾക്കലാണ് എനിക്ക് ഒരു 4 അടിമകളെ വില കൊടുത്ത് മോചിപ്പിക്കുന്നതിനേക്കാൾ ഇഷ്ടമെന്ന് പറയുമോനെ. എല്ലാവരെയും സന്തോഷിപ്പിക്കും തങ്ങൾ. ഒരിക്കൽ കണ്ടാൽ മതി, ആ അനുഭവം എന്നും മനസ്സിലുണ്ടാവും. അതാണ് പാവങ്ങളുടെ കൂടെ ആണ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പൊതുവിൽ നമ്മളിപ്പോൾ ഒരു സൽക്കാരമൊക്കെ നടക്കുമ്പോൾ നമ്മൾ നല്ല തിരക്കിലുണ്ടാകുമ്പോൾ നമ്മളെ മോളെ കുട്ടി അല്ലെങ്കിൽ മോൻ്റെ കുട്ടി, ചെറിയ കുട്ടി ഉപ്പാന്നൊക്കെ വിളിച്ചിട്ട്, ഇതാ ഉപ്പാക്ക് ഒരു കാര്യം കാണിച്ചു ഇങ്ങനെ വിളിച്ചു പോയി, എന്താന്ന് പറയും, ഉപ്പ പാവ പ്ലീസ്. അങ്ങനെ അവന് സെൻട്രൽ ആളിന്ന് റൂമിൽ, ബെഡ്റൂമിൽ അവൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അടുത്തുനിന്ന് ഒരു നോട്ടിന്ന് ഒരു പെൻസിലുകൊണ്ട് ക്രോസ് വരച്ച് സ്റ്റാൻഡിങ് ലൈൻ എന്ന് പറഞ്ഞിട്ട് ഓനെ കാണിച്ചു തരുന്നു. എന്ന് നമ്മൾ പറയും, ഈനാന്നോ വിളിച്ചതെന്ന് പറഞ്ഞല്ലേ. മദീനയിലൊരു പെൺകുട്ടി തങ്ങളോട് ഒരു കാര്യം പറയാൻ, എന്നിട്ട് തങ്ങൾ ഇങ്ങനെ വിളിച്ചു കൊണ്ടുപോയി മദീനയിൽ നടന്ന് ആ കുട്ടിക്ക് എപ്പോഴാണോ എന്താ കാര്യം പറയാൻ തോന്നുന്നത് അതുവരെ തങ്ങൾ ഇങ്ങനെ നിൽക്കും. അത് തങ്ങളുടെ ഒരു പ്രത്യേകതയാണ്. ആരെങ്കിലും തങ്ങളോട് മുസാഫത്ത് ചെയ്താൽ അയാൾക്ക് എപ്പോഴാണോ കൈ ഇളക്കാൻ തോന്നുന്നത് അതുവരെ കൈ പിടിച്ചു വെക്കും. അതുകൊണ്ടാണ് ഈ സ്വഹാബത്തിന് പിടിച്ചിക്കാൻ കഴിയുന്നത്. തങ്ങളുടെ വഫാത്ത് അവർക്ക് സഹിക്കാൻ കഴിയാത്തതിൻ്റെ ഒരു കാരണം ഇനി ആരെന്നുള്ള ചോദ്യമാണ് അവർക്ക്. തങ്ങൾ വഫാത്തായ ചില സഹാബിമാർക്ക് കുറച്ച് കാലത്തേക്ക് സംസാരശേഷി നഷ്ടപ്പെട്ടിന്. സത്യത്തിൽ സംസാരശേഷി നഷ്ടപ്പെട്ടില്ല, പക്ഷെ അവർക്ക് മിണ്ടാനുള്ള എന്തോ ഒരു സാധനം പോയി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് കുറേ സമയത്തേക്ക് എണീക്കാൻ കഴിയുന്നില്ലല്ലോ. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ബുദ്ധി തന്നെ മാറിയല്ലോ. എൻ്റെ തങ്ങളാറ്റ വഫാത്താന്ന് ആരെങ്കിലും പറഞ്ഞെങ്കിൽ ബുദ്ധി അങ്ങോട്ട് പോയി. അത് എന്ത് ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരാൾ അവർക്ക് അനുഭവിക്കാനില്ല. അതാണ് അതിൻ്റെ ഒരു കാരണം. അതാണ് അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇന്നേ വരെ എന്താ മോനെ അനസ് അങ്ങനെ ചെയ്തത്, എന്തുകൊണ്ട് ചെയ്തിട്ടില്ല? അങ്ങനത്തെ ഒരു ചോദ്യം അവിടുന്ന് ചോദിച്ചിട്ടില്ല. ഒരു പെൺകുട്ടി, ചെറിയ മോള് പിന്നെ വഴിയിൽ നിന്ന് കരയുന്ന സമയത്ത് തൊബ്രാനിയിലുണ്ടല്ലോ, തങ്ങൾ ചോദിച്ചു, മോൾ എന്തിനാ കരയണത്? ഒരു 2 ദിർഹം എൻ്റെ മുതലാളി തന്നിട്ട് സാധനം വാങ്ങാൻ അയച്ചിരുന്നു, അത് കാണുന്നില്ല. ഓ അതിനകത്തായിരുന്നു. ഇതാ പിന്നെയും കരഞ്ഞു. അത് ഇനി എന്തിനാ കരയണത്? അല്ല, അത് സാധനം വാങ്ങിയാലും നേരം വൈകിയതിന് ചൂടാവില്ലായിരുന്നു. ആര്? മുതലാളി. എന്ന വരിയെന്ന് പറഞ്ഞിട്ട് ദൂരത്ത് അങ്ങനെ വെയിലത്ത് നടന്ന് ആ സ്വഹാബി അസ്സലാമു അലൈക്കും എന്ന് സ്വഹാബിൻ്റെ വീട്ടിൽ ചെല്ലിയ ആരും മടക്കണില്ല. അസ്സലാമു അലൈക്കും മടക്കണില്ല. പിന്നെയും സലാം പറഞ്ഞപ്പോൾ വലൈക്കും സലാം എന്ന് പറഞ്ഞിട്ട് ആ സ്വഹാബി പുറത്ത്. കേട്ടിട്ടില്ലേ ഞാൻ പറയുന്ന സലാം? കേട്ടിന്. പിന്നെന്താ? തങ്ങളെ സലാമ് കുറേ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെന്താ മൂന്നാമത്തെയും മടക്കിയില്ലെങ്കിൽ തങ്ങൾ തിരിച്ചു പോകുമല്ലോ. തങ്ങൾ എന്തിനാ ഇത്രയും ദൂരം ഇവിടെ വന്നത്? എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് ഈ മോള് നിങ്ങളെ ഖാദിമത്ത? അതെ. 2 ദിർഹം കൊടുത്തിട്ട് സാധനം വാങ്ങാൻ അയച്ചനോ? അതെ. കാണാതായിട്ട് ഞാൻ കൊടുത്തു, പക്ഷേ നിങ്ങൾ
നേരം വൈകിന് ഡിലേ ആയതിന് ചൂടാവുമോ എന്ന് പേടിച്ചിട്ട് കരയുന്നുണ്ടായിരുന്നു. ചൂടാവല്ലേ എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നു സാഹിബ് ഒറ്റ കരച്ചിൽ. ഈ മോളാണല്ലോ എൻ്റെ തങ്ങളെ എൻ്റെ പുരക്കേക്ക് വരുത്തിച്ചത്, കാരണമായത് അന്തി ഹൊറുല്യ വജിഹില്ലായിത്താല, മോളെ ഞാൻ അടിമത്തത് മോചിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവർക്കും പ്രിയപ്പെട്ട നബിയാണ് മുത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലാസ്റ്റത്തെ കാര്യം പറഞ്ഞാൽ നിർത്തുകയാണ്. ആറാമത്തത്, ചില പ്രായമുള്ള സ്ത്രീകൾ പൊതുവിൽ പിന്നെ സ്വർണ്ണമൊക്കെ ഭയങ്കരമായിട്ട് സൂക്ഷിച്ചു വെക്കും. അതിന് നമ്മുടെ നാട്ടിൽ പാത്ത് വെക്കുക എന്ന് പറയും. ഇവിടെ അങ്ങനെ മനസ്സിലാവും. എൻ്റെ നാടെന്ന് പറഞ്ഞാൽ കേരളം, മനസ്സിലേ? പാത്ത് വെക്കുക, പാത്ത് വെക്കും, പാത്ത് വെക്കും. സ്വർണത്തിൻ്റെ മോതിരം അല്ലെങ്കിൽ 2 പവൻ്റെ ഒരു വള എത്ര ചോദിച്ചാലും ആ ഉമ്മാമ കൊടുക്കുകയും ചെയ്യില്ല. എൻ്റെ മോള് ഫൗസി കുട്ടിക്കുള്ളതാണെന്നാണ് പറയല്. അതാണ് അതിൻ്റെ ഒരു റീസൺ, അതാണ് അതിൻ്റെ കാരണം പറയുന്നത്. എന്ത് റിസ്ക് ആയാലും അത് കൊടുക്കുകയേ ചെയ്യില്ല. അതെൻ്റെ മോളെ എനിക്ക് അതിന് ഉമ്മാമ ഹയാത്തിലുണ്ടെങ്കിൽ അത് കൊടുക്കും എന്നതാണ് ആ ഉമ്മാമാൻ്റെ കൺസേൺ. എങ്ങനെയായാലും കൊടുക്കും. ഇതേപോലെ എന്ത് റിസ്ക് വന്നാലും തങ്ങൾ എടുക്കാത്ത പാത്ത് വെച്ചൊരു സാധനമാണ്. എല്ലാ നബിമാർക്കും അള്ളാഹു ഒരു ഓഫർ കൊടുത്തില്ല. ലിക്കുല്ലി നബിയിൻ ദഅവത്തുൻ മുസ്തജാബ. ചുണ്ടെന്ന് ദുആ പുറത്ത് വന്ന ഉടനെ ഉത്തരം കിട്ടുന്ന ഒരു ദുആ. എല്ലാ നബിമാരുടെ ദുആ ടോട്ടലി സ്വീകരിക്കും. പെട്ടെന്ന് സ്വീകരിച്ചോളണമെന്നൊന്നുമില്ല. അതിൻ്റെ നിലപാട് മൊത്തത്തിൽ പഠിക്കാൻ അസ്നൽ മത്വാലിബ് നോക്കിയാൽ മതി. ഇബ്നജറങ്ങളുടെ അസ്നൽ മത്വാലിബ്. ആ പേരിൽ തന്നെ 4-5 കിതാബ് വേറെയുണ്ട്. ഈ ദുആന്റെ ഒരു ഓഫർ എന്ന് വെച്ചാൽ അവർ ചുണ്ട് ഇങ്ങനെ ദുആ കഴിഞ്ഞ് ചുണ്ട് മടക്കുമ്പോഴേക്കും അതിൻ്റെ ഉത്തരം വരും. അമ്മ അതിൻ്റെ ഓഫറാണത്. എല്ലാ നബിമാർക്കും അള്ളാഹു കൊടുത്തിട്ടുണ്ട്. എല്ലാ നബിമാരും അവരുടെ അർജന്റ് ആവശ്യത്തിന് ആദ്യ നബി മുതലുള്ള മുഴുവൻ നബിമാരും അത് ദുആർന്ന് തീർന്നു. പക്ഷെ എൻ്റെ ദുആ അവിടെ പാത്ത് വെച്ചിട്ടുണ്ട്. എന്തെല്ലാം അർജന്റ് ആവശ്യം തങ്ങൾക്ക് വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ എടുത്തിട്ടില്ല. അത് അതെല്ലാം തട്ടിമുട്ടി ഞാൻ പൊട്ടിക്കുന്ന ഒരു സമയമുണ്ട് എന്നുള്ള അർത്ഥത്തിൽ ഹംസ തങ്ങൾ കൊല്ലപ്പെട്ട്, ഫാത്തിമ ബീവിക്ക് അടികെട്ടി, പിന്നെ ആയിഷ ബീവിക്കെതിരെ വ്യഭിചാരാരോപണം ഉണ്ടായി. തങ്ങളെ എറിഞ്ഞു, തങ്ങളെ ചീത്ത വിളിച്ചു, തങ്ങളെ സ്വഹാബത്തിനെ ഒക്കെ ഹബ്ബാബ് ബിൻ അറത്ത് തങ്ങളെ അബൂജഹലി ഇരുമ്പിൻ്റെ പെയ്പ്പ് എടുത്തിട്ട് തീയിൽ ചൂടാക്കിയിട്ട് ഇവിടെ വെച്ചിന് തല പൊള്ളിപ്പോയിന് ആ സ്വഹാബി. അത്ര അമ്മാർ ബിൻ യാസർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ യാസർ തങ്ങളെ എങ്ങനെയാ അബൂജഹൽ ടീം കൊന്നേന്നറിയാം? ഇരുമ്പിൻ്റെ വലിയ പ്ലേറ്റ് എടുത്ത് അത് തീയിലിട്ട് ചൂടാക്കിയിട്ട് പുറത്തേക്ക് ഇട്ടിട്ട് ഈ സ്വഹാബിനെ അതിലിട്ടിട്ട് അത് മടക്കി, എന്നിട്ട് ഈ സ്ലാബ് പോലത്തെ സാധനം തുറന്നു നോക്കുമ്പോൾ ഈ സ്വഹാബിൻ്റെ കാലൊരു സ്ഥലത്ത് കൈ പറ്റി പിടിച്ചിട്ടുണ്ട്, ഓരോ അവയവം പറ്റി പിടിച്ചിട്ടുണ്ട്. സുമയ്യ ബീബി എന്നോറ ഭാര്യനെ അമ്മാറങ്ങളുടെ ഉമ്മാനെ ഡ്രസ്സൂരിയിട്ട് ഒരു കാലം ഒരൊട്ടകത്തിനും മറ്റേ കാലം മറ്റേ ഒട്ടകത്തിനും കെട്ടിയിട്ടു. എന്നിട്ട് ഈ ഒട്ടകത്തിന് ഓടിക്കും, ഇതിന് ഇവിടെ കെട്ടിയിടും. വീണ് പിറകി തൊലി അങ്ങ് പൊരിയും. എന്നിട്ട് ഇതിനോടിക്ക് ഇതിനൂടെ നിർത്തിക്കും. എന്നിട്ടാണ് ഇരുമ്പിൻ്റെ പെയ്പ്പ് ചൂടാക്കിയിട്ട് അടിനാഭിയിലൂടെ കുത്തിയത് അബൂജഹൽ. ഈ പെയ്പ്പ് പുറത്തേക്ക് വന്നിട്ട് പപ്പടോടെ ഉയർത്തണ പോലെ ഉയർത്തിയതാണ്. അതിൻ്റെ എല്ലാം എത്രയോ മുമ്പ് ആ ഉമ്മ വഫാത്താവുണ്ട്. ആ ഘട്ടം മുഴുവൻ വന്ന് പറയുന്നുണ്ട്. അമ്മാറങ്ങൾ തന്നെ വന്നിട്ട് പറയുന്നുണ്ട്. അന്നേരം തങ്ങൾ പറഞ്ഞത് സ്വബറനിയ ആലയാസർ, കുറച്ച് ക്ഷമിക്കുമോനെ. ആ ദുആക്കെ പുറത്തെടുക്കുകയാണെങ്കിൽ അതെല്ലാം തട്ടിമുട്ടി ആദ്യം ഞാൻ പൊട്ടിക്കുന്ന ഒരു സമയം ഏതാണെന്ന് വെച്ചാൽ മാശറൈ. ആർക്ക് വേണ്ടിയിട്ട്? നമുക്ക് വേണ്ടിയിട്ട്. വൈന്യഖ്തബഅതു ദഅവതി ശഫാഅത്തിൽ ഉമ്മത്തി, നമുക്ക് വേണ്ടിയിട്ട്. ഇനി പറയും, ഇനി നിങ്ങളോട് ഞാൻ ചോദിക്കാം, ഈ തങ്ങളെ സ്നേഹിക്കാൻ ഇനി നമുക്ക് എന്താ വേണ്ടത്? പറയും. ഞാൻ പുറത്തെടുക്കൂല. അത് അവിടുന്ന് പുറത്തെടുക്കുള്ളൂ. ഈ ദുആ ഉണ്ട് എന്ന് തങ്ങൾക്ക് അറിയായിട്ടല്ല, തങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ എനിക്ക് ഈ ദുആ ഉണ്ട്, പക്ഷെ പുറത്തെടുക്കൂല. വേണമെങ്കിൽ പുറത്തെടുക്കാം. പക്ഷെ എൻ്റെ ഉമ്മത്ത് എന്നെ, എൻ്റെ സിദ്ദീഖ് ഉമറെല്ലാം അങ്ങോട്ട് സ്വർഗത്തിൽ സ്വന്തം ഇഷ്ടം പോലെ അമലോണ്ട് പോകും. പക്ഷെ എൻ്റെ പാവങ്ങളുണ്ട്, അവരെന്നെ പ്രതീക്ഷിച്ചിട്ടാണ് ഈ മങ്കൂസ് മൗലിദ് ചൊല്ലിയത്. അവർ ഈ കൂടിച്ചേർന്നൊക്കെ അതിനു വേണ്ടിയിട്ടാണ്. നമ്മളെ നാട്ടിലെ പാവങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ ഒരു സങ്കടം. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളെ നാട്ടിലൊരു ഉമ്മ, വളരെ പാവപ്പെട്ട കുടുംബമാണ്. അവർക്ക് ഈ കുട്ടിക്ക് സ്കൗട്ടിന് നിൽക്കാൻ വെള്ള ഷർട്ട് വേണം. നബിദിന റാലിയിൽ വെള്ള ഷർട്ട് ഇല്ലാത്തതുകൊണ്ട് പഴയ ഒരു വെള്ള ഷർട്ട് 3 ദിവസം ആ പെണ്ണുങ്ങൾ സർഫിൽ ഇട്ട് അലക്കി ഉണക്കി പിന്നെയും സർഫിൽ 3 ദിവസം. പിന്നെ മനസ്സിലായത് ഈ കുട്ടിക്ക് ഇടേണ്ട ആ വെള്ള ഷർട്ടിന് കുടുക്കില്ല, ബട്ടണില്ല. കുറേ
വേറെ ഏതെല്ലോ ഷർട്ടിൻ്റെ കളറും വെള്ളയിലെ കളറും ബട്ടൺ ഊരിയിട്ട് ഈ കുട്ടീൻ്റെ ഉമ്മ, ഈ പാവപ്പെട്ട ഉമ്മ ഊരി കൊടുക്കണം, ഫിറ്റ് ചെയ്ത് കൊടുക്കണം സംഭവം. ഈ ഉമ്മാൻ്റെ ഒരു താല്പര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മോൻ ഇതില്ലാത്ത പേരിൽ റാലിക്ക് പോകാണ്ടൊക്കെ ഉണ്ടാവും. ഈ ഉമ്മയിൽ ഈ തുന്നുന്ന സമയത്ത് ഒരു വിളിക്കുന്നുണ്ടാവും ഉള്ളിൽ. പണക്കാരെല്ലാം വല്ല വല്ല സ്ട്രോബെറി ഐസ്ക്രീം എല്ലാം കൊടുക്കുമ്പോൾ നമുക്കൊന്നൊന്നുമില്ല നബി, സഹായിക്കണേ, ഹെൽപ്പ് ചെയ്യണേ, കരുണ ചെയ്യണേ. എന്തായിരിക്കും റൗളയിൽ നിന്ന് കിട്ടുന്ന റീപ്ലൈ? എൻ്റെ വൈഫ് ഹൗസിൻ്റെ തൊട്ടിപ്പുറത്ത് ഉണ്ടായിരുന്നു, ഇപ്പം അവരില്ല, ഒരു വീടുണ്ടായിരുന്നു. കഴിഞ്ഞ കൊല്ലത്തെ റബീഉൽ അവ്വലിലൊക്കെ അവരുണ്ടായിരുന്നു. അവർ 3 പെണ്ണുങ്ങളെ ഉള്ളൂ. 2 പെണ്ണുങ്ങളുടെ ഭർത്താക്കന്മാർ മരിച്ചു പോയതാണ്, ഒരു പെണ്ണുങ്ങളുടെ ഭർത്താവ് ഒഴിവാക്കിയതെങ്ങാനാണ്. അടുത്ത് താമസാക്കി ഒരു വേറെ നാട്ടിലേക്ക് മാറി. കഴിഞ്ഞ കൊല്ലത്തെ റബീഉൽ അവ്വലിന് നമ്മുടെ നബിദിന റാലിയിൽ അവർക്ക് കുറച്ച് കൂടുതൽ മിഠായും മറ്റൊക്കെ കൊടുക്കണം എന്ന് വിചാരിച്ചിട്ട് സംഘാടകരായ ആൾക്കാരിങ്ങനെ ആലോചിക്കുമ്പോൾ അവിടെ അടുത്ത് എത്തിയപ്പോൾ ഗേറ്റ് തുറന്നിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നമ്മളും കരുതുന്നത് അവർക്ക് കുറച്ചധികം മിഠായി കൊടുക്കാം, അതിനുവേണ്ടി അവർ ഗേറ്റ് തുറന്നതായിരിക്കും. അപ്പോൾ അതല്ല സംഭവം. അവർ ഇങ്ങോട്ട് എന്തോ തരാൻ പോകുന്നതാണെന്ന് മനസ്സിലായി. തട്ടം കൊണ്ട് പൊത്തിയിട്ട് 2 പെണ്ണുങ്ങന്മാർ 2 ബക്കറ്റ് പുറത്തേക്ക് വെക്കുന്നുണ്ട്. അപ്പോൾ അതിൽ ഈ സർവത്തുണ്ട്, പാക്കാക്കിയിട്ട് സർവത്ത് ടാങ്ക്. എന്താ സംഭവം എന്ന് ഞാൻ എൻ്റെ വൈഫിനെ കൊണ്ട് അന്വേഷിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് ഈ വലിയ വലിയ ചോക്ലേറ്റ് മിഠായി ഒന്നും കൊടുക്കാൻ പൈസ ഇല്ല, എന്നാലും സുൽത്താനോട് എങ്ങനെയെങ്കിലും ഒന്ന് സ്നേഹം കാണിക്കണമല്ലോ, അതിന് കുറച്ച് ടാങ്ക് പൊടി അവർ വാങ്ങിയിട്ട് ഞങ്ങൾ ജനിച്ചെന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ആ സുബീൻ്റെ നേരം ഉണ്ടല്ലോ, ആ സമയത്ത് ഇവർ കുറച്ച് പാക്കറ്റ് നേരത്തെ വാങ്ങി വെച്ച്. ഗ്ലാസ് ഇല്ല, 80 ഗ്ലാസ് എങ്ങാനും റാലിയിലെ കുട്ടികൾക്ക് വേണം, അതില്ലാത്തതുകൊണ്ട് ഈ പാക്കറ്റിൽ ഇവർ അരക്ലാസ്സിൽ തൊയ്ക്കും. എന്നിട്ട് 5 റുപ്യൻ്റെ 2 മെഴുകുതിരി കത്തിച്ചിട്ട് ഒട്ടിച്ചു. പിന്നെ കൂൾ ബാറിലൊന്നും പണിയെടുക്കാത്തതുകൊണ്ട് ശരിക്കും ഒട്ടിക്കാമെന്ന് ഇവർക്ക് അറിയില്ല. ഇടയ്ക്കിടയ്ക്ക് ലീക്കല്ലുണ്ട്. ഈ ഒട്ടിക്കുന്ന ഉമ്മാനെ എങ്ങനെയായിരിക്കും റൗള കാണുക? ഒന്നുമില്ല നബിയെ, സ്ട്രോബെറിയും ഗാലക്സിയും ബോണ്ടിയും ബട്ടർ സ്കോച്ചും ഡാഫോഡിൽസൊക്കെ ആജിയാമാർ കൊടുക്കുമ്പോൾ നമുക്കൊന്നും ഇല്ല നബിയെ, പാവമായതുകൊണ്ട് തട്ടിക്കളഞ്ഞേക്കല്ലേ എന്നായിരിക്കും അവരുടെ ഒരു കൺസേൺ. ഹൃദയം കൊണ്ട് ആ റൗള ഒന്ന് കണ്ടു നോക്കിയേ, ഭയങ്കര രസമായിരിക്കും, ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. എന്നിട്ട് നമ്മൾ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു എന്ന് പറഞ്ഞു നോക്കിയേ. ആ അയ്യുഹൻ നബിയൊക്കെ ഒരു അർത്ഥമുണ്ട്, ഷെഹറാനിമ പറയണേ. എന്താ അർത്ഥം? നബിയെ സലാം എന്നൊരു പാർട്ടിക്കാരല്ല അൽ സലാം പറയണ സലാമല്ല അത്. എന്താ അതിൻ്റെ അർത്ഥം എന്ന് പറയുമോ? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിര് ഞാനൊന്നും ഇനി ചെയ്യൂല നബിയെ. അതിൻ്റെ അർത്ഥം എങ്ങനെയാണ്? ഒരു ദിവസം 9 റക്അത്തിൽ നിർബന്ധമായിട്ട് നമ്മൾ ചൊല്ലുന്നുണ്ട്, 1-ാമത്തെ 2-ാമത്തെ തഹ്ഹിയാത്തൊക്കെ കൂടിയിട്ട്. ഒന്നുമില്ല നബി, ഇനി ഞാൻ വാക്ക് നബിയെ തങ്ങൾ പഠിപ്പിച്ചതിൻ്റെ എതിരെ ഞാൻ ഒന്നും ചെയ്യൂല. അലി റളിയല്ലാഹു പറയുന്നുണ്ട്, 8-ാമത്തെ വയസ്സ് മുതൽ എൻ്റെ കണ്ണുകൊണ്ട് തങ്ങളെ കണ്ടതിന് ശേഷം ഈ കുഞ്ഞി കണ്ടുകൊണ്ട് ഞാൻ എൻ്റെ തങ്ങളൊന്നും ഹറാമൊന്നും കണ്ടിട്ടില്ല. അതാണ് വാക്ക് എന്ന് പറയുന്നത്. ഉസ്മാൻ റളിയല്ലാഹു പറയുന്നുണ്ട്, എൻ്റെ കൈ എൻ്റെ തങ്ങളെ മുസാഫത്ത് ചെയ്തതിന് ശേഷം ഈ കൈ കൊണ്ട് ഒരു ഹറാമ് തൊട്ടിട്ടില്ല എന്ന് മാത്രമല്ല എൻ്റെ ഔറത്തന്നെ ടച്ച് ചെയ്തിട്ടില്ല. വാക്ക്, ഉറപ്പുള്ള വാക്ക്, കടുപ്പുള്ള വാക്ക്, ഉശിരുള്ള വാക്ക്. ഇതാണ് ഇനി മുതലുള്ള തഹയ്യാത്തിൽ അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. തങ്ങൾക്ക് ഇഷ്ടമല്ലാത്തൊന്നും ഈ മുഹിബായ ഈ ഫാത്തിമ ഈ അബ്ദുള്ള ചെയ്യൂല നബിയെ. വാക്ക് ശരിക്കും എന്തൊരു മഹബത്താന്ന് ഈ പാവങ്ങളെ മഹബത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലൊക്കെ കാണും ഇങ്ങനത്തെ സാധുക്കൾ. എൻ്റെ കയ്യിൽ കഴിഞ്ഞ കൊല്ലം അൽമക്കറിലെ മഹബ കോൺഫറൻസിന് ഞാൻ പോകുമ്പോൾ എൻ്റെ കയ്യിൽ ഒരാൾ 368 രൂപ തന്നു. ഞാനത് എണ്ണിയ എന്തിനാന്ന് വെച്ചാൽ റെസിപ്റ്റ് മുറിക്കുന്നത് ഞാൻ കൊടുക്കുന്ന ഒന്നാണെന്ന് നമ്മളൊരു അഷ്വർമെൻറ്റ് വരുത്തണ്ടേ, നമ്മുടെ ഒരു ബാധ്യത അല്ലേ. അതിന് എണ്ണിയിട്ട് ഞാൻ ആ വീട്ടുകാരോട് ചോദിച്ചു റെസിപ്റ്റ് കൊടുക്കുമ്പോൾ ഇതെന്താ 368. അപ്പോൾ അവർ ഒരു ബോക്സ് സ്ഥാപിച്ചിട്ട് ഈ ബോക്സിൽ ഓരോ ദിവസവും ഓരോ രൂപ ഇടും. 365 ഓരോ ദിവസത്തെ നോക്കുമ്പോൾ വേണ്ടത്, ഇടയ്ക്ക് എപ്പോഴും എക്സ്ട്രാ ഇട്ടതാണ് സംഭവം. ഒരു പാവപ്പെട്ട കുടുംബമാണ് അത്. എല്ലാ ദിവസവും മക്കളെ തല ഒഴിഞ്ഞിട്ടാണ് ഈ 1 രൂപ ഇടൽ. എപ്പോഴെങ്കിലും ഇടാൻ മറന്നുപോയാൽ 2 രൂപ ഇടും. ഇങ്ങനെ കുറേ സാധുക്കളുണ്ട്. അവർ ഈ ഭണ്ഡാരം പൊളിക്കുന്ന എങ്ങനെയാണെന്ന് ഈ ബോക്സ് പൊളിക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ മൗലിദൊക്കെ ചൊല്ലിയിട്ട് അതിൻ്റെ മധ്യത്തിൽ ഈ ബോക്സ് വെക്കും. എന്നിട്ട് ഈ എത്തി മക്കളെ തലയിൽ ഒഴിഞ്ഞിട്ട് നബിയേ ഇതാ എൻ്റെ മക്കൾക്ക് ഉപ്പില്ലാത്തതാണ് തങ്ങൾ നോക്കണേന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഇവർ ഈ പൊട്ടിച്ചാൽ 120, 30, 300 റുപ്യ എല്ലാം കൂടിപ്പോയാൽ കിട്ടില്ല. ഇതിനെ കൊണ്ട് വലിയ ചോക്ലേറ്റും ഇപ്പം നമ്മൾ പിന്നെ മറിക്കുന്ന അങ്ങനെ ചോക്ലേറ്റ് ഐസ്ക്രീം ഒന്നും കിട്ടൂല. എടുക്കുക കാർട്ടൂൺ എടുത്തേ അങ്ങനത്തെ ഒന്നും കിട്ടൂല സംഭവം. ഇവർ പഴയ എക്ലെയർ കുക്കീസൊക്കെ വാങ്ങിയിട്ട് 2
പാക്കറ്റ് പേപ്പറിൽ മടക്കിയിട്ട് ഒരു നൂലുകൊണ്ട് കെട്ടിയിട്ട് SSFന്റെ കുട്ടികളെ മക്കളെ. അപ്പം ഇത് കൊടുക്കുമ്പോൾ ഹയർ സെക്കൻഡറി ഡിഗ്രിയിലെ കുട്ടികൾക്കൊന്നും ഈ പുതിയ മോഡൽ മിഠായി അല്ലാത്തതുകൊണ്ട് അത് കാണുമ്പോൾ പ്ലേറ്റിൽ വിതറിയത് എടുക്കൂല. അവരിങ്ങനെ പോകുമ്പോൾ ഈ ഹിജാബിട്ട പാവം വിധവയായ പെണ്ണുങ്ങൾ കരിയുണ്ടാവും. ആർക്കും വേണ്ടല്ല നബി. അവർക്ക് പറയാനൊരു നബിയുണ്ട്, അതാണ് അവരുടെ ജീവന്റെ ജീവൻ എന്ന് പറയുന്നത്. ആർക്കും വേണ്ടല്ലോ നബിയെ, ആർക്കും വേണ്ടല്ലോ. പിന്നെ ചെറിയ മക്കളൊക്കെ എന്ത് മിഠായാലും കിട്ടിയാലെടുത്ത് പോകുമ്പോൾ അവർക്കൊരു സന്തോഷം. അവരിങ്ങനെ ഈ കരിയുണ്ടാവും. അതാണ് ശരിക്കൊരു ഒറിജിനൽ മഹബത്ത്. ഈ തിരുവസന്തത്തിലേക്ക് നമുക്ക് അങ്ങനെ വരാൻ പറ്റണം, അങ്ങനെ ആവണം. അള്ളാഹു നമ്മുടെ ഖൽബ് അങ്ങനെ ആക്കി തരട്ടെ. നിങ്ങളെല്ലാവരും നാളെ കൂടി പങ്കെടുക്കണം ഈ വിഷയത്തിൻ്റെ ഒരു പൂർത്തീകരണം. ഇനിയും ഞാനിങ്ങനെ പേപ്പർ മറിച്ചുകൊണ്ടിരിക്കുകയാണ്, സംഭവം എവിടെ എത്തുന്നില്ല. എന്നാലും സദസ്സിൻ്റെ നീതി പുലർത്താൻ വേണ്ടി 6 കാര്യങ്ങൾ പറഞ്ഞു എന്ന് മാത്രം. അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കട്ടെ. ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, മാ നിംതു നൗമൻ ഇല്ലാ റഅയ്തു ഫീഹി നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ എപ്പം കണ്ണുപൂട്ടിയാലും എൻ്റെ തങ്ങളെ ഞാൻ കാണാറുണ്ട്. കാണണം. തിരൂരങ്ങാടി വാപ്പുസ്താദ് നമ്മുടെ നാട്ടുകാരനല്ലേ. തിരൂരങ്ങാടി വാപ്പുസ്താദിനോട് ഒരാൾ പറഞ്ഞത്രേ, ഞാൻ മദീനയിൽ പോകുന്നുണ്ട് റൗള സിയാറത്ത് ചെയ്യാൻ, സദു അരക്കണം. അപ്പോൾ തിരൂരങ്ങാടി വാപ്പുസ്താദ് പറഞ്ഞു, ആ പോണ്ടല്ലേ, പോണ്ടോ, മദീനയിൽ എൻ്റെ ഒരു സലാം പറയണം കേട്ടോ. പറഞ്ഞാൽ മതി, എന്നെ അറിയും, എന്നെ അറിയും, എന്നെ അറിയും. ഉറക്കെ അറിയും പോലും. നമ്മൾ അറിയണ്ടേ, തങ്ങൾ അറിയണം. വമൻ ദഖലഹു കാന ആമിന. അവിടുത്തെ കൽബിൽ നമ്മളെ പേര് സേവായാൽ കാന ആമിന, നമ്മളെ കൂട്ടാതെ അവർ സ്വർഗത്തിൽ പോയില്ല തങ്ങൾ. അതാണ് തങ്ങൾ വഫാത്തായതിനു ശേഷം എല്ലാ സ്വഹാബിമാരും ഭയങ്കര ധർമ്മസങ്കടത്തിലാണ്. പക്ഷെ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അങ്ങനെയൊന്നും കരിയുന്നതാണെന്നില്ല. ശരിക്കും ഓറ കൂടുതൽ കരയേണ്ടത്. അനസ് റളിയല്ലാഹുവിനോട് ആൾക്കാർ ചോദിച്ചു, നിങ്ങളെന്താ കരയാത്തത്? അതിന് അനസ് റളിയല്ലാഹു പറയുന്നുണ്ട്, ഞാനെന്തിനാ കരയണത്? അറാഖുല്ലി ലൈലത്തിൻ ഖലീലി വ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ റസൂലുള്ളാഹിനെ എല്ലാ രാത്രിയും കാണാറുണ്ട്. ജീവിതകാലത്ത് തന്നെ മതിയാവോളം കണ്ടതാണ്. അനസ് റളിയല്ലാഹു തങ്ങളുടെ വഫാത്തിന് ശേഷം 40,000 തവണ തങ്ങളെ കണ്ടാളാണ്. എന്തിനാ ഞാൻ കരയണത്? എല്ലാ രാത്രിയും കാണാറുണ്ടല്ലോ. പിന്നെ മഹ്ശറല്ലേ, ദുനിയാവെന്നല്ല ഇപ്പോഴും കാണാറുണ്ട്. പിന്നെ മഹ്ശറല്ലേ, അന്ന് ഞാൻ തങ്ങളെടുത്ത് ഓടിപ്പോയിട്ട് പറയും, അന ഉനൈസുഖ്. തങ്ങൾക്ക് എന്നെ മനസ്സിലായ ആ മറ്റേ കൊച്ചു അനസ് തങ്ങൾക്ക് ഒന്ന് കൊടുക്കുന്ന വെള്ളയിലെടുത്ത് തരുന്ന ചോട്ട അനസില്ലേ, വഹുവൈദ് മുഖ്, തങ്ങളുടെ കൊച്ചു ഹാദിമാണെന്നിട്ട് ഞാൻ തങ്ങളുടെ അടുത്തേക്ക് ഓടിപ്പോകും. നമ്മളൊക്കെ എന്തായിരിക്കും തങ്ങളുടെ മനസ്സിലൊരു ഇടം കിട്ടണം. അതിനുള്ള വഴിയാണ് സ്വലാത്തില്ല എന്നുള്ളത്. സാധാരണക്കാരായ നമ്മളെല്ലാ ഇപ്പോഴും സ്വലാത്തല്ലാണ്. ഒരു ദിവസം ശരിക്കും പറഞ്ഞാൽ നമ്മൾ പലരും സ്വലാത്ത് ചൊല്ലാറില്ല എന്നുള്ളതാണ് വസ്തുത. ഈ മണ്ടിപ്പാച്ചലിനിടയിൽ സ്വലാത്തില്ലൂല, അതൊരു വസ്തുതയാണ് സംഭവം. ഒരു 100 സ്വലാത്തെങ്കിലും ഡെയിലി, രാത്രിയല്ല, ഉറങ്ങാൻ നേരത്തൊന്നല്ല, സുബഹിക്ക് ശേഷം ചൊല്ലുക. അത് ഭയങ്കര ബർക്കത്തായിരിക്കും. ചൊല്ലോ ചൊല്ലോ. ഈ ഇൻഷാ അല്ലാ എന്ന് പറയും, ഇൻഷാ കഴിഞ്ഞിട്ട് പറഞ്ഞത് അള്ളാനെയാണ്. ഇനി അതിൻ്റെ മേലെ നമുക്ക് ആരും പറയാനില്ല. ഇതും നമ്മൾ കരാറ് പൂർത്തിയാക്കണില്ലെങ്കിൽ പിന്നെ എന്തപ്പോൾ പറയേണ്ടത്? അപ്പോൾ 100 സ്വലാത്ത് ഈ സദസ്സിൻ്റെ ഒരു ICF RSC സമ്മാനമായി നമ്മൾ ഏറ്റെടുക്കണം. നമ്മൾ ഇത് സംഘടിപ്പിച്ചത് ICFൻ്റെ അണ്ടറിലാണ്. അള്ളാഹു കബൂലാക്കട്ടെ. നമ്മുടെ സംഘടനാ പ്രവർത്തനങ്ങളൊക്കെ ഇഖ്ലാസ് ഉള്ളതായി അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ.